ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26 മൈൽ, കാഞ്ഞിരപ്പള്ളി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ദൃശ്യാന്യൂസ് ഒരുക്കുന്ന രാഷ്ട്രീയ സംവാദം പരിപാടി ആലപ്പാട് ഗോൾഡ് ദൃശ്യ പോരാട്ടം 2025 എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പോരാട്ടവുമായി നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് കുമാരമംഗലം പഞ്ചായത്തിലാണ്. കഴിഞ്ഞ 5 വർഷ കാലഘട്ടത്തിലെ കുമാരമംഗലം പഞ്ചായത്തിൻ്റെ വികസന നേട്ടങ്ങളും കോട്ടങ്ങളും എല്ലാം നമുക്കൊന്ന് ചർച്ച ചെയ്തു വരാം. അതിനായി ഇന്ന് നമ്മോടൊപ്പം ചർച്ചയ്ക്കായി എത്തിയ ഓരോരുത്തരെയായി സ്വാഗതം ചെയ്യുന്നു. വൈസ് പ്രസിഡന്റ് സിബിൻ വർഗീസ്, സ്വാഗതം. പ്രതിപക്ഷം അലി PM, സ്വാഗതം. UDF പ്രതിനിധി സെബാസ്റ്റ്യൻ മാത്യു, സ്വാഗതം. LDF പ്രതിനിധി MM മാത്യു, സ്വാഗതം. BJP പ്രതിനിധി ഉഷ രാജശേഖരൻ, സ്വാഗതം. ഇന്നിവിടെ എത്തിയിരിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. ആദ്യം വൈസ് പ്രസിഡന്റിലേക്ക് പോകാം. ഈ കഴിഞ്ഞ 5 വർഷ കാലഘട്ടത്തിലെ കുമാരമംഗലം പഞ്ചായത്തിൽ എന്തൊക്കെ വികസന നേട്ടങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചു? കുമാരമംഗലം ഗ്രാമപഞ്ചായത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ വികസനം നടന്ന കഴിഞ്ഞ കാലഘട്ടമാണ് കഴിഞ്ഞ 5 വർഷം. ജലജീവൻ പദ്ധതി ഇടുക്കി ജില്ലയിലെ ഏറ്റവും ആദ്യം പൂർത്തിയാക്കിയ പഞ്ചായത്തുകളിലൊന്ന് എന്നുള്ള അഭിമാനം ഞങ്ങൾക്കുണ്ട്. അതുപോലെ ലൈഫ് ഭവന പദ്ധതി, നമുക്കറിയാം, അടുത്ത ചുറ്റുവട്ടത്ത് പല പഞ്ചായത്തുകൾക്കും ഒന്നും ചെയ്യാൻ സാധിക്കാതിരുന്ന സമയത്ത് ഏറ്റവും കാര്യക്ഷമമായിട്ട് സ്ഥലമുള്ള മുഴുവൻ ആളുകൾക്കും വീട് കൊടുക്കുവാൻ ഈ ഗ്രാമപഞ്ചായത്ത് സാധിച്ചിട്ടുണ്ട്. എത്ര വീടുകൾ കൊടുക്കാൻ സാധിച്ചു? 172 വീടുകൾ, മൊത്തം 172 വീടുകൾ നൽകാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ നേരെ മുന്നിൽ കാണുന്ന കെട്ടിടം 80 ലക്ഷം രൂപ പഞ്ചായത്തിൻ്റെ ഫണ്ട് മാറ്റിവെച്ച് പണി പൂർത്തിയായി. നമ്മുടെ കൃഷിഭവനും മൃഗാശുപത്രിയും വാടക കെട്ടിടത്തിലായിരുന്നു. അത് ഇങ്ങോട്ട് ഏറ്റവും നേരത്തെ കൊണ്ടുവരാൻ സാധിച്ചു. കാരണം അതിൻ്റെ റൂഫിംഗ് കൂടി നടക്കാനുണ്ട്, അതിന് ഫണ്ട് എല്ലാം ഉണ്ട്. അതിന് ഒരു ഏജൻസിയുടെ ഫണ്ട് ആവശ്യമില്ല. നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ പണി ദ്രുതഗതി നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ഭരണസമിതിക്ക് മുമ്പ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും, കെട്ടിടത്തിൻ്റെ കാര്യങ്ങൾ പൂർത്തിയാവും. അതുപോലെ MCF നിർമ്മാണം പണ്ട് തീരേണ്ടതായിരുന്നു. നമുക്ക് കേന്ദ്ര വിഹിതത്തിൽ കുറച്ച് ഡിലേ ഉണ്ടായി. അല്ലെങ്കിൽ നമുക്കിപ്പോൾ അതിൻ്റെ പണി പൂർത്തിയാക്കാൻ സാധിക്കും. അതിനായിട്ട് 30 ലക്ഷം രൂപയോളം, 20 ലക്ഷം രൂപ കേന്ദ്രവിധാനം കിട്ടുന്നത് പഞ്ചായത്തിൻ്റെ വിഹിതം നമ്മൾ ചിലവഴിച്ചു. അത് ഏറ്റവും കാര്യക്ഷമമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ അതിനോടനുബന്ധിച്ച് തന്നെ നമ്മുടെ മുഴുവൻ വീടുകളിലും മാലിന്യ സംസ്കരണം കൃത്യമായിട്ട് ഹരിതകർമ്മസേനാംഗങ്ങൾ വീട്ടിൽ നിന്ന് എല്ലാ വീടുകളും ചെല്ലുകയും യൂസർ ഫീസ് ഏതാണ്ട് 70% മുകളിൽ കളക്ട് ചെയ്യുകയും വളരെ കാര്യക്ഷമമായിട്ട് ഏതാണ്ട് ഒരു മാസം 3 ടണ്ണോളം പ്ലാസ്റ്റിക് നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് ഇവിടുന്ന് മാറിപ്പോകുന്നുണ്ട്. ആരോഗ്യ മേഖലയിൽ നമ്മുടെ വെൽനസ് സെൻറ്റർ, ഈസ്റ്റ് സബ് സെൻറ്റർ വെൽനസ് സെൻ്ററാക്കി ഉയർത്താൻ സാധിച്ചു. അതുപോലെ പാലിയേറ്റീവ് കെയർ വളരെ കാര്യക്ഷമമായിട്ട് നമുക്ക് മുഴുവൻ ആളുകൾക്കും മാസത്തിൽ 2 പ്രാവശ്യം കെയർ നമ്മുടെ തന്നെ കൊടുക്കുന്നുണ്ട്. മറ്റേ ഏജൻസികൾ ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പം ഏറ്റവും കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ് ആരോഗ്യ മേഖല. അതുപോലെ മഞ്ഞപ്പിത്തം അടക്കമുള്ള സാംക്രമിക രോഗങ്ങൾ ഇവിടെ വരുമ്പോൾ കൃത്യമായിട്ട് അതിന് മോണിറ്റർ ചെയ്യുകയും അതുപോലെ ക്ലോറിനേഷൻ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്ത് വളരെ കാര്യക്ഷമമായിട്ട് നിയന്ത്രിക്കുവാൻ ഈ ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ മൃഗാശുപത്രി സബ് സെൻറ്റർ ഈസ്റ്റ് വളരെ ശോചനീയാവസ്ഥയിലുള്ളതായിരുന്നു. അത് വളരെ മനോഹരമായിട്ട് പൂച്ചെടിയൊക്കെ നട്ട് വളരെ മനോഹരമായിട്ട് നമുക്കത് അതിൻ്റെ സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ വിവിധ അംഗൻവാടികൾ, ഈസ്റ്റിലെ അംഗൻവാടിയിലാണ് റൂഫിംഗ് ഇല്ലായിരുന്നു. അതുപോലെ പല അംഗൻവാടികളും. അതുപോലെ ജില്ലാ പഞ്ചായത്തിൻ്റെ സഹായത്തോടെ നമ്മൾ കക്ഷി രാഷ്ട്രീയം നോക്കിയല്ല ഞങ്ങളിവിടെ പ്രവർത്തിക്കുന്നത്. എല്ലാ വാർഡിലെയും എല്ലാ ജനങ്ങളും ഒരേ രീതിയിൽ കണ്ടുകൊണ്ട്, ജില്ലാ പഞ്ചായത്ത് UDF ഭരിക്കുന്നതാണ്, UDF മെമ്പറാണ് ഇവിടെ. പക്ഷേ വളരെ LDF ഭരിക്കുന്ന വാർഡിൽ, LDF മെമ്പറുള്ള വാർഡിൽ ഏറ്റവും കാര്യക്ഷമമായിട്ട് അവിടെ ഹൈടെക് ആക്കത്തക്ക രീതിയിൽ ധാരാളം ഫണ്ട് കൊടുത്ത് അവിടെ അതിൻ്റെ പ്രവർത്തനം വളരെ മനോഹരമാക്കുവാൻ സാധിച്ചു. ഞങ്ങൾക്ക് ഏറ്റവും അഭിമാനമുള്ളത്, നമുക്കറിയാം, ഇപ്പം ഇന്ന് നമ്മുടെ നാടുകളിലെല്ലാം ഇംഗ്ലീഷ് മീഡിയം വളരെ വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം നൽകുക എന്ന ഉദ്ദേശത്തോടുകൂടി 1 കോടിയിൽ പരം രൂപ കഴിഞ്ഞ 3 വർഷമായിട്ട് 3 സ്കൂളുകൾ, പഞ്ചായത്തിന് കീഴിലുള്ള 3 സ്കൂളുകൾക്കും ഇത്രയും രൂപ അനുവദിച്ച് ഹൈടെക് ആക്കുവാൻ, 2 ക്ലാസ് റൂമാക്കി 1 ക്ലാസ് റൂം കൂടി വീതം ഹൈടെക് ആക്കുവാനുള്ള നടപടി സ്വീകരിച്ചു. അതുപോലെ വാട്ടർ പ്യൂരിഫയർ അടക്കം സ്കൂളിൻ്റെ ഗുണനിലവാരം, ഏറ്റവും ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം കുഞ്ഞുങ്ങൾക്ക് നൽകുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ആ കാര്യത്തിൽ ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിച്ചു. 100% വിജയിച്ചു എന്നുള്ള ധാരണയിലാണ് ഇരിക്കുന്നത്. ആ കാര്യത്തിൽ നമുക്ക് വൻ മുന്നേറ്റം നടത്തുവാൻ സാധിച്ചു. അതുപോലെ നമ്മുടെ വഴിവിളക്കുകൾ, സ്ട്രീറ്റ് ലൈറ്റ്, കഴിഞ്ഞ വർഷം തന്നെ 10 ലക്ഷം രൂപയുടെ സ്ട്രീറ്റ് ലൈറ്റ് നമുക്ക് സ്ഥാപിക്കാൻ സാധിച്ചു. അത് മെയിൻ്റനൻസിൻ്റെ സമയത്ത് ചെറിയൊരു ഡിലേ വന്നിട്ടുണ്ട്. അത് ഈ ആഴ്ച തന്നെ വന്ന് മെയിൻ്റനൻസ് നടത്തിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയല്ല, ഇപ്പോൾ ഗവൺമെൻറ് ഒരു നയത്തിൻ്റെ ഭാഗമായിട്ട് പല പുതിയ സ്ട്രീറ്റ് ലൈറ്റുകളും
എടുത്തു കളയുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തിൽ ഞങ്ങൾക്ക് ചെറിയ ആശങ്കയുണ്ട്. എങ്കിൽ പോലും വളരെ കാര്യക്ഷമമായിട്ട് സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതിൽ ഏഴൂർ ഹോമിയോ ഹോസ്പിറ്റൽ നവീകരിക്കാൻ സാധിച്ചു. അതുപോലെ റോഡുകളുടെ കാര്യത്തിൽ എങ്ങനെയാണ്? റോഡുകളുടെ കാര്യത്തിൽ പഞ്ചായത്തിൻ്റെ കഴിഞ്ഞ വർഷത്തെ പ്ലാൻ ഫണ്ട് 97% വിനിയോഗിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ കാര്യമാണ്. എല്ലാ വർഷവും 90%, 95% മുകളിൽ നമ്മുടെ പഞ്ചായത്തിൻ്റെ പ്ലാൻ ഫണ്ട് കൃത്യമായിട്ട് വിനിയോഗിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ MLA ഫണ്ട്, MP ഫണ്ട് അത് വളരെ കാര്യക്ഷമമായിട്ട് കഴിഞ്ഞ വർഷം 2 കോടിയിൽ പരം രൂപ ജില്ലാ പഞ്ചായത്ത് വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി കുമാരലം ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ 5 വർഷം കൊണ്ട് വിനിയോഗിച്ചിട്ടുണ്ട്. അതുപോലെ 2 കോടിയിൽ പരം രൂപ ബഹുമാനപ്പെട്ട MLA തന്നിട്ടുണ്ട്. അതുപോലെ ബഹുമാനപ്പെട്ട MP 25 ലക്ഷം രൂപയും മുകളിൽ കുമാരലം ഗ്രാമപഞ്ചായത്തിന് വിവിധ റോഡുകൾക്കും മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ ഹൈമാസ്റ്റ് ലൈറ്റ് 7ഓളം ഹൈമാസ്റ്റ് ലൈറ്റ് ഈ കാലഘട്ടത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ 2 അംഗൻവാടികൾ ഞങ്ങൾക്ക് ഇതുപോലെ തന്നെ ഈസ്റ്റുകളിൽ 2ാം വാർഡിലെ അംഗൻവാടി നമുക്ക് സ്ഥലം ലഭിക്കുകയുണ്ടായി. അതും 10 ലക്ഷം രൂപ MLA മുടക്കി വളരെ മനോഹരമായ രീതിയിൽ അവിടെ അംഗൻവാടി സ്ഥാപിക്കാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ പഞ്ചായത്തിൻ്റെ ഏത് മേലെ കുടിവെള്ളം, അതുപോലെ ഭക്ഷണം, ജനകീയ ഹോട്ടൽ ഏറ്റവും കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പഞ്ചായത്ത്. ഏതാണ്ട് 7-7.5 ലക്ഷം രൂപയോളം പഞ്ചായത്ത് ഈ 5 വർഷം കൊണ്ടോളം വാങ്ങിയിട്ടുണ്ട്, അല്ല കൊടുത്തിട്ടുണ്ട്. അപ്പം വളരെ കാര്യക്ഷമമായിട്ട് അതിൻ്റെ പ്രവർത്തനം നടക്കുന്നു. എല്ലാവർക്കും അതിദാരിദ്ര്യം, അതുപോലെ അതിദാരിദ്ര്യ പദ്ധതി ഏറ്റവും ആദ്യം പൂർത്തിയാക്കിയ ഒരു പഞ്ചായത്താണിത്. അവർക്ക് വീട്, അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ, വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്ത് അത് പൂർത്തീകരണം വളരെ ഭംഗിയാക്കി നടത്തുവാൻ ഞങ്ങൾക്ക് സാധിച്ചു. അങ്ങനെ പഞ്ചായത്തിൻ്റെ ഏത് മേഖല എടുത്താലും വിദ്യാഭ്യാസം, ആരോഗ്യം, കുടിവെള്ളം, ഭക്ഷണം അടക്കം, അതുപോലെ റോഡുകൾ, ഏത് മേഖല എടുത്താലും ആർക്കും ഒരു തെറ്റ് പറയാത്ത രീതിയിൽ വൻ മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കും. അങ്ങനെയൊക്കെ തിരിച്ചു വരാം. അടുത്തത് പ്രതിപക്ഷത്തിലേക്ക് പോവുകയാണ്. ഇപ്പോൾ വൈസ് പ്രസിഡന്റ് പറഞ്ഞു ആരോഗ്യം, ഭക്ഷണം, അങ്ങനെ അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങിയ നവീകരണ പ്രവർത്തനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ, കുറ്റമറ്റ രീതിയിൽ ചെയ്യാൻ സാധിച്ചു എന്ന് പറയുന്നു. അങ്ങേക്ക് എന്താണ് അഭിപ്രായം ഈ ഒരു 5 വർഷത്തെ ഭരണത്തിൽ? എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റ് എൻ്റെ സുഹൃത്താണ്, UDFൻ്റെ പ്രതിനിധിയാണ്. കുമാരകലം ഗ്രാമപഞ്ചായത്ത് ഏതാണ്ട് 40-45 വർഷത്തോളമായി UDF ഭരിക്കുകയാണ്. ഇതുവരെ തനത് ഫണ്ടില്ലാത്തൊരു പഞ്ചായത്തായിരുന്നു ഇത്. ഇത്രയും വൈസ് പ്രസിഡന്റ് പറഞ്ഞ ഫണ്ടുകളെല്ലാം സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ടുകളാണ്. സംസ്ഥാന സർക്കാർ ഓരോ ത്രിതല തദ്ദേശ സ്ഥാപനങ്ങൾക്കും കൊടുക്കുന്ന ഫണ്ടുകൾ അതാത് വാർഡ് മെമ്പർമാർക്ക് അത് വിഭജിച്ച് അവർക്ക് ഫണ്ട് ശേഖരണം നടത്താം. ഈ ലഭിച്ച ഫണ്ടുകളെല്ലാം കൃത്യമായിട്ട് വിനിയോഗിച്ചിട്ടുണ്ടോ? എൻ്റെ വാർഡിൽ ഞാൻ അത് വിനിയോഗിച്ചിട്ടുണ്ട്. 1,40 ലക്ഷം രൂപ. അത് സർക്കാരിൻ്റെ ഫണ്ടാണ്. പഞ്ചായത്ത് കുമാരകല ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു തനത് ഫണ്ടും എൻ്റെ വാർഡിലേക്ക് കിട്ടിയിട്ടില്ല. ഈ പറഞ്ഞ കണക്ക് ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു ഫണ്ടും കിട്ടിയിട്ടില്ല. ഞാനിത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങോട്ടൊന്ന് നോക്കണം. ഇപ്പോൾ തദ്ദേശിച്ച് ഉദ്ഘാടനം ചെയ്തൊരു കെട്ടിടമാണ്. ഉദ്ഘാടനം കഴിഞ്ഞപ്പോൾ 20 ദിവസമായി ഈ കൃഷിഭവന് ചെയ്തു. ഇപ്പോൾ അവിടെ നിങ്ങളത് എടുത്തിട്ടേ പോവുള്ളൂ. വെറ്റിനറി ഡോക്ടറില്ല, ഓഫീസില്ല. അതുപോലെ പണി നടക്കുന്നതല്ലേ ഉള്ളൂ. അല്ല, പണി നടന്നിട്ടുള്ള ഉദ്ഘാടനം കഴിഞ്ഞാൽ പോരാറുണ്ടല്ലോ. പണി കഴിഞ്ഞിട്ടാണ് നമ്മൾ വീടിൻ്റെ പണി കഴിഞ്ഞാൽ പെരതാമസം നടത്തുന്നത്. അത് എന്തിനു ചെയ്തു? അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് UDF കാട്ടിക്കൂട്ടി ഒരു കൃത്രിമം. നിങ്ങളവിടെ കയറി നോക്കിയൊന്ന് ക്യാമറ എടുത്ത് വേണം പോകാൻ. അതുപോലെ ഞാൻ പറയുന്നപ്പോൾ എൻ്റെ പ്രതിനിധിയായിട്ടുള്ള മാത്യു സാർ ഇതിനെപ്പറ്റി വിശദമായിട്ട് പറയും. ഇവിടെ ടേക്കി ബ്രേക്ക് എന്ന് പറഞ്ഞു 20 ലക്ഷം രൂപയ്ക്ക് ശുചിത്വ മിഷൻ്റെ ഒരു ഫണ്ട്. അത് നിങ്ങളെ വേണമെങ്കിൽ ഞാൻ ഇപ്പോൾ കൊണ്ടുപോയി കാണിച്ചു തരാം. ഒരു ഉപയോഗമില്ലാതെ വെറുതെ ശൂന്യമായിട്ട് 20 ലക്ഷം രൂപയ്ക്ക് ആ ഫണ്ട് ഈ പഞ്ചായത്തിൽ ഏതെങ്കിലും അവർക്ക് കൊടുക്കില്ല. ഞാൻ പിന്നെ 2021 6-ാം മാസം കൂടിയ ഒരു കമ്മിറ്റിയിൽ, അതായത് നമ്മുടെ കുമാരൻ പഞ്ചായത്തിലുള്ള ക്രൈസ്തവ സഹോദരങ്ങൾക്കും മുസ്ലിം സഹോദരങ്ങൾക്കും ഈ കബറടക്കം ചെയ്യാനും ഇതിനും ഇതുണ്ടായിരുന്നു. അപ്പോൾ ഹൈന്ദവ സഹോദരങ്ങൾ ഇവിടെ 5-8ഓളം ചേരിയുണ്ട്. അവിടെ ഒരു ഇത് പണിയണമെന്ന് പറഞ്ഞു, ശ്മശാനം. അത് പണിയാൻ വേണ്ടി അന്ന് 15 ലക്ഷം രൂപ ഞാൻ ധനകാര്യശാനിയെ പറഞ്ഞു. പക്ഷേ ഇതേവരെ ഇതുവരെ നടത്തിയിട്ടില്ല. നമ്മളാരെങ്കിലും ഒരു പാവപ്പെട്ടവർ മരിച്ചു കഴിഞ്ഞാൽ പഞ്ചായത്ത് പ്രസിഡൻ്റെ വീട്ടിൽ പോയി കത്ത് മേടിച്ച് തൊടുപുഴ അവിടെ പോകേണ്ട ഒരു അവസ്ഥയുണ്ട്. ഇതൊക്കെ ഇവർ കാണിക്കേണ്ട. അത് ഈ ഇതുവരെയുള്ള ഇതിൽ തമ്മിത്തല്ലും ഇതല്ലാതെ ഒരു വികസനവും നടന്നില്ല. നിങ്ങൾ ഈ പറഞ്ഞ കണക്കുകളിൽ നിങ്ങൾ വിശദമായിട്ട് പരിശോധിച്ചാൽ ഈ പൈസകളെല്ലാം സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ടിൽ നിന്ന് വന്നതാണ്. ലൈഫ് ഭവന പദ്ധതി ഇവർ അട്ടിമറിച്ചു എന്ന് പറയാം. എൻ്റെ വാർഡിൽ 3 പേർക്ക് ഇപ്പോഴും കിട്ടാനുണ്ട്. അതായത് ഇടുക്കി ജില്ലയിൽ ഇത് പൂർത്തീകരിച്ചു എന്ന് പറയാൻ വേണ്ടി ബാക്കിയുള്ളവർ വിളിച്ച് VO ഒപ്പിട്ട് മേടിച്ച്, എങ്ങനെ എനിക്ക് അടുത്ത വർഷം മതി എന്നൊപ്പിട്ട് മേടിച്ചു. അപ്പോൾ പൂർത്തീകരണം വേണമല്ലോ. ആ പൂർത്തീകരിക്കാൻ വേണ്ടി ഇവർ ചെയ്തൊരു തട്ടിക്കൂട്ട് പരിപാടിയാണ്. അപ്പോൾ ഇതെല്ലാം പറയുന്ന പ്രതിപക്ഷത്തിൽ നിന്ന് എനിക്ക് പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല. പ്രതിപക്ഷം അങ്ങനെ നിലയ്ക്ക് ഈ പഞ്ചായത്ത് പറഞ്ഞ ഇത് 4 ഇതുവരെയുള്ള ഒത്തിരി വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളായിട്ട് ബന്ധപ്പെട്ട് CPMൻ്റെ പ്രതി ബാക്കി പറയും. ഓക്കെ, അടുത്തത് UDF പ്രതിനിധിയിലേക്ക് പോകാം. ഇപ്പോൾ നമ്മുടെ പ്രതിപക്ഷം പറഞ്ഞിരുന്നു ലൈഫ് ഭവന പദ്ധതിയിൽ അദ്ദേഹത്തിൻ്റെ വാർഡിൽ 3 പേർക്ക് കിട്ടാനുണ്ട്, ഒരുപാട് അട്ടിമറികൾ നടത്തിയിട്ടുണ്ട്, അഴിമതികൾ നടത്തിയിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. എന്താണ് അങ്ങേക്ക് ഈ ഒരു കാര്യത്തോട് പ്രതികരിക്കാനുള്ളത്? ലൈഫ് ഭവന പദ്ധതിയിൽ ഒരു അട്ടിമറിയും ഒരു അഴിമതിയും നടത്തിയിട്ടില്ല. അതിൻ്റെ പ്രധാന കാരണം LDF ഭരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. അതിൻ്റെ ഭരണകൂടം, ജില്ലാ ഭരണകൂടം LDFൻ്റെ കീഴിലാണ്. അവർ സമ്മതിക്കാതെ ഒരു ലൈഫ് ഭവന പദ്ധതി ഇടുക്കി ജില്ലയിൽ അല്ല കേരളത്തിൽ തന്നെ ആദ്യമായി പൂർത്തിയാക്കിയ ഒരു പഞ്ചായത്ത് കുമാരമംഗലം പഞ്ചായത്താണ്.
അപ്പോൾ ഈ അങ്ങനെ ഒരു ചുമ്മാ ആരെങ്കിലും ചെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പൂർത്തീകരിച്ചു ഒരു അവാർഡ് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലും കൊടുക്കുമോ? അല്ല, ഒരു 3 വീടിന്റെ കാര്യം പറഞ്ഞു. അത് പണി പൂർത്തീകരിക്കും, എല്ലാവരും എഗ്രിമെന്റ് വെച്ചേക്കുന്നതാണ്. 3 വീട് തീർന്നിട്ടുണ്ടെന്ന് നമ്മളെ പറഞ്ഞില്ല, എല്ലാം തീർന്നല്ല. നമ്മൾ 172 വീടുകൾ പൂർത്തിയാക്കിയെന്ന് പറഞ്ഞ് ആ പൂർത്തിയാക്കിയത് ഇടുക്കി ജില്ലയിൽ ആദ്യമാണ്, സംസ്ഥാനത്ത് ആദ്യമാണ്. ഈ നേട്ടം കൈവരിച്ച ഏക പഞ്ചായത്ത് കുമാരമംഗലം പഞ്ചായത്താണ്. അത് കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പി രാജീവിൽ നിന്ന് ഇവിടുത്തെ സെക്രട്ടറി ഏറ്റുവാങ്ങി. അങ്ങനെ ഒരു പൂർത്തീകരിക്കാത്തൊരു പദ്ധതി ഉണ്ടെങ്കിൽ ഈ ഗവൺമെൻറ് അങ്ങനെ ഒരു അവാർഡ് കൊടുക്കുമോ? ഏത് വിധേനയും അവാർഡ് കൊടുക്കാതിരിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. പിന്നെ ബഹുമാനപ്പെട്ട മെമ്പറോട് പറഞ്ഞു ഈ സംസ്ഥാന സർക്കാർ കൊടുത്ത ഫണ്ട് കൊണ്ടാണ് ഇവിടെ കാര്യങ്ങളൊക്കെ നടത്തുന്നതെന്ന് പറഞ്ഞു. ഒരിക്കലുമല്ല. ഈ പഞ്ചായത്തിന് അതിൻ്റേതായ ഫണ്ട് ഉള്ള വരുമാനമുണ്ട്. ആ വരുമാനം കളക്ട് ചെയ്ത് ആണ് വിവിധ വാർഡുകളിലേക്ക്. ഒരു വാർഡിലും നമ്മൾ വിവേചനം കാണിച്ചിട്ടില്ല. ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭരണസമിതി കഴിഞ്ഞ 5 വർഷം ഒരു വാർഡിലേക്കും ഒരു വിവേചനവും കാണിച്ചിട്ടില്ല. എല്ലാ മെമ്പർമാർക്കും തുല്യമായ വീതം അവർക്ക് കിട്ടാനുള്ളത് കൊടുത്തു. അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ UDFിൻ്റെ മെമ്പറാണ് ബഹുമാനപ്പെട്ട ഇന്ദു സുധാകരൻ. അവർക്ക് അനുവദിച്ച 2,18,00,000 രൂപകൾ അനുവദിച്ച എല്ലാ വാർഡുകളിലും കൊടുത്തു. ഇപ്പോൾ UDF മെമ്പർമാരുള്ള വാർഡുകൾ മാത്രമല്ല, LDF മെമ്പർമാരുടെ വാർഡ് കൊടുത്തു, കേരള കോൺഗ്രസിൻ്റെ വാർഡിൽ കൊടുത്തു. ഇങ്ങനെ നമ്മൾ വിവേചനമായ ഒരു കാര്യവും UDF ശ്രമിക്കുന്നില്ല. പഞ്ചായത്തിൻ്റെ തനതായിട്ടുള്ള പഞ്ചായത്തിൻ്റെ വികസനത്തിന് എല്ലാ ആളുകളെയും നമ്മൾ ഒത്തൊരുമിച്ചാണ്, ഒരേപോലെയാണ് UDF കാണുന്നത്. പഞ്ചായത്തിൻ്റെ വികസനത്തിന് വേണ്ടി നമ്മൾ പാർട്ടി നോക്കാറില്ല, നാട് നോക്കാറില്ല, പ്രാദേശികമായിട്ട് നോക്കാറില്ല. എല്ലാം ഒരേപോലെ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്നതാണ് UDF. അടുത്ത ഈ ചരിത്രത്തിലാദ്യമായിട്ട് ഇത്രയും വികസന പ്രവർത്തനം. കൃഷി ഓഫീസിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അത് പണി തുടങ്ങിയ കാലത്ത് പെട്ടെന്ന് തീരുമോ? സർക്കാരിൻ്റെ ഇത് എന്തെല്ലാം ഈ കഴിഞ്ഞ കാലഘട്ടങ്ങൾ ഉണ്ടാകാത്ത തരം മഴയാണ് ഇവിടെ ഈ പെയ്തുകൊണ്ടിരുന്നത്. ഈ ഒരു ബിൽഡിങ് പണിയുമ്പം അതിൻ്റേതായ കാലതാമസം വരും. അതേ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ. അല്ലാതെ തട്ടിക്കൂട്ട് ഉദ്ഘാടനം ഒന്നുമല്ല നടത്തിയത്. അതിൻ്റെ വളരെ കറക്റ്റായിട്ട് 1 മാസത്തിനുള്ളിൽ ഇത് ഓഫീസ് പൂർണ്ണ സജ്ജമായിട്ട് പ്രവർത്തനം ആരംഭിക്കും. ഓക്കെ, അങ്ങയിലേക്ക് തിരിച്ചു വരാം. അടുത്തതായി LDF പ്രതിനിധിയിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഒരു 5 വർഷ കാലഘട്ടത്തിലെ ഭരണം, ഇപ്പോൾ നേട്ടങ്ങളും കോട്ടങ്ങളും ഒക്കെ പറഞ്ഞിരുന്നു. ഈ 5 വർഷത്തെ കാലത്തെ ഭരണം അങ്ങ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? കുമാരമംഗലം പഞ്ചായത്തിനെ സംബന്ധിച്ച് 5 വർഷത്തെ ഭരണമല്ല, പതിറ്റാണ്ടുകളുടെ ഭരണം വിലയിരുത്തേണ്ടി വരും. കേരളത്തിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു പഞ്ചായത്തായിട്ട് ഇപ്പോഴും കുമാരമംഗലം പഞ്ചായത്ത് നിൽക്കുന്നെങ്കിൽ അതിൻ്റെ ഉത്തരവാദി UDFിൻ്റെ ഭരണമാണ്. ഇത്തവണത്തെ 2025-26 പദ്ധതി രേഖയുണ്ട്, അംഗീകരിച്ചതാണ്. ആ പദ്ധതി രേഖയിൽ 124.9 കിലോമീറ്റർ മണ്ണ് റോഡുള്ള ഒരു പഞ്ചായത്താണ് എന്ന് ആ പദ്ധതി രേഖയിൽ അംഗീകരിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഹൈറേഞ്ച് പ്രദേശം പോലും വളരെ ഗതാഗതത്തിൽ വളരെ മുന്നോക്കം പോയപ്പോൾ, ദുർഘട പ്രദേശങ്ങളെല്ലാം റോഡുകളായപ്പോൾ കുമാരമംഗലം പഞ്ചായത്തിലെ പല വാർഡുകളും ജീപ്പ് പോലും കയറി ചെല്ലാൻ പറ്റാത്ത റോഡുള്ള പ്രദേശം ഇവിടെയുണ്ട്. കാൽനടയായിട്ട് പോകേണ്ട റോഡുകൾ ഇപ്പോഴും ഇവിടെയുണ്ട്, റോഡില്ലാത്തത്. അങ്ങേയറ്റം വികലമായ ഒരു നയമാണ്. കുമാരമംഗലം പഞ്ചായത്തിലുള്ള ഏറ്റവും വലിയ ദൗർബല്യം കിട്ടുന്ന ഫണ്ട് വാർഡുകൾക്ക് വീതിച്ചു കൊടുക്കുക. അതിൽ വ്യത്യാസം വരുത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ടായില്ല. പഞ്ചായത്തിന് തനതായ ഒരു ലക്ഷ്യമുണ്ടോ, ഒരു പദ്ധതി ഉണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. തനത് പ്രോഗ്രാമുണ്ടോ? സർക്കാരിൻ്റെ വിവിധ രീതിയിൽ വരുന്ന പദ്ധതികളൊക്കെ നടപ്പാക്കുന്നത് എങ്ങനെ എന്നുള്ളത് പ്രശ്നമാണ്. ഉദാഹരണം ടേക്ക് എ ബ്രേക്ക് തന്നെ എടുക്കാം. ഇതാ ഇവിടെയുണ്ട്, കനാലിൻ്റെ തീരത്ത് പണി കഴിപ്പിച്ചിട്ടുണ്ട്. എന്തായിരുന്നു എൻ്റെ ലക്ഷ്യം? അത് പണിതപ്പോൾ ലക്ഷ്യം സാധിച്ചോ എന്നുള്ളത് പ്രധാനമാണ്. പണം ചെലവഴിച്ചു, ഓക്കെ, 100% അത് പ്രവർത്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ളതാണ്. ഇവിടുന്ന് ഹൈവേ ആണ്, സ്റ്റേറ്റ് ഹൈവേ ആണ്. മൂന്നാറിലോട്ട് വരികയും പോവുകയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഇടത്താവളമായി വിശ്രമിക്കാൻ, ഫ്രഷാകാൻ ഒക്കെ ഉദ്ദേശിച്ചിട്ടുള്ള വലിയൊരു പ്രോഗ്രാമാണ് സംസ്ഥാന ഗവൺമെൻറ് പലയിടത്തുണ്ട്. ആ രീതിയിൽ അത് സാധിച്ചോ എന്നുള്ള പ്രശ്നമാണ്. അതിനോട്ട് സാധിക്കാനും പോകുന്നില്ല. ഇന്നേവരെ ഉദ്ഘാടനത്തിന് ശേഷം ഇന്നേവരെ തുറന്നിട്ടില്ലാത്തൊരു സാധനം തുറക്കാൻ പറ്റാത്ത രീതിയിൽ ഇപ്പോൾ അതിനോട് ചേർന്ന് പ്ലാസ്റ്റിക് മാലിന്യം സൂക്ഷിക്കാനുള്ള സംവിധാനം കൂടെ കൊണ്ട് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം പൂർത്തിയാകും. അങ്ങനെ ഇന്ന് സംസ്ഥാന സർക്കാരിൻ്റെ പൊതുവായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ചുള്ള പദ്ധതികൾ കൊടുക്കാൻ കഴിയുന്നുണ്ടോ? ഇപ്പോൾ കാർഷിക മേഖല കാർഷിക മേഖലയിൽ എന്ത് പ്രോജക്റ്റായി പഞ്ചായത്തിനുള്ളത്? പഴം, പച്ചക്കറി, പാല്, മുട്ട ഇതിലൊക്കെ സ്വയം പര്യാപ്തമാവുക എന്ന ലക്ഷ്യം വെച്ചൊരു പ്രോജക്റ്റ് രൂപീകരിക്കാൻ പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? കാർഷിക മേഖലയിൽ ഇതുവരെ വികസനങ്ങളൊന്നും നടത്തിയിട്ടില്ല. കൃഷിഭവനിൽ തൈകൾ വരും, വിത്ത് പാക്കറ്റ് വരും, അത് പെറുക്കി കൊടുക്കുക. ആരെങ്കിലും കൊണ്ടുപോകും, എവിടെയെങ്കിലും കുഴിച്ചു വെക്കുന്നതിനപ്പുറത്ത് ആ സാധ്യത പ്രയോഗിച്ചുകൊണ്ട് പഞ്ചായത്തൊരു ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രോജക്റ്റ് ഉണ്ടോ? കുമാരമംഗലം പഞ്ചായത്തിൽ ഇതൊക്കെ സ്വയം പര്യാപ്തമാണ്, യാതൊരു ബുദ്ധിമുട്ടുമില്ലാത്ത ഒരു സംവിധാനമാണ്.
ആരോഗ്യരംഗത്ത് സർക്കാർ ഒത്തിരി പണം മുടക്കിയിട്ടുണ്ട്. പക്ഷേ ജനങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ടോ? സായാഹ്ന ഒ പി ഇതുവരെയും തുടങ്ങിയിട്ടില്ല. ഏതെങ്കിലും ഒരു ഡോക്ടർ ലീവ് എടുത്താൽ അന്ന് ഉച്ചവരെ ആ സാധനമുള്ളൂ. പഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ഒരു ഡോക്ടറെയും ഒരു ഫാർമസിസ്റ്റിനെയും വയ്ക്കാനുള്ള വകുപ്പുണ്ട്. സമീപ പഞ്ചായത്തുകളെല്ലാം അത് ചെയ്തിട്ടുണ്ട്. ഈ പഞ്ചായത്തിന് മാത്രം അതിന് വകുപ്പില്ല. അതുകൊണ്ട് പണിയെടുക്കുന്ന തൊഴിലാളികൾ വൈകുന്നേരം 4 മണി വരെ പണിയെടുത്തിട്ട് വൈകുന്നേരം കൊച്ചിനെ കൊണ്ട് ആശുപത്രി വരാൻ പറ്റില്ല. അന്നത്തെ പണി കഴിഞ്ഞിട്ട് കൊച്ചിനൊരു പനിക്ക് ആശുപത്രി വരാൻ കഴിയൂ എന്ന സ്ഥിതിയുണ്ട്. ആരോഗ്യരംഗത്ത് പ്രശ്നമുണ്ട്. മഞ്ഞപ്പിത്തം, ടൈഫോയിഡ് നിരന്തരം എല്ലാ വർഷവും ആവർത്തിക്കുന്ന പ്രദേശമാണിത്. പ്രത്യേകിച്ച് ഏഴൂരിലെ കല്ലോലി പ്രദേശം, കുമാരകുളത്ത് മഞ്ഞപ്പിത്തം എത്രയോ പേർക്ക് വന്നു. ആ മഞ്ഞപ്പിത്തം വരുമ്പോൾ ഓടിച്ചെന്ന് കിണറ്റിൽ വെള്ളത്തിൽ കുറേ ക്ലോറിൻ കലക്കിയാൽ തീരുന്നതാണോ? അതിന് സ്ഥായി ഒരു പരിഹാരം വേണ്ടേ? അതിൻ്റെ ഉറവിടം കണ്ടെത്തണ്ടേ? അതിന് വേണ്ടിയിട്ടൊരു പ്രോജക്റ്റ് തയ്യാറാക്കണ്ടേ? അങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ടോ? ലൈഫ് പദ്ധതി സർക്കാരിന് പ്രധാനപ്പെട്ട പദ്ധതിയാണ്. 4,60,000 വീട് അത് പൂർത്തിയാക്കി കഴിഞ്ഞു എന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ സമ്മതിക്കുന്നു. പക്ഷേ കുമാരകുളം പഞ്ചായത്തിൽ പൂർത്തിയായത് എങ്ങനെ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. 18 പേരെ കൊണ്ട് ലൈഫ് പദ്ധതിയുടെ വീട് ഈ വർഷം വേണ്ട എന്ന് എഴുതി വാങ്ങിപ്പിച്ചതിന് ശേഷമാണ് 100% പൂർത്തിയായി എന്ന് ആഘോഷം നടത്തിയത് എന്നുള്ളത് സത്യമല്ലേ? ആ 18 പേരുടെ പേരുകൾ ഒക്കെ പഞ്ചായത്തിൻ്റെ രേഖയിലുണ്ട് എഴുതി വാങ്ങിച്ചതിന് ശേഷം. അത് ആ രീതിയിൽ. അപ്പോൾ ഇവിടെ തനതായ ഒരു സംരംഭങ്ങൾ എവിടെയെങ്കിലും തുടങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടോ? സംരംഭങ്ങൾ ഇവിടെ ചെറുകിട സംരംഭങ്ങൾ, സ്റ്റാർട്ടപ്പുകൾ, ഇതൊക്കെ തുടങ്ങാനുള്ള പ്രോജക്റ്റുകൾ ഏതെങ്കിലും ആവിഷ്കരിച്ചിട്ടുണ്ടോ? അപ്പോൾ ഈ പൊതുജനങ്ങൾക്ക് പ്രയോജനകരമാകുന്ന രീതിയിലുള്ള ഒരു വികസനവും നടന്നിട്ടില്ല എന്നാണോ അങ്ങ് പറയുന്നത്? ദീർഘകാലാടിസ്ഥാനത്തിൽ വികസനം എന്ന് പറയുമ്പോൾ എപ്പോഴാണ് പൊതുജനങ്ങൾക്ക് വരുമാന വർധന ഉണ്ടാകണം, തൊഴിലവസരമുണ്ടാകണം, അവരുടെ ജീവിത നിലവാരം ഉയരണം. ആ രീതിയിലുള്ള വിവിധ രീതിയിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിൽ ഈ പഞ്ചായത്ത് പരാജയപ്പെട്ടിരിക്കുന്നു. കിട്ടിയ ഫണ്ട് ചെലവാക്കി എന്നുള്ളതാണ് ഇവര് നേട്ടമായിട്ട് അവകാശപ്പെടുന്നത്. അങ്ങയിലേക്ക് അടുത്തത് തിരിച്ചു വരാം. അടുത്തത് BJP പ്രതിനിധിയിലേക്ക് പോവുകയാണ്. ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26 മൈൽ, കാഞ്ഞിരപ്പള്ളി. സ്വർണം പണയം വെച്ചിട്ട് തിരിച്ചെടുക്കാൻ പ്രയാസപ്പെടുകയാണോ? അല്ലെങ്കിൽ ലേലത്തിൽ പോകുമോ എന്ന ആശങ്കയുണ്ടോ? കയ്യിലെ സ്വർണത്തിന് എവിടെ മികച്ച വില ലഭിക്കുമെന്നറിയാതെ വിഷമിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ ഉടൻ ആലപ്പാട് ഗോൾഡിലേക്ക് വിളിക്കൂ. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾക്ക് മാർക്കറ്റിലെ അതാത് ദിവസത്തെ വില ഇവിടെ ലഭിക്കും. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും എത്ര പഴയതായാലും ആലപ്പാട് ഗോൾഡ് അന്നുള്ള ദിവസത്തെ മാർക്കറ്റ് വില നൽകി സ്വർണം തിരിച്ചെടുക്കുന്നു. GPay, RTGS, NEFT, ചെക്ക് എന്നിവയുടെ സൗകര്യവും ഉണ്ട്. പണത്തിന്റെ ടെൻഷൻ വേണ്ട. ആലപ്പാട് ഗോൾഡ് നിങ്ങളുടെ സ്വർണത്തിന് വിപണിയിലെ ഏറ്റവും ഉയർന്ന വില നൽകുന്നു. 2001 മുതൽ കേരളത്തിലെ നമ്പർ 1 ഓൾഡ് ഗോൾഡ് പർച്ചേസ് ഷോപ്പായ ആലപ്പാട് ഗോൾഡ് സാധാരണക്കാരെ സഹായിക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നു. ജനസേവനമാണ് നമ്മുടെ ലക്ഷ്യം. വിശ്വാസത്തോടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാൻ ആലപ്പാട് ഗോൾഡിനെ സമീപിക്കാം. ഞങ്ങൾ സ്വർണത്തിന് യഥാർത്ഥ മൂല്യം നൽകുന്നു. ഞങ്ങളുടെ സ്ഥാപനങ്ങൾ മുണ്ടക്കയം KK റോഡിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അടുത്ത് അജ്ഫ ബേക്കേഴ്സ് ബിൽഡിംഗിലും കറുകച്ചാലിൽ മല്ലപ്പള്ളി റോഡിലുള്ള ഫെഡറൽ ബാങ്ക് ബിൽഡിംഗിലും പ്രവർത്തിക്കുന്നു. അതുകൂടാതെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മുടെ സർവീസ് ലഭ്യമാണ്. സ്വർണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇനി ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ നമ്പറിലേക്ക് ഒരു ഫോൺ കോൾ മതി. ആലപ്പാട് ഗോൾഡ് നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ അടുത്തെത്തും. ആലപ്പാട് ഗോൾഡ് എന്നും നിങ്ങളോടൊപ്പം. Mother soothes, Mother cares, Mother protects, Mother finds always reason to smile. Mother stands up for you for everything. Mary Queen's Mission Hospital, Kanirapalli, Kottayam. We care, God cures. Introducing South India's largest sanitary wear showroom, now in Pala. Welcome to Cochin Saniwares, where luxury meets innovation. Here, every leading sanitary wear brand has its own exclusive space, designed to bring their world to life. Step inside and experience the future of your home
with real-time previews that let you see exactly how your bathroom, kitchen, or living spaces will look before you decide. കൈകളുടെ അലങ്കാരങ്ങൾക്ക് പരിശുദ്ധ സ്വർണത്തിന്റെ പൊൻപ്രഭയേകാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ബാംഗിൾ ഫെസ്റ്റ്. സമാനതകളില്ലാത്ത ഏറ്റവും പുതിയ ഡിസൈൻ വളകൾക്കൊപ്പം ട്രഡീഷണൽ വളകളുടെ അത്യാകർഷകമായ കളക്ഷനുമായി ഒക്ടോബർ 17 മുതൽ 24 വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ വരൂ. മനസ്സിനിണങ്ങിയ സ്വർണം മിതമായ വിലയിൽ സ്വന്തമാക്കുന്നതിനൊപ്പം അലങ്കാരങ്ങളുടെ പൂർണ്ണത അനുഭവിച്ചറിയാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. മുരിക്കൻസ് ഗ്രൂപ്പിന്റെ MG ആൻഡ് ഫ്ലൈലൈൻ പ്രൊഡക്റ്റുകളിലേക്ക് ഏവർക്കും സ്വാഗതം. മോഹന വാഗ്ദാനങ്ങളിൽ ആകൃഷ്ടരാകാതെ ഉൽപ്പന്നത്തിന്റെ ഗുണനിലവാരവും വിൽപ്പനാനന്തര സേവനവും ഈ കാലഘട്ടത്തിൽ ഒരു ഉപഭോക്താവ് കരുതലോടുകൂടി ഉറപ്പുവരുത്തേണ്ടതാണ്. വിവിധതര ഉൽപ്പന്നങ്ങൾ അന്താരാഷ്ട്ര ഗുണനിലവാരത്തിൽ 30 വർഷത്തിന് മേൽ പ്രവർത്തന പാരമ്പര്യമുള്ള മുരിക്കൻസ് ഗ്രൂപ്പിന്റെ MG ആൻഡ് ഫ്ലൈലൈൻ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ ഈ ഫീൽഡിലെ എക്സ്പേർട്സിൽ നിന്ന് തന്നെ നിങ്ങൾ സ്വന്തമാക്കും. ഓൺ ഗ്രിഡ് അല്ലെങ്കിൽ ഓഫ് ഗ്രിഡ് സോളാർ പവർ പ്ലാന്റുകൾ, രാത്രി കാലങ്ങളിൽ വീടിന്റെ പരിസരവും ഗാർഡനുകളും അതിമനോഹരമാക്കുവാനുള്ള സോളാർ ഗാർഡൻ ലൈറ്റുകൾ, ബാറ്ററിലെസ് സോളാർ പവർ പ്ലാന്റുകൾ, ഹൈ വോൾട്ടേജ് ആൻഡ് ലോ വോൾട്ടേജിൽ നിന്ന് നമ്മുടെ ഗൃഹോപകരണങ്ങളെ സംരക്ഷിക്കുന്ന ഇലക്ട്രിക് പ്രൊട്ടക്ടറുകൾ, MG ബ്രാൻഡഡ് സോളാർ വാട്ടർ ഹീറ്ററുകൾ, കോൺസ്റ്റന്റ് വോൾട്ടേജ് ഔട്ട്പുട്ട് നൽകുന്ന MG സെർവോ വോൾട്ടേജ് സ്റ്റെബിലൈസറുകൾ, ഭക്ഷണപാനീയങ്ങളും മറ്റും കേടുകൂടാതെ സൂക്ഷിക്കുന്നതിനുള്ള ഡീപ് ഫ്രീസറുകൾ, ഹോസ്പിറ്റൽ മോർച്ചറി ചേംബറുകൾ, മൊബൈൽ മോർച്ചറികൾ എന്നിവ ഞങ്ങളുടെ വിശാലമായ ശ്രേണിയിൽപ്പെടുന്നു. മുരിക്കൻസ് ഗ്രൂപ്പിന്റെ ഈ പ്രൊഡക്റ്റുകളെ കുറിച്ച് അറിയുന്നതിനായി സന്ദർശിക്കൂ murikans.com അല്ലെങ്കിൽ solarkerala.com. അടുത്തത് BJP പ്രതിനിധിയിലേക്ക് പോവുകയാണ്. ഇപ്പോൾ 2 LDFും UDFും പ്രസിഡന്റും എല്ലാം വൈസ് പ്രസിഡന്റും എല്ലാം പറഞ്ഞിരുന്നു. നേട്ടങ്ങളും കോട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിരുന്നു. ഈ 5 വർഷത്തെ ഭരണം BJP പ്രതിനിധി എന്ന നിലയിൽ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? BJPയുടെ പ്രതിനിധി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, നമുക്ക് കിട്ടുന്ന ഫണ്ട് കൊണ്ട് ഇപ്പം ഈ പഞ്ചായത്തിൻ്റെ തനതായ ഫണ്ട് ഉപയോഗിച്ചാണ് ഈ കൃഷിഭവനും മൃഗാശുപത്രിയും ഈ കാണുന്ന കെട്ടിടം പണിതിരിക്കുന്നത്. അപ്പം നമുക്ക് കിട്ടുന്ന തനത് ഫണ്ട് ഉപയോഗിച്ച് ചെയ്ത ഒരു പ്രവൃത്തിയാണത്. പിന്നെ ജലജീവൻ പദ്ധതി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് നമ്മൾ ജലജീവൻ പദ്ധതി ചെയ്തു. അതിൻ്റെ നമ്മുടെ ഇവിടുത്തെ സ്റ്റേറ്റിൻ്റെ വിഹിതം നമുക്ക് അതിനായിട്ട് ലഭിച്ചിട്ടില്ല. പഞ്ചായത്തിൻ്റെ വീതം വകയിരുത്തിരുന്നു, പക്ഷേ പഞ്ചായത്തിൻ്റെ വീതവും സ്റ്റേറ്റിൻ്റെ വീതവും നമുക്ക് അതിനകത്ത് കിട്ടിയിട്ടില്ല. ജലജീവൻ പദ്ധതിയുടെ കേന്ദ്ര ഫണ്ട് മാത്രമാണ് ഉപയോഗിച്ചത്. പിന്നെ നമ്മൾ ഇവിടെ ടേക്ക് എ ബ്രേക്കിന് 20 ലക്ഷം രൂപ ചെലവഴിച്ചു, അതിന് പ്രയോജനം ഉണ്ടായിട്ടില്ല എന്നിവിടെ പറയുകയുണ്ടായി. അപ്പം നമുക്ക് അതിന് 17 ലക്ഷം രൂപയാണ്, ആദ്യം 15 ലക്ഷം വെച്ചു, പിന്നെ 2 ലക്ഷം കൂടെ വെച്ച് 17 ലക്ഷം രൂപയാണ് അതിന് വകയിരുത്തിയത്. അപ്പോൾ അങ്ങനെ 17 ലക്ഷം രൂപ വകയിരുത്തി അവിടെ ടേക്ക് എ ബ്രേക്ക് പണിത സമയത്ത് നമ്മൾ അവിടെ 3 മാസം അത് തുറന്ന് പ്രവർത്തിക്കുന്നതിനായിട്ട് ഒരു അംഗപരിമിതനായ ഒരു മനുഷ്യനെ അവിടെ നമ്മൾ ഇരുത്തുകയുണ്ടായി. അപ്പോൾ നമ്മൾ ഓരോ ദിവസവും 250 രൂപ നിരക്കിൽ അവർക്ക് അദ്ദേഹത്തിന് കൊടുക്കുകയുണ്ടായി. അങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നു. 3 മാസം ആയപ്പോൾ അങ്ങേർക്ക് പറ്റില്ല, ഇനി ഇരിക്കാൻ പറ്റില്ല, ഇത് വെറുതെ മേടിക്കുന്ന പൈസ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. അവിടെ ആരും വരുന്നുണ്ടായിരുന്നില്ല. അതിനുശേഷം നമ്മൾ ഹരിതകർമ്മസേനയെ ഏൽപ്പിച്ചപ്പോഴും അവരും കുറച്ച് ദിവസം അത് തുറന്ന് പ്രവർത്തിച്ചു. എത്ര നാൾ അവർ പ്രവർത്തിച്ചു? ഒരു 2-3 മാസത്തോളം അവരും തുറന്നിരുന്നു. 3 മാസം. അപ്പോൾ അതിനുശേഷം അവിടെ ആരും വരാത്തത് കാരണം അവരും വീണ്ടും അടച്ചുപോയി. ഇപ്പം നമുക്കത് അതിൻ്റെ ചുറ്റും ടൈലിടയിൽ അതിലൂടെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ MCFൻ്റെ പണി നടക്കുന്നു. ആ ബിൽഡിങ്ങിന് തന്നെ മുകളിലും നല്ല ആളുകൾക്ക് ഇവിടെ നിന്ന് പോകുന്ന ആളുകൾക്ക് വരുവും പോവുകയും ചെയ്യുമ്പോൾ അവർക്ക് ഒന്ന് റെസ്റ്റ് എടുക്കുന്നതിനും അതിനെല്ലാം വേണ്ടിയിട്ട് ആവശ്യത്തിലേക്കായിട്ട് ആ ടേക്ക് എ ബ്രേക്കിന് മുകളിൽ ഒരു ഹാൾ പണിയുന്നതിനായിട്ട് നമുക്കൊരു 25 ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പണി പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് നമുക്ക് അവിടെ അങ്ങനെ പണി നടക്കുന്നത് കൊണ്ട് ഇപ്പം നമ്മൾ പഞ്ചായത്തിൽ നിന്ന് അവർക്ക് ടെൻഡർ ഇടാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ടേക്ക് എ ബ്രേക്ക് എടുക്കാൻ. അപ്പോൾ ഇപ്പോൾ നിലവിൽ എടുത്തിട്ടുണ്ടെങ്കിൽ
അവിടെ പ്രവർത്തനം നടക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പണികൾ നടക്കുന്നു. അവിടെ തുറന്ന് പ്രവർത്തിക്കുമ്പോഴത്തേക്കും പണികൾ നടക്കുന്നത് കാരണം കൊണ്ട് അങ്ങനെ ചെയ്യാനായിട്ട് വരില്ല. അപ്പോൾ പണികൾ തീർന്ന മുറയ്ക്ക് അതിൻ്റെ പ്രവർത്തനം പുനരാരംഭിക്കും. പിന്നെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് മഞ്ഞപ്പിത്തം, കോവിഡ് ഇതെല്ലാം വന്ന സമയത്ത് ആരോഗ്യ മേഖലയ്ക്ക് നല്ല ഒരു പ്രവർത്തനം കാഴ്ചവെക്കുന്നതിനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഓരോ വീടുകളും കയറി ഇറങ്ങി ഓരോരുത്തർക്കും വരുന്ന അസുഖങ്ങൾ അപ്പോൾ കണ്ടറിഞ്ഞ് ആശാ വർക്കേഴ്സും ഹെൽത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റും പഞ്ചായത്തും ഒരേപോലെ, അതുപോലെ നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയുടെ എല്ലാ പ്രതിനിധികളും നമ്മുടെ എല്ലാവരുടെയും നല്ല ഒരു സഹകരണം ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി. ഓക്കെ, എന്തായാലും അടുത്ത സെക്ഷനിലേക്ക് പോകാം. പൊതുജനങ്ങൾക്ക് ചോദിക്കാനുണ്ടാവും. നിങ്ങൾക്ക് ചോദിക്കാനുള്ള അവസരമാണ്. ചോദിക്കാം. ആരോടാണ് ചോദിക്കുന്നത്? എനിക്ക് സംസാരിക്കേണ്ട UDF പ്രതിനിധികളാണ്. UDF പ്രതിനിധി ചോദിച്ചോളൂ. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടും ചോദിക്കാനുള്ളത്. ആദ്യമേ എനിക്ക് നിങ്ങൾ എത്ര ലൈഫ് ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ലൈഫിൻ്റെ വീട് കൊടുത്ത ആൾക്കാർ പേരൊന്ന് വായിക്കണം. ഒന്ന്. രണ്ടാമത് നിങ്ങൾ പറഞ്ഞു വികസനം നടന്നു. വികസനം ഒരു കെട്ടിടത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ആശുപത്രിയുടെ മുറ്റത്ത് പൂച്ചെടി നടന്നൊരു വികസനമൊന്നുമല്ല. അത് ദയവ് ചെയ്ത് അറിയാൻ മേലെ ഇനി മേലെ വിളിച്ച് പറയരുത്. കാരണം ഒരു അപേക്ഷ എനിക്ക് നിങ്ങളെത്താണ് പ്രസിഡന്റോ വൈസ് പ്രസിഡൻ്റായിരുന്നല്ലേ, ഇവിടെ ആരും പൂച്ചെടി വെച്ചു തന്നാൽ എന്താ വികസനം? അതൊന്നും ഒരു വികസനമില്ല. പിന്നെ ടേക്ക് ബ്രേക്കിൻ്റെ കാര്യം പറയേണ്ട കാര്യമില്ല. കാരണം എൻ്റെ വാർഡ് വർഷങ്ങളായി അത് പണി തുടങ്ങിയിട്ട് ഒരു മനുഷ്യൻ അവിടെ നിന്ന് കയറിയിരിക്കാൻ സാധിക്കില്ല. നിങ്ങളൊന്ന് പോയി നോക്കണം. ഈ ചാനലുകാർ പോകണം. തൊട്ടടുത്ത ഒരു മനുഷ്യൻ കയറി തണലില്ല. അവിടെ ഒരു മൂത്രമടിക്കാൻ സൗകര്യമില്ല. അത് പൂട്ടിയിട്ട് വേണം. പിന്നെ ടേക്ക് ബ്രേക്ക് ഉദ്ഘാടനം ചെയ്യുള്ളൂ. എന്താണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾ പറയുന്നതിന് ഒരു മര്യാദ വേണം. ജനങ്ങളെ കാണുന്നുണ്ടതല്ല. ഈ രാജ്യത്തുള്ള എല്ലാ മറ്റും ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. നിങ്ങൾ കള്ളത്തരം പറഞ്ഞ ഒരു കാര്യമില്ല. പിന്നെ ഈ കെട്ടിടത്തിലാരും നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ, അവിടെ ഒരു സൗകര്യമില്ല. ഇലക്ഷൻ വന്നോർത്ത് മാത്രം നിങ്ങൾ അവരോട് ചെയ്യേണ്ട കാര്യമില്ല. ജനങ്ങൾ ഉപകാരപ്രദമായ കാര്യം ചെയ്യുന്നതിൽ നിങ്ങൾ കണ്ടു നോക്കണം. നമ്മളിതൊന്നും ഒരു കാരണവശാലും നുണ പറയേണ്ട കാര്യമില്ല. ലൈവുള്ള കേസാണ് ഈ രാജ്യത്തെല്ലാം ഉള്ളത്. ഒരു മനുഷ്യൻ കള്ളം പറയേണ്ട കാര്യങ്ങളുമില്ല. ഇപ്പോൾ ഒരു പശുവിനെ കൊണ്ടുവന്നാൽ അവിടെ കുത്തിക്കുന്ന സൗകര്യമുണ്ട്. പ്രസിഡന്റ് പറ സൗകര്യം ഉണ്ടോ? പിന്നെ അതുപോലെ നിങ്ങൾ ഉദ്ഘാടനം ചെയ്തു. എന്ത് ഉദ്ഘാടനം ചെയ്തു? അതുപോലെ നിങ്ങൾക്ക് തന്നെ ഇവിടെ ഒരു സദസ്സ് വെച്ചു. നമ്മുടെ ബിസിനസ് നിങ്ങളുടെ പഞ്ചായത്ത് മെമ്പർക്ക് ഉള്ള കാര്യങ്ങൾ സംസാരിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ മാറിയിക്കല്ലേ ഇത്? അപ്പം നിങ്ങൾ ഒരു ബിസിനസ് നടത്തിയിട്ടുള്ള തെളിവാണിത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ മാറുന്നത്. മറുപടി അദ്ദേഹം പറയും. ആദ്യം പോലെ കേൾക്കുന്നതാണ് ഈ ടേക്ക് ബ്രേക്ക് എന്ന് പറഞ്ഞ ഒരു 4.5 ലക്ഷം രൂപ മുടക്കി പഞ്ചായത്ത് നവീകരിച്ച് അതിൻ്റെ മുറ്റത്തെല്ലാം പൂച്ചെടി വെട്ടി മനോഹരമാക്കി. നല്ല പൂച്ചെടി നട്ട കാര്യമല്ല പറഞ്ഞ് കാശ് മുടക്കിയ കാര്യമാണ്. അത് ദോഷത്തിൽക്കൊണ്ട് കാണണ്ട. അതുപോലെ MCFിൻ്റെ നമ്മുടെ ടേക്ക് ബ്രേക്കിൻ്റെ കാര്യം പറഞ്ഞു. അത് നമ്മുടെ ഉഷ രാജശേഖരൻ ഇവിടെ വിശദീകരിച്ചു. അത് മാത്രമല്ല 30 ലക്ഷം രൂപ അവിടെ മുടക്കി മുകളിലേക്കുള്ള സൗകര്യങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഈ തൊടുപുഴ മുതൽ ഞങ്ങളുടെ പദ്ധതിയാണ് തൊഴിൽ കലൂർ വരെയുള്ള സ്ഥലങ്ങളിൽ ബോർഡ് വയ്ക്കുകയും ആ ബോർഡ് കണ്ട് ആളുകൾക്ക് വന്ന് അവർക്ക് റെസ്റ്റ് എടുക്കാനും ഡ്രസ്സ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഡ്രസ്സ് ചെയ്യാനും ആ സൗകര്യങ്ങളിലേക്ക് അത് ഉയർത്താനുള്ള ശ്രമമാണ് നടത്തുന്നത്. അപ്പോൾ ഈ ഇത് ഇനോഗ്രേഷൻ ചെയ്തിട്ട് ഒരു 3 മാസം ഒരു വ്യക്തി 3 മാസം ഹരിതകർമ്മസേന മാത്രമേ അത് നടത്തിയുള്ളൂ എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് അത് പൂട്ടിപ്പോകാനുള്ള കാരണം? പൂട്ടിപ്പോകാനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുതിയ പ്രൊജക്റ്റ് വെച്ച് അവിടെ കെട്ടിടം പണിയാൻ വരുമ്പോൾ അത് MCF അവിടെ പണിയുന്നു. അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളുണ്ടാവും. അതിൻ്റെ ബിൽഡിംഗ് പണിതുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവിടെ പണിയാകുമ്പോൾ ഒരു തടസ്സം ഉണ്ടാവും. അതുപോലെ മുകളിലേക്കുള്ള ടെൻഡറായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി പൂർത്തിയാകാതെ നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് അവിടെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉടൻ തന്നെ പൂർത്തിയാകുമോ? ഇതിൻ്റെ ഉടനെ തന്നെ പണി തുടങ്ങും. പണി നടന്നു കഴിഞ്ഞാൽ ജില്ലാ പഞ്ചായത്ത് ഫണ്ട് വെച്ചിട്ടുണ്ട്, 30 ലക്ഷം രൂപ വെച്ചിട്ടുണ്ട്. ആ പണി പൂർത്തി കഴിഞ്ഞാൽ അവളുടെ മനോഹരമായിട്ട് പോകും. അതുപോലെ നമ്മുടെ മൃഗാശുപത്രിയുടെ കാര്യം പറഞ്ഞു. ഇപ്പോൾ ഈ ഭരണസമിതി പോയി 2 മാസം ഇനിയിപ്പോൾ ഒരു ഭരണസമിതി വരുന്ന കാര്യങ്ങൾ ചെയ്യാൻ 2 മാസം എടുക്കും. നമുക്കിതിന് എല്ലാ ഫണ്ടും ഉണ്ട്. എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കൃഷിഭവൻ്റെ പണിയെല്ലാം പൂർത്തിയായി. അവിടെ അത്യാവശ്യ ഇലക്ട്രിഫിക്കേഷൻ സൗകര്യങ്ങളെല്ലാം അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആർക്കും നമ്മൾക്ക് വെയിലത്തായിരുന്നു, കാറ്റ് കയറില്ലാത്തൊരു മുറിക്കകത്തായിരുന്നു ഈ പറയുന്ന 2 സ്ഥാപനങ്ങൾ അവിടെ ഇരുന്നത്. അവർക്ക് ചൂട് തന്നെ അവിടെ ഇരിക്കാൻ പാടില്ലാത്തൊരു സാഹചര്യങ്ങളുണ്ട്. പിന്നെ നമ്മൾ 2 മാസം അഡീഷണൽ ആയിട്ട് വാടക കൊടുക്കണം. ഈ മാസം കഴിഞ്ഞാൽ പിന്നെ 2 മാസം വരുമ്പോഴേണ്ട് ആ വാടക ലാഭിക്കാം. അത് തന്നെയല്ല, നമ്മുടെ പഞ്ചായത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് ഇവിടെയാണ്. ഒരു ഗസ്റ്റ് ഓഫീസർ ഉണ്ടാവും, 2 പേരുണ്ടാവും. അപ്പോൾ ആ രീതിയിലുള്ള നമുക്ക് സൗകര്യങ്ങളുണ്ടാവും. അപ്പം ഇവിടെ ഒരു ചെറിയൊരു അസൗകര്യമുള്ളൂ. ഇന്ന് പോലെ അവിടെ പ്രവർത്തനങ്ങൾ ഇന്നലെ കൃഷിഭവൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. മൃഗാശുപത്രി ഇന്നലെ നാളെ വളരെ സമ്പൂർണ്ണമായിട്ട് ഇവിടെ പ്രവർത്തനം ആരംഭിക്കും. അത് പഞ്ചായത്തിന് ഓൺ ഫണ്ട് കൊണ്ട് പണിതാണ്. അപ്പോൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിന്നും പല പഞ്ചായത്തിനും ഓൺ ഫണ്ടിലെ കൃത്യമായ നികുതി പിരിവും അതുപോലെ വളരെ സൂക്ഷിച്ച് പൈസ ചെലവാക്കിയതുകൊണ്ടാണ് പഞ്ചായത്തിന് ഇത്ര രൂപ ബാക്കി വന്നത്. അപ്പോൾ UDF ഭരണസമിതിയുടെ ശക്തമായ നിലപാടിന്റെ ഭാഗമായിട്ടാണ് ഇത്രയും മനോഹരമായ ഒരു കെട്ടിടം സാധിക്കുന്നത്. ഒറ്റ കാര്യം ഈ ജലജീവന്റെ കാര്യം പറഞ്ഞു. 1 രൂപ സംസ്ഥാന ഗവൺമെന്റ്, നമുക്കറിയാം ഈ കുമാരലം ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വീടുകളും ആവശ്യമുള്ള മുഴുവൻ ആളുകളും കൃത്യമായിട്ട് വെള്ളം എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. 1 രൂപ സംസ്ഥാന ഗവൺമെന്റ് മുടക്കിയിട്ടില്ല. നമ്മുടെ ബഹുമാനപ്പെട്ട അലിമുമ്പ് രാജു സംസ്ഥാന ഗവൺമെന്റ് ഫണ്ടുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ കാര്യം സൂചിപ്പിച്ചത്. 1 രൂപ പോലും സംസ്ഥാന ഗവൺമെന്റ് ഇല്ല. അതുപോലെ ഈ കെട്ടിടം പണിയുന്ന കാര്യത്തിലും വേറെ ഒരു ആളുടെ ഫണ്ടില്ല. അത് പഞ്ചായത്തിന്റെ ഫണ്ട് കൊണ്ട് ചെയ്യുന്നതാണ്. ഓക്കെ അടുത്ത ആർക്കാണ് ചോദിക്കാനുള്ളത്?
ആരോടാണ് ചോദ്യം? UDF മെമ്പറോട് ചോദിച്ചോളൂ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ജലജീവൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഈ കുമാരൻ പഞ്ചായത്തിൽ എത്ര ജലജീവൻ്റെ എവിടെയൊക്കെ പൊട്ടിക്കിടപ്പുണ്ട്? ഞങ്ങളുടെ ഈ 8-ാം വാർഡിൽ പുളിഞ്ചോട് തൊട്ട് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെരുമ്പച്ചിലുള്ള മുഴുവൻ സ്ഥലത്തും പൊട്ടിക്കിടക്കുക. എന്താണ് മറുപടി പറയാനുള്ളത്? അത് ശരി, എത്ര നാളുകളായി ഇറങ്ങിയിട്ടത്? അത് മാത്രമല്ല ഒരു കാര്യമുണ്ട്, കേരളോത്സവം 2025 എന്താ സംഭവിച്ചത്? ഇവിടെ ഇത്രയും കോർഡിനേഷനുള്ള ഒരു പരിപാടി ഈ സർക്കാരിൻ്റെ ഫണ്ട് ലാപ്സാക്കാൻ വേണ്ടി മാത്രം നടത്തിയൊരു പരിപാടിയല്ലേ ഇത്? അല്ല, ഇതുപോലെ കേരളത്തിൽ വിവിധ ഗ്രാമപഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും നമ്മൾ പല രീതിയിലുള്ള കേരളോത്സവം നടത്തുന്നുണ്ട്. ഇത്രയും മോശമായിട്ട് നടത്തിയ കേരളോത്സവം കുമാരൻ പഞ്ചായത്തിൽ മാത്രമേ ഉള്ളൂ. അതിനൊക്കെ കൃത്യമായിട്ട് ഫണ്ട് മറ്റ് ചിലവാക്കിയിട്ടുണ്ട്, മാറിയിട്ടുമുണ്ട്. അതിലൊക്കെ കൃത്യമായ ഉത്തരവാദിത്വം നിങ്ങൾ പറയേണ്ടത് തന്നെയുണ്ടോ? ഓക്കെ, അതിനുള്ള മറുപടി പല സ്ഥലത്തായിട്ട് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് വാട്ടർ അതോറിറ്റിയാണ്. വാട്ടർ അതോറിറ്റിയിലെ ജീവനക്കാർക്ക് കൃത്യമായിട്ട് പൈസ കൊടുക്കില്ലാത്തതുകൊണ്ട് അവർ പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യസമയത്ത് വരില്ല. കൃത്യമായിട്ട് പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവരൊന്ന് പൈപ്പ് എല്ലാം നന്നാക്കും. അവിടെ എൻ്റെ വാർഡിൽ ഉള്ള മുഴുവൻ പറഞ്ഞു കഴിഞ്ഞാൽ 2 ദിവസത്തിനകം ഒന്ന് ചെയ്യുന്നുണ്ട്. മറ്റു വാർഡുകൾ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് തന്നെയല്ല, കൃത്യമായിട്ട് അവർക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് ഓടി ഒന്ന് ചെയ്യും. അത് സംസ്ഥാന ഗവൺമെൻറ് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? അതുപോലെ നമ്മുടെ ഈ കനാല് മുഴുവൻ കാട് പിടിച്ച് നശിച്ച് കിടക്കുമ്പോഴും ഞങ്ങൾ പൈസ കൊടുത്ത് നന്നാക്കിച്ചോളാം എന്ന് പറഞ്ഞാൽ പോലും ഞങ്ങൾക്ക് ചെയ്യാനുള്ള പെർമിഷൻ തരില്ല. അതിന് ഇവിടുത്തെ കനാലുകളെല്ലാം വേസ്റ്റിലായിട്ടും ആകെ നശിപ്പിച്ച് വെച്ചേക്കുന്നു. അതെന്താ കാരണം? സംസ്ഥാന ഗവൺമെൻറ്റിന് പൈസയില്ല, അല്ലെങ്കിൽ അവർക്ക് കെടുകാര്യസ്ഥ കൊണ്ട് മാത്രമാണ് നമ്മുടെ കനാലിൽ കാട്ടാൻ കയറുന്ന കേരളത്തെ അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ നിഷേധാത്മകമായ നിലപാട്, അല്ലെങ്കിൽ പഞ്ചായത്തിനോട് ചെയ്യാനുള്ള പെർമിഷൻ, നമുക്ക് കനാലിൽ ചെന്ന് പഞ്ചായത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല. പഞ്ചായത്തിന് പെർമിഷൻ തന്നു കഴിഞ്ഞാൽ പഞ്ചായത്ത് ചെയ്യാൻ വേണ്ടി ഇവിടെ കാട് വെട്ടാൻ വേണ്ടി ഈ ലൈല മെമ്പറൊക്കെ ഒരാഴ്ചയായി നടപ്പ് തുടങ്ങിയിട്ട്, ഒരാഴ്ചയല്ല മാസങ്ങളായി കയറി തുടങ്ങുന്നത്. സാങ്ഷൻ കിട്ടാത്തുള്ളൂ. അതേ അപ്പുറം മോലക്കട ഭാഗത്തേക്ക് നോക്കിയേ, അവിടെ മുഴുവൻ ഭാഗം ക്ലീനായിട്ട് കിടപ്പുണ്ട്. ഈ പെരുമ്പച്ചിലേക്ക് അപ്പുറം ഉണ്ടല്ലോ, മോലക്കട ഭാഗത്തേക്ക് നോക്കിയേ, അവിടെ നിന്ന് അങ്ങറ്റം വരെയുള്ള കറക്റ്റായിട്ട് കിടപ്പുണ്ട്. ഒരു കുഴപ്പമില്ല. അവിടെ ഈ പ്രദേശത്ത് മാത്രം ഈ പ്രശ്നമാണോ? അനുമതി കിട്ടില്ല. കുമാരൻകുട്ടി അപ്പുറത്തേക്ക് ഇടപെട്ടി പതുക്കി നോക്കി, അവിടെ ചെന്ന് കംപ്ലീറ്റ് കാടും പെട്ടികൾ ക്ലീൻ ആക്കിട്ടേക്കുക. ഇപ്പൊ ഞാൻ പോയിട്ട് വന്നതാണ്. ഞങ്ങൾ കഴിഞ്ഞ മാസങ്ങളായിട്ട് നടക്കാൻ ഞങ്ങൾക്ക് പെർമിഷൻ കിട്ടിയിട്ടില്ല. അതാണ് ഇതിന്റെ അടിസ്ഥാനം. ഈ ഒരു പഞ്ചായത്തിൽ മാത്രമാണ് ഇത്തരത്തിൽ പ്രശ്നം നേരിടുന്നത്. അതുപോലെ ഞാൻ ചോദിക്കട്ടെ, ഏതൊക്കെയാലും കനാല് പഞ്ചായത്തിന്റെ അല്ലല്ലോ, പഞ്ചായത്താണ് കനാല്. അല്ല, അദ്ദേഹം പറയുന്ന ഈ ഒരു പഞ്ചായത്തിൽ ഈ കനാല് എന്ന് പറയുന്നത് പഞ്ചായത്തിന്റെ ആണോ? പഞ്ചായത്തിന്റെ അല്ലല്ലോ. പഞ്ചായത്തിന്റെ അല്ലാത്ത സ്ഥിതിക്ക് നന്നാക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാ? ഞങ്ങൾക്ക് കിട്ടില്ല എന്ന് പറഞ്ഞു. അവിടെ കിട്ടിയ കാര്യമൊന്നും പറഞ്ഞു, ഇവിടെ കിട്ടില്ല എന്ന് പറഞ്ഞോളൂ. അല്ലെ നമ്മുടെ ലൈല മെമ്പറുണ്ട്. അതുപോലെ വേറെ കാര്യം, മറ്റേ കേരളോത്സവത്തെ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു. കേരളോത്സവത്തിന് അവസാനം നടത്താൻ നിങ്ങളുടെ അടക്കമുള്ള മെമ്പർ, ഒരു മെമ്പറുടെ വാർഡിലെ മെമ്പർ ബഹളം ഉണ്ടാക്കുന്നത് നിന്റെ മെമ്പർ എന്ത് ചോദിച്ചപ്പോൾ, പോലീസ് എന്ന് ചോദിച്ചപ്പോൾ അതുവരെ പറയാനുള്ള ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വം ഇല്ലാത്ത രീതിയിലാണ് അവിടെ മറ്റു ആൾക്കാർ പ്രവർത്തിച്ചത്. അതുകൊണ്ട് ആ കാര്യത്തിലൊന്നും ഞങ്ങൾ കുറ്റം പറയണ്ട. ഓക്കെ, അടുത്ത ചോദ്യം ആരോടാണ് ചോദ്യം? പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് ചോദിച്ചോളൂ. പ്രസിഡന്റ്, 1-2 കാര്യങ്ങൾ തന്നെ. നിങ്ങൾ ഈ ഭരണ ഇറങ്ങാൻ പോകണേ, നിങ്ങൾ ഇതിന് തീർത്ത കാര്യങ്ങൾ എത്ര തീർത്തോ, വരാൻ പോണ കാര്യങ്ങൾ പറയാൻ നിങ്ങൾ യോഗ്യതയില്ല. അത് അവർ ചെയ്തോളും. പിന്നെ ഇപ്പോഴുള്ള കാര്യം ഇത് എത്രയൊന്നും അവർ ഈ ഫണ്ട് വരും, അടുത്ത അവർ അതിൻ്റെ കാര്യം പറയേണ്ട കാര്യമില്ല. ഒന്ന്, പിന്നെ ഇവിടെ തന്നെ നമ്മൾ ഈ ടേക്ക് ബ്രേക്ക് പോലെ തന്നെയല്ല, ഇതുപോലെ തന്നെ നമ്മുടെ ഗവൺമെൻറ് ഹാസിൽ ഉച്ചകഴിഞ്ഞ് OP ഉണ്ടെന്നുണ്ട് എത്ര നാൾ തുടങ്ങുന്നു? ഒരു പഞ്ചായത്തിന് അവർ നിയമിക്കുന്ന കുറേ അധികാരമില്ലേ? നിങ്ങൾ എന്തിനാ ഇവർ ഭരിക്കാതിരിക്കുന്നത്? കാരണം തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ്, ഞാൻ പ്രസിഡന്റ് 100 തവണ പറഞ്ഞു, അവർ വരും പറഞ്ഞു. അവരുടെ പറയുമ്പോൾ അവർ പറഞ്ഞാൽ ഇവിടെ ഫാർമസിക്ക് പൈസ ഇല്ല, അതിന് പഞ്ചായത്ത് കൊടുക്കണം. ഇതിനൊന്നും ഈ കാര്യം പഞ്ചായത്തിന് ഒരു പൈസ ഇല്ല. ഇവിടെ പിന്നെ ഒരു നിസ്സാരം പറഞ്ഞാൽ ഇവിടെ നമ്മുടെ ഈ നാൾ പിന്നെ കേരളോത്സവം നടന്നു, അതിനെപ്പറ്റി വിശദീകരിക്കുന്ന കാര്യമില്ലല്ലോ. കാരണം ഇവിടെ എല്ലാവർക്കും അറിയാൻ പറ്റേ. അതുപോലെ ടേക്ക് ബ്രേക്ക് ഇത് ഞാൻ തന്നെ പിന്നെ പറഞ്ഞ കാര്യമല്ല. കാരണം നിങ്ങൾ ഈ പറഞ്ഞാൽ ഒരു കാര്യമില്ല. പിന്നെ ആ വീട് കൊടുത്തിട്ട് ആ വീട്ടുകാർ പേരൊന്ന് വായിച്ചാൽ കൊള്ളാം. ലൈഫ് മിഷൻ്റെ 172 വീട് വായിക്കാന്ന് പറഞ്ഞാൽ അവിടെ ലിസ്റ്റ് എടുത്തോണ്ട് വരണം. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അയച്ചു തരാം, അല്ലെങ്കിൽ വേറെ സമയം കിട്ടുവാണെങ്കിൽ നമുക്ക് കളക്ട് ചെയ്താൽ വായിക്കാൻ പറ്റും. 172 വീട് വന്നിട്ട് വൈസ് പ്രസിഡന്റ് പറയുകയാണെങ്കിൽ വായിക്കാൻ പറഞ്ഞാൽ എവിടെ വായിക്കാൻ. ഓക്കെ, അതൊരു പോസിബിൾ ആയിട്ടുള്ള BJP പ്രതിനിധിയിലേക്ക് പോകാം. ഈ ഒരു ലൈഫ് പദ്ധതിയിൽ 100% സംതൃപ്തരാണോ? നമ്മൾ ഇപ്പോൾ ലൈഫ് പദ്ധതിയിൽ സ്ഥലം ഉണ്ട്, എന്നിട്ട് വീടില്ല, അങ്ങനെയുള്ളവർക്കാണ് വീട് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ നമുക്ക് ലിസ്റ്റ് കിട്ടിയിരിക്കുന്ന പരിശോധനയിൽ ഇവർക്ക് വീട് വേണമെന്ന് ഉറപ്പുള്ള വീടുകൾക്കെല്ലാം നമ്മൾ വീട് കൊടുത്തിട്ടുണ്ട്. അത് പഞ്ചായത്ത് കമ്മിറ്റിയും നമ്മുടെ അതിൻ്റെ സാറന്മാർ, അവർ BOമാർ ആണ് പോയി അന്വേഷിച്ചത്. BOമാർ അന്വേഷിച്ച് അവരുടെ അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വീട് കൊടുക്കുകയും അതിൻ്റെ പണി പൂർത്തീകരിക്കുകയും ചെയ്തത്. ഓക്കെ, ഇനി ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? ചോദിച്ചോളൂ. ആരോടാണ് ചോദ്യം? നമ്മൾ പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സൂചിപ്പിച്ചു 19 വർഷക്കാലമായിട്ട് കുമാരമംഗലത്ത് ഐക്യജനാധിപത്യ മുന്നണി ഭരിച്ചുകൊണ്ടിരിക്കുക.
ഇവിടെ സമീപ പ്രദേശത്തൊന്നും സകല പഞ്ചായത്തിലും സുസ്ഥിരമായ ഒരു ഭരണമല്ല നടക്കുന്നത്. 5 മാസം UDF ഭരിച്ച 5 മാസം LDF ഭരിക്കും. എന്നാൽ കുമാരമംഗലം പഞ്ചായത്തിൽ കാലാകാലങ്ങളായി ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ സുസ്ഥിരമായ ഒരു ഭരണമാണ് ഇവിടെ നടക്കുന്നത്. അതിൻ്റെ ഫലം ഈ നാട്ടിലെ ജനങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കാര്യമായ ഒരു അഴിമതി ആരോപണം പോലും ഇത്രയും കാലത്തിന് ഈ കഴിഞ്ഞ 5 വർഷത്തിലൊന്നും ഉയർത്തി കാണിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ള യാഥം. ഏതെങ്കിലും തരത്തിലുള്ള സ്വജനപക്ഷമോ വാദമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പിൻവാതിൽ നിയമനമോ ഒന്നും ഈ നാട്ടിൽ നടത്തിയതായിട്ട് ഏതെങ്കിലും ഒരു സമരവുമായിട്ട് ഇവർ കടന്നു വന്നിട്ടില്ല. എന്നാൽ ഇവർ ചില കാട്ടിക്കൂട്ടൽ സമരമായിട്ട് കടന്നു വന്നിട്ടുണ്ട്. വലിയ സ്ത്രീപക്ഷ രാഷ്ട്രീയം പറയുന്ന ഇവർ, വലിയ പുരോഗമന രാഷ്ട്രീയം പറയുന്ന ഇവർ നമ്മുടെ വനിതാ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ കസേരയെ കൊണ്ട് വാഴ വെച്ച പോലുള്ള പൈശാചികമായ സമരങ്ങൾ ഈ നാട്ടിലെ ഇന്നത്തെ തലമുറയ്ക്ക് 21-ാം നൂറ്റാണ്ടിൽ ചെയ്യാൻ കൊള്ളില്ലാത്ത പല മുറകളുമായിട്ട് ഇവർ കടന്നു വന്നിട്ടുണ്ട് എന്നല്ലാതെ കാര്യമാത്ര പ്രസിദ്ധമായ യാതൊരു സമര പരിപാടികളോ സംഘടിപ്പിക്കാൻ ഇവർക്ക് ഈ 5 വർഷം സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മാത്രമല്ല ഇവിടെ കുമാരമംഗലം പഞ്ചായത്ത് വികസനം എത്തി നോക്കാത്തൊരു പഞ്ചായത്താണെന്ന് പറഞ്ഞാണ് ഇവരെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രചരിപ്പിക്കുന്നത്. നിങ്ങൾ പറയുന്നു നമ്മുടെ കുമാരമംഗലം പഞ്ചായത്തിലെ ഒരു മെഡിക്കൽ കോളേജ്, ഒരു ലോ കോളേജ് ഉൾപ്പെടെ ഇൻ്റർനാഷണൽ സ്കൂൾ ഉൾപ്പെടെയുള്ള സകല സൗകര്യങ്ങളുണ്ട്. ഇന്ന് നമ്മുടെ ഹൈറേഞ്ച് ഭാഗത്തു നിന്ന് കടന്നു വരുന്ന ആളുകളെല്ലാം ഒരു ഇഷ്ടതാവളമായിട്ട് വീട് വെച്ച് അവരുടെ മക്കളെ പഠിപ്പിക്കാൻ തിരഞ്ഞെടുക്കുന്ന ഒരു സ്ഥലം കുമാരമംഗലം പഞ്ചായത്താണ്. കുമാരമംഗലം പഞ്ചായത്തിലെ സ്ഥലത്തിന് പോലും ഈ മൈലക്കുമ്പ് ഭാഗത്തേക്കൊക്കെ നിങ്ങൾ കടന്നു വന്നാൽ അറിയാം എന്തോരം ആളുകളാണ് വന്ന് താമസിക്കുന്നത്. ഇവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ചുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ ആളുകൾ ഇങ്ങോട്ട് കടന്നു വരുന്നത്. അല്ലാതെ കുമാരമംഗലം പഞ്ചായത്ത് കഴിഞ്ഞ നൂറ്റാണ്ടിലെ പോലെ വികസനം നടന്നിട്ടില്ല എന്നൊക്കെ ഇവർ പറഞ്ഞു പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ഇതൊന്നും ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികൾ അംഗീകരിക്കില്ല. അടുത്ത വർഷവും വൻ ഭൂരിപക്ഷത്തോടുകൂടെ ഒരു സുസ്ഥിരമായ ഭരണം ഈ കുമാരമംഗലത്തുണ്ടാവും എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഓക്കെ. ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26-ാം മൈൽ, കാഞ്ഞിരപ്പള്ളി. സ്വർണം പണയം വെച്ചിട്ട് തിരിച്ചെടുക്കാൻ പ്രയാസപ്പെടുകയാണോ? അല്ലെങ്കിൽ ലേലത്തിൽ പോകുമോ എന്ന ആശങ്കയുണ്ടോ? കയ്യിലെ സ്വർണത്തിന് എവിടെ മികച്ച വില ലഭിക്കുമെന്നറിയാതെ വിഷമിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ ഉടൻ ആലപ്പാട് ഗോൾഡിലേക്ക് വിളിക്കൂ. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾക്ക് മാർക്കറ്റിലെ അതാത് ദിവസത്തെ വില ഇവിടെ ലഭിക്കും. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും എത്ര പഴയതായാലും ആലപ്പാട് ഗോൾഡ് അന്നുള്ള ദിവസത്തെ മാർക്കറ്റ് വില നൽകി സ്വർണം തിരിച്ചെടുക്കുന്നു. GPay, RTGS, NEFT, ചെക്ക് എന്നിവയുടെ സൗകര്യവും ഉണ്ട്. പണത്തിന്റെ ടെൻഷൻ വേണ്ട. ആലപ്പാട് ഗോൾഡ് നിങ്ങളുടെ സ്വർണത്തിന് വിപണിയിലെ ഏറ്റവും ഉയർന്ന വില നൽകുന്നു. 2001 മുതൽ കേരളത്തിലെ നമ്പർ 1 ഓൾഡ് ഗോൾഡ് പർച്ചേസ് ഷോപ്പായ ആലപ്പാട് ഗോൾഡ് സാധാരണക്കാരെ സഹായിക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നു. ജനസേവനമാണ് നമ്മുടെ ലക്ഷ്യം. വിശ്വാസത്തോടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാൻ ആലപ്പാട് ഗോൾഡിനെ സമീപിക്കാം. ഞങ്ങൾ സ്വർണത്തിന് യഥാർത്ഥ മൂല്യം നൽകുന്നു. ഞങ്ങളുടെ സ്ഥാപനങ്ങൾ മുണ്ടക്കയം KK റോഡിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അടുത്ത് അജ്ഫ ബേക്കേഴ്സ് ബിൽഡിംഗിലും കറുകച്ചാലിൽ മല്ലപ്പള്ളി റോഡിലുള്ള ഫെഡറൽ ബാങ്ക് ബിൽഡിംഗിലും പ്രവർത്തിക്കുന്നു. അതുകൂടാതെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മുടെ സർവീസ് ലഭ്യമാണ്. സ്വർണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇനി ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ നമ്പറിലേക്ക് ഒരു ഫോൺ കോൾ മതി. ആലപ്പാട് ഗോൾഡ് നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ അടുത്തെത്തും. ആലപ്പാട് ഗോൾഡ് എന്നും നിങ്ങളോടൊപ്പം. Mother soothes, Mother cares, Mother protects, Mother finds always reason to smile. Mother stands up for you for everything. Mary Queen's Mission Hospital, Kanirapalli, Kottayam. We care, God cures. Introducing South India's largest sanitary ware showroom, now in Pala. Welcome to Cochin Saniwares, where luxury meets innovation. Here, every leading sanitary ware brand has its own exclusive space, designed to bring their world to life. Step inside and experience the future of your home, with real-time previews that let you see exactly how your bathroom, kitchen, or living spaces will look before you decide.
കൈകളുടെ അലങ്കാരങ്ങൾക്ക് പരിശുദ്ധ സ്വർണത്തിന്റെ പൊൻപ്രഭയേകാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ബാംഗിൾ ഫെസ്റ്റ്. സമാനതകളില്ലാത്ത ഏറ്റവും പുതിയ ഡിസൈൻ വളകൾക്കൊപ്പം ട്രഡീഷണൽ വളകളുടെ അത്യാകർഷകമായ കളക്ഷനുമായി ഒക്ടോബർ 17 മുതൽ 24 വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ വരൂ. മനസ്സിനിണങ്ങിയ സ്വർണം മിതമായ വിലയിൽ സ്വന്തമാക്കുന്നതിനൊപ്പം അലങ്കാരങ്ങളുടെ പൂർണ്ണത അനുഭവിച്ചറിയാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. മുരിക്കൻസ് ഗ്രൂപ്പിന്റെ MG ആൻഡ് ഫ്ലൈലൈൻ പ്രൊഡക്റ്റുകളിലേക്ക് ഏവർക്കും സ്വാഗതം. മോഹന വാഗ്ദാനങ്ങളിൽ ആകൃഷ്ടരാകാതെ ഉൽപ്പന്നത്തിന്റെ ഗുണനിലവാരവും വിൽപ്പനാനന്തര സേവനവും ഈ കാലഘട്ടത്തിൽ ഒരു ഉപഭോക്താവ് കരുതലോടുകൂടി ഉറപ്പുവരുത്തേണ്ടതാണ്. വിവിധതര ഉൽപ്പന്നങ്ങൾ അന്താരാഷ്ട്ര ഗുണനിലവാരത്തിൽ 30 വർഷത്തിന് മേൽ പ്രവർത്തന പാരമ്പര്യമുള്ള മുരിക്കൻസ് ഗ്രൂപ്പിന്റെ MG ആൻഡ് ഫ്ലൈലൈൻ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ ഈ ഫീൽഡിലെ എക്സ്പേർട്സിൽ നിന്ന് തന്നെ നിങ്ങൾ സ്വന്തമാക്കും. ഓൺ ഗ്രിഡ് അല്ലെങ്കിൽ ഓഫ് ഗ്രിഡ് സോളാർ പവർ പ്ലാന്റുകൾ, രാത്രി കാലങ്ങളിൽ വീടിന്റെ പരിസരവും ഗാർഡനുകളും അതിമനോഹരമാക്കുവാനുള്ള സോളാർ ഗാർഡൻ ലൈറ്റുകൾ, ബാറ്ററിലെസ് സോളാർ പവർ പ്ലാന്റുകൾ, ഹൈ വോൾട്ടേജ് ആൻഡ് ലോ വോൾട്ടേജിൽ നിന്ന് നമ്മുടെ ഗൃഹോപകരണങ്ങളെ സംരക്ഷിക്കുന്ന ഇലക്ട്രിക് പ്രൊട്ടക്ടറുകൾ, MG ബ്രാൻഡഡ് സോളാർ വാട്ടർ ഹീറ്ററുകൾ, കോൺസ്റ്റന്റ് വോൾട്ടേജ് ഔട്ട്പുട്ട് നൽകുന്ന MG സെർവോ വോൾട്ടേജ് സ്റ്റെബിലൈസറുകൾ, ഭക്ഷണപാനീയങ്ങളും മറ്റും കേടുകൂടാതെ സൂക്ഷിക്കുന്നതിനുള്ള ഡീപ് ഫ്രീസറുകൾ, ഹോസ്പിറ്റൽ മോർച്ചറി ചേംബറുകൾ, മൊബൈൽ മോർച്ചറികൾ എന്നിവ ഞങ്ങളുടെ വിശാലമായ ശ്രേണിയിൽപ്പെടുന്നു. മുരിക്കൻസ് ഗ്രൂപ്പിന്റെ ഈ പ്രൊഡക്റ്റുകളെ കുറിച്ച് അറിയുന്നതിനായി സന്ദർശിക്കൂ murikans.com അല്ലെങ്കിൽ solarkerala.com. ഇത് ഇപ്പോൾ പൊതുജനങ്ങൾ പറയുന്നത് UDFന്റെ ഭരണം അവർക്ക് പൂർണ്ണ തൃപ്തരാണ്, നല്ല രീതിയിൽ വികസനങ്ങൾ നടത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അങ്ങേക്ക് എന്താണ്, പ്രതിപക്ഷം എന്ന നിലയിൽ അങ്ങേക്ക് എന്താണ് അതിനോട് മറുപടി? ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ ബഹുമാനപ്പെട്ട സഹോദരി BJPയുടെ അംഗം UDF ഭരണസമിതിക്ക് അനുകൂലമായിട്ട് പറയാൻ കാര്യം, കുമാരകരം ഗ്രാമപഞ്ചായത്തിൽ 13 മെമ്പർമാരുണ്ട്. അപ്പോൾ UDFന് ഭരിക്കാൻ 6 പേരേ ഉള്ളൂ. അപ്പോൾ ഒരാൾ അംഗസംഖ്യ കൂടുതൽ വേണം. അപ്പോൾ അവർക്ക് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൊടുത്തുകൊണ്ട് ഒരു കൂട്ട് കോലീബി സഖ്യം ആണ് ഇവിടെ ഭരിക്കുന്നത്. അത് പരാശയമായിട്ട് കുമാരകം പഞ്ചായത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയാവുന്നതാണ്. ഞാൻ പറഞ്ഞതിൻ്റെ ഉത്തരവാദിത്തമാണ്. ഇവിടെ MP ഉണ്ട്, MLA ഉണ്ട്. കനാലിൻ്റെ വിഷയമാണ്. കല്ലൂർക്കാട് പഞ്ചായത്തും തൊടുപുഴ മുനിസിപ്പാലിറ്റിയും കനാലുകൾ ക്ലീൻ ചെയ്യുന്നുണ്ട്. ഇവിടെ പഞ്ചായത്തിൻ്റെ ഭരിക്കുന്ന ഭരണസമിതിയിലെ മെയിൻ പ്രസിഡൻറ്റും അവരും പോയി ഉദ്യോഗസ്ഥരെ കണ്ട് കാര്യങ്ങൾ നേടിയെടുക്കേണ്ടത്. ഇപ്പം നിങ്ങൾ വെറുതെ നോക്കിയോ, നിങ്ങൾ ഈ ടേക്ക് ബ്രേക്കില്ല, നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ലൈവായിട്ട് ഇട്ട് തരാം. ഇത് വെറുതെ പറയുന്ന ആരോപണങ്ങളല്ല. ഇത് ബ്രേക്കിന്റെ മുകളിലേക്ക് പണികൾ അല്ല, ഒരു കട്ട വെച്ചു, ഓരോ കട്ട വെച്ചു. ആ കട്ട വെച്ച അതുകൊണ്ട് തന്നെ ആയിരുന്നു ഗുണമുള്ള. നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് ഒന്നും ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. സത്യസന്ധ നിങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചാൽ നിങ്ങളിപ്പോൾ അതിൻ്റെ മുകളിലേക്ക് കയറും, ഒന്നും ചെയ്യാതെ ഉദ്ഘാടനം ചെയ്തു. ഇന്നിപ്പോൾ ഒരു പശുവായിട്ട് വന്നാലും ഇവിടെ ആളുണ്ടോ? അപ്പോൾ എന്നാ സംഭവം എന്ന് വെച്ചാൽ UDF ഭരിച്ചു, ഞങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നു, ഒരു മേന്മ കിട്ടാൻ വേണ്ടി അവർ ചെയ്തു. ഇത് പൊതുജനങ്ങളെ കണ്ടുകൊണ്ടിരിക്കുമല്ലേ. അപ്പോൾ ഭരണം പിടിക്കാൻ വേണ്ടി കോലീബി സഖ്യം കൂടി ഏതാ, അപ്പോൾ അവരായിട്ട് സപ്പോർട്ടും ചെയ്യും. ഞാൻ ആ കുറ്റപ്പെടുത്തി പറഞ്ഞാൽ എൻ്റെ സഹോദരി തന്നെയാണ്. അപ്പം ഞാൻ പറഞ്ഞത് ഇതിലൊരു രാഷ്ട്രീയമുണ്ട്, അവർക്കൊരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. അതായത് കുമാരകരം പഞ്ചായത്തിൽ ഞാൻ എൻ്റെ പാർട്ടി മുടക്കിയ ഒരു ഫണ്ടിൻ്റെ അടുത്ത് ഈ MP ഈ പഞ്ചായത്തിൽ മുടക്കിയിട്ടില്ല. ഈ ഒരു കൃഷിഭവന്റെ കാര്യം പറഞ്ഞു, അത് ഉദ്ഘാടനം പണി പൂർത്തിയാവുന്നതിന് മുമ്പ് ഉദ്ഘാടനം നിർവഹിച്ചു എന്ന് പറയുന്നു. അതിനോട് എന്താണ് പറയാനുള്ളത്? എന്തുകൊണ്ടാണ് ഇത്രയും വേഗത്തിൽ ഉദ്ഘാടനം നിർവഹിച്ചതിന്റെ കാരണം എന്താണ്? ഉദ്ഘാടനം വേഗത്തിലുള്ള നിർമ്മിച്ചത് അതിൻ്റെ 90% പണി പൂർത്തിയായി. 90% പൂർത്തിയായ ഒരു പണി ഉദ്ഘാടനം ചെയ്തു, അത്രേ ഉള്ളൂ. അതിനകത്ത് ബാക്കിയുള്ള സാധാരണ നമ്മൾ പൂർത്തിയാക്കിയിട്ടല്ലേ നമ്മൾ 100% പൂർത്തിയാക്കിയിട്ടല്ലേ ഉദ്ഘാടനം നടത്തുന്നത്. അങ്ങനെ നിർബന്ധമൊന്നുമില്ല. അത് ഭരണകക്ഷിയുടെ ഒരു തീരുമാനമാണ്. അവർക്ക് അത് തീരുമാനിക്കുക എപ്പോൾ ഉദ്ഘാടനം ചെയ്യാം, എപ്പോൾ ഉദ്ഘാടനം ചെയ്യേണ്ടതെന്ന് ഐക്യജനാധിപത്യ തീരുമാനമാണ്. അതനുസരിച്ച് നമ്മൾ അങ്ങനെ ഒരു കാര്യമാണ് ചെയ്തത്. അത് ഒരു മാസത്തിനുള്ളിൽ പണി ബാക്കിയുള്ള അനുബന്ധ കാര്യങ്ങൾ കുറെയൊക്കെ എല്ലാ പണിയും 90% പൂർത്തിയായി. ഇരുനില കെട്ടിടമാണ്. ആദ്യത്തെ നില പൂർണ്ണമായും പൂർത്തീകരിച്ചതിന് ശേഷമാണോ എല്ലാ പണിയും പൂർത്തീകരിച്ച് ഇനിയിപ്പം ചെറിയ ലൈറ്റിന്റെ പണി മാത്രമേ ലൈറ്റ് ഇട്ടാൽ മതി. ചെറിയ പണികൾ മുകളിലേക്കുള്ള നിർമ്മാണം തുടങ്ങിയത്. അതെ, ഇത് ഈ കാലാവസ്ഥയുടെ ഒരു പ്രശ്നം കൊണ്ട് മാത്രമേ ഇത്ര ഡിലേ വന്നത്. അല്ലെങ്കിൽ ഇത് കഴിഞ്ഞ 2 മാസം മുമ്പ് പൂർത്തിയാകേണ്ടതാണ്. ഈ കൊല്ലം പെയ്ത മഴയെന്ന് പറഞ്ഞാൽ ഒരു നിർമ്മാണ പ്രവർത്തനം നടത്താൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. അതുപോലെ അതുകൊണ്ടാണ് ഇത് പൂർത്തിയാക്കാൻ മൊത്തം പണി പൂർത്തിയാക്കാൻ കഴിഞ്ഞു. ബാക്കി ഇത് നാമാത്രമേ പണിയുള്ളൂ.
അത് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി അത് പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുകയും ചെയ്യും. കാരണം ഒന്നുമില്ലായ്മയിൽ നിന്നാണ് ഇത്ര ഉണ്ടാക്കിയത്. അത് സംസ്ഥാന ഗവൺമെൻറ് സഹായമല്ല, ഈ പഞ്ചായത്തിൻ്റെ ഐക്യജനാധിപത്യത്തിലൂടെ ഒരു ഭരണ നേട്ടം തന്നെയാണത്. കാരണം ഈ പഞ്ചായത്തിൽ എന്തോരം റോഡുകൾ, PWD റോഡുകൾ ഈ LDF ഗവൺമെൻറ് പൈസ കൊടുക്കാത്തവർ ഒറ്റ റോഡ് പോലും കോൺട്രാക്ടർമാർ എടുക്കാൻ തയ്യാറല്ല. എത്രയോ റോഡുകൾ PWD റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നു, ടെൻഡറായി കിടക്കുന്നു, ASI കിടക്കുന്നു, ആരും എടുക്കാൻ തയ്യാറല്ല. കാരണം സംസ്ഥാനം അവർ എടുത്ത് പണിത് കഴിഞ്ഞാൽ ഒരു 10 വർഷം കഴിഞ്ഞാൽ പോലും പൈസ കിട്ടത്തില്ല. സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് പൈസ ലഭിക്കാത്തത് കൊണ്ടാണ് ഈ റോഡുകൾ PWD റോഡുകൾ പൂർത്തിയാകാതെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നത്. പഞ്ചായത്ത് റോഡുകളെല്ലാം 99% പഞ്ചായത്ത് റോഡുകൾ എല്ലാം മെയിൻ്റനൻസ് നടത്തി പുതിയ റോഡുകളും പണിതിട്ടുണ്ട്. ഓക്കെ LDF പ്രതിനിധിയിലേക്ക് പോകാം. ഈ സംസ്ഥാന ഗവൺമെന്റിന്റെ പൈസ ലഭിക്കാത്തത് മൂലമാണ് ഈ റോഡുകളുടെ നവീകരണ പ്രവർത്തനം നടക്കാത്തത് എന്നൊരു ആരോപണം ഉന്നയിക്കുന്നുണ്ട്. എന്താണ് അങ്ങേക്ക് അതിനോടുള്ള പ്രതികരണം? സംസ്ഥാന ഗവൺമെന്റിന്റെ ഫണ്ട് ലഭിക്കാത്തതുകൊണ്ടല്ല, ആ പണികളൊക്കെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. കുമാരമംഗലം പഞ്ചായത്തിലെ മുഴുവൻ റോഡുകളും പഞ്ചായത്ത് റോഡുകൾ പൂർത്തിയാക്കിയെന്നൊക്കെ അവകാശപ്പെടുന്നത് ഇവിടുത്തെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. എവിടെയാണ് റോഡുകൾ? ഇപ്പോൾ 13-ാം വാർഡിൽ 14-ാം വാർഡിൽ ഉള്ള റോഡുകളുടെ സ്ഥിതി എന്താണ്? കടന്നു കയറാൻ പറ്റാത്ത രീതിയിൽ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 125 കിലോമീറ്റർ മണ്ണ് റോഡുണ്ട് എന്നുള്ളത് പഞ്ചായത്ത് ഭരണസമിതി നിഷേധിക്കുന്നുണ്ടോ? നിങ്ങളുടെ രേഖയിലുള്ളതാണല്ലോ. പിന്നെ പഞ്ചായത്തിലെ വികസനം എന്ന് പറയുന്നത് പഞ്ചായത്തിൻ്റേതായിട്ടുള്ള വികസനമല്ല എന്നിവിടെ സൂചിപ്പിച്ചു. ശരിയായിരിക്കാം. മെഡിക്കൽ കോളേജ് വന്നത് പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചിട്ടാണ്, എഞ്ചിനീയറിംഗ് കോളേജ് അത് പഞ്ചായത്ത് തീരുമാനിച്ചിട്ടാണ് എന്ന രീതിയിലല്ല. പഞ്ചായത്തിന് എന്ത് പദ്ധതിയാണുള്ളത്? പഞ്ചായത്തിന് വികസനമായിട്ട് ബന്ധപ്പെട്ട് കാർഷിക രംഗത്തെ വികസനമായിട്ട് എന്ത് പദ്ധതിയാണുള്ളത്? വ്യവസായ രംഗത്ത് എന്ത് പദ്ധതിയാണുള്ളത്? ചെറുകിട വ്യവസായ രംഗത്തെ പ്രൊമോട്ട് ചെയ്യാൻ എന്ത് പദ്ധതിയാണുള്ളത്? കൃഷിക്കാരുടെ വിഭവങ്ങൾ ശേഖരിക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള സംഭരണ കേന്ദ്രമുണ്ടോ? വിപണന കേന്ദ്രമുണ്ടോ? ആ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും ഇതിലുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നടത്താനുള്ള പരിപാടിയുണ്ടോ? ബാക്കി എല്ലായിടത്തും ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. ഇത് കുറേ പണം ചെലവഴിച്ചു എന്നതിനപ്പുറം എന്തിന് ചെലവഴിച്ചു എന്നുള്ള പ്രശ്നമാണ്. ടേക്ക് എ ബ്രേക്ക്, പണം ചെലവഴിച്ചു, അതിന് ഉദ്ദേശിച്ച ലക്ഷ്യം ഇനി അവരെന്തൊക്കെ ചെയ്താലും നടപ്പാകാൻ പോകുന്നില്ല. ആ രീതിയിലാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇവിടെ ഇത് ഞാൻ പറയുന്നില്ല, വൈദ്യുതീകരണം പൂർത്തിയാകാത്ത, കുടിവെള്ളമില്ലാത്തത്, അങ്ങനെ ഒരു രീതിയിലും പ്രവർത്തിപ്പിക്കാൻ കഴിയാത്ത എന്തിനു ഉദ്ഘാടനം ചെയ്തു എന്നുള്ള ചോദ്യത്തിനാണ് മറുപടി പറയേണ്ടത്. അപ്പോൾ ഇതിങ്ങനെ എല്ലാ രീതിയിലും ഈ രീതിയിൽ തൊഴിലുറപ്പ് മേഖലയിൽ എന്താ ചെയ്യുന്നത്? പരമ്പരാഗതമായ കുറേ പണിയല്ലാതെ ആ തൊഴിലുറപ്പ് മേഖലയെ ഉപയോഗിച്ചുകൊണ്ട് ഈ നാടിൻ്റെ വികസനത്തിന് ഉതകുന്ന നൂതനങ്ങളായ ഏതെങ്കിലും പദ്ധതി ആവിഷ്കരിക്കുന്നുണ്ടോ? ആ രീതിയിൽ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നില്ല എന്നുള്ളതാണ്. 18 പേരെ കൊണ്ട് എഴുതി വാങ്ങിച്ചിട്ടാണ് ലൈഫ് പൂർണ്ണമാക്കിയത് എന്ന ആരോപണം നിഷേധിക്കാൻ കഴിയുമോ? ആ രേഖകൾ ഇവിടെ ഉണ്ടല്ലോ, അതനുസരിച്ചല്ലേ അത്. അപ്പോൾ ഈ രീതിയിൽ എല്ലാ പദ്ധതികളും ലക്ഷ്യം വെക്കുന്നതിനനുസരിച്ച് പൂർത്തിയാകാതെ 18 പേരെ കൊണ്ട് എഴുതി മേടിപ്പിച്ചു എന്ന് പറഞ്ഞു. ഇവരുടെ സമ്മതത്തോടെ ആയിരുന്നോ, നിർബന്ധിച്ചായിരുന്നോ? അത് അവരോട് ചോദിക്കണം. അവരെ കൊണ്ട് എഴുതി അവർ തന്നെ എഴുതി കൊടുത്തതാണ്. സ്വയമേവ എഴുതി കൊടുത്ത. വീട് വേണ്ടാന്ന് ആരെങ്കിലും സ്വയമേവ എഴുതി കൊടുക്കുവോ? വീട് വേണ്ടാന്ന് ആരെങ്കിലും സ്വയമേവ എഴുതി കൊടുക്കുവോ? രണ്ട് വഴിയല്ല, ഒരു വഴി തന്നെയാണ്. എഴുതി കൊടുത്തു എഴുതി കൊടുത്തു എന്നുള്ള സത്യമല്ലേ? 18 പേരെ കൊണ്ട് എഴുതി വാങ്ങിപ്പിച്ചു എന്നുള്ള സത്യമല്ലേ? സ്വയമേവയാണോ നിർബന്ധിച്ചാണോ എന്നുള്ളതല്ല. അവർക്ക് വീടില്ല. അടുത്ത വർഷം തന്നാ മതി, പിന്നെ തന്നാ മതി. ലൈഫ് പൂർണ്ണമല്ലാന്ന് വ്യക്തമല്ലോ. പൂർണ്ണമായില്ല എന്നുള്ള വ്യക്തമാണല്ലോ. ഫണ്ടിന്റെ ഇഷ്യൂ ഉള്ളത് കൊണ്ട് അടുത്ത വർഷം മതി എന്നാണ് അവർ എഴുതി വെച്ചിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. അതിന്റെ തെളിവുണ്ടെന്ന് പറയുന്നു. ഓക്കെ, അടുത്ത ചോദ്യം ചോദിച്ചോളൂ. ആരോടാണ് ചോദിക്കാനുള്ളത്? LDF പ്രതിനിധി. ഓക്കെ, LDF പ്രതിപക്ഷത്തോടും LDF പ്രതിനിധിയോടും ചോദിച്ചോളൂ. ഇവിടെ മത്തജൻ സാറ് സൂചിപ്പിച്ചു, എന്താണ് റോഡ് എത്രയോ കിലോമീറ്റർ മൺ റോഡ് നമ്മുടെ കുമാരമംഗലം ഗ്രാമപഞ്ചായത്തിൽ ബാക്കിയുണ്ടെന്ന് സൂചിപ്പിച്ചു. നമ്മളിവിടെ കാലാകാലങ്ങളായിട്ട് മെയിൻ്റനൻസ് ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഈ കുമാരമംഗലം പഞ്ചായത്തിലല്ല, സമീപത്തെ കേരളത്തിലെ എല്ലാ പഞ്ചായത്തിലും ഈ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് റോഡുകൾ ചെയ്തുകൊണ്ടിരുന്നത്. നിലവിൽ ഈ മെയിൻ്റനൻസ് ഫണ്ട് കൊണ്ട് മണ്ണ് വഴി ചെയ്യാൻ പാടില്ല എന്ന് നിർദ്ദേശിച്ചതും ഉത്തരവിറക്കിയതും LDF സർക്കാരാണ്. സംശയമുണ്ടോ? ഇവിടെ അടുത്തയാൾ സൂചിപ്പിച്ചു, എന്താണ് പറയുന്നത്, എൻ്റെ വാർഡിൽ ഞാൻ ചെയ്ത അത്രയും ഇവിടെ ബാക്കി ആരും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. പഞ്ചായത്ത് ഭരണസമിതി വീതം വെച്ച് തന്ന പൈസയല്ലാതെ സ്വന്തമായി MLA ഫണ്ട്, MP ഫണ്ട്, ബ്ലോക്ക് ഫണ്ട്, ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട്, ഏതെങ്കിലും ഒരു ഫണ്ട് 6-ാം വാർഡിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ
അതിൻ്റെ മറുപടി ഞാനിപ്പോൾ പറയാം. പിന്നെ വീണ്ടും വീണ്ടും ഒരു നിമിഷം ഒരു ചോദ്യം കൂടെ. രാഷ്ട്രീയമല്ല ഇത് നമുക്കറിയണമല്ലോ. ഈ നിലവിൽ ഇവിടെയുള്ള ഈ പറയുന്ന ഫണ്ടുകൾ ചെലവഴിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ ഇവിടെ ജലജീവ മിഷൻ്റെ കാര്യം സൂചിപ്പിച്ചു, അതുപോലെ തന്നെ പല കാര്യങ്ങളും സൂചിപ്പിച്ചു. ഈ പറയുന്ന കോൺട്രാക്ടർമാർക്ക് പൈസ കൊടുക്കാനായിട്ട് യഥാർത്ഥത്തിൽ സംസ്ഥാന സർക്കാർ അതിനൊരു സുതാര്യമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഈ സംസ്ഥാനത്തു നിന്നുള്ള ഫണ്ടിൻ്റെ ഇഷ്യൂ ആണോ ഈ റോഡ്? ഞാൻ പറയാം, എത്ര റോഡുകളാണ് ഇപ്പോൾ 5-ാം വാർഡിൽ PJ ജോസഫ് MLA തന്ന 10 ലക്ഷം രൂപ കനാൽ വഴി നന്നാക്കാൻ വേണ്ടിയിട്ട് തന്ന 3 തവണ നമ്മൾ ടെൻഡർ ഇട്ടു, ഒരു കോൺട്രാക്ടറും പിടിച്ചിട്ടില്ല. പൈസയില്ല എന്ന് മാത്രമല്ല, അത് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഓരോ വാർഡിലും ഇത് തന്നെയാണ് സ്ഥിതി. അതുകൊണ്ട് പഞ്ചായത്ത് ഭരണസമിതി ഈ കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് ചെയ്ത 5 വർഷം കൊണ്ട് ചെയ്ത കാര്യങ്ങൾ സമീപ പ്രദേശത്ത്, ഞാൻ ഒരൊറ്റ കാര്യം സൂചിപ്പിക്കുന്നുള്ളൂ, ലൈഫിന് ഇവർ കുറ്റം പറയുന്നുണ്ട്. ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്ത് ഇവർ ഭരിക്കുന്ന സ്ഥലമാണ് അല്ലേ? യഥാർത്ഥത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് ലൈഫ് എന്ന് ഇവിടെ പറയണ്ടായി. സംസ്ഥാന സർക്കാർ നിലവിൽ ഈ ലൈഫ് പദ്ധതിയിൽ ചെലവഴിക്കുന്നത് വെറും 1 ലക്ഷം രൂപയാണ്. ബാക്കിയുള്ളത് ചെലവഴിക്കുന്നത് അതത് ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, സംസ്ഥാന പഞ്ചായത്ത്, തിരിച്ചടവും ഗ്രാമപഞ്ചായത്ത്. യഥാർത്ഥത്തിൽ അങ്ങനെയാണ് ചെലവഴിക്കുന്നത് എന്ന് ഓർക്കണം. അപ്പം നിലവിൽ ഇവർ തന്നെ ഭരിക്കുന്ന ജില്ലാ പഞ്ചായത്ത് LDF ഭരിക്കുന്നതാണ്. അത് ഫണ്ട് ചെലവഴിച്ചത് എത്രാമതാണെന്നറിയോ? ഫണ്ട് ചെലവഴിച്ചതിൽ എത്രാമതാണെന്നറിയോ? 14-ാം സ്ഥാനത്താണ്. എന്ന് പറഞ്ഞാൽ നമ്മളുടെ കേരളത്തിൽ 14 ജില്ലകളേ ഉള്ളൂ, അതിൽ 14-ാം സ്ഥാനത്താണ് ഈ പറയുന്ന ജില്ലാ പഞ്ചായത്ത്. നിങ്ങൾ സൂചിപ്പിക്കുക. അപ്പോൾ ഇവർ നമ്മളെ എന്ത് പഠിപ്പിക്കുന്നു? എന്താണ് ഇവിടെ കുറേ കാര്യങ്ങളൊക്കെ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, പ്രൊജക്റ്റുകൾ ഉണ്ടാക്കണം, എല്ലാ സംഭവങ്ങളും മറ്റുള്ളവരുടെ പക്കൽ എത്തിക്കണമെന്ന് പറയുന്നവർ പ്രായോഗികമായിട്ട് അവർ സ്വന്തം ഭരിക്കുന്ന ജില്ലാ പഞ്ചായത്തിൽ ഒരു മിനിമം ABC പ്രോഗ്രാം നമ്മൾ ജില്ലാ പഞ്ചായത്ത് 5 ലക്ഷം രൂപ വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടുന്ന് ശല്യക്കാരായിട്ടുള്ള നായകളെ പിടിച്ചുകൊണ്ട് പാർപ്പിക്കണം, വന്ധീകരണം നടത്തി യഥാർത്ഥത്തിൽ ഈ പുറകിലുള്ള കെട്ടിടത്തെ കുറ്റം പറയുന്നവർ കഴിഞ്ഞ 5 വർഷമായിട്ടൊരു കല്ലെടുത്ത് വെച്ചിട്ടില്ല. അതറിയോ? ചെലവഴിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഈ മാർഗം നമ്മളൊക്കെ ഉപദേശിച്ചതൊക്കെ നന്നായി. ഈ കുമാരമംഗലം ഗ്രാമപഞ്ചായത്തിൽ ഇവർ ഭരിക്കുന്ന, ഞങ്ങൾ പതിറ്റാണ്ടായിട്ട് ഭരിക്കുന്ന സ്ഥലമാണെന്നാണല്ലോ പറയുന്നത്. ഇവർ ഭരിക്കുന്ന സ്ഥലമുണ്ട്, അതെന്നറിയോ? കോപ്പറേറ്റീവ് ബാങ്ക്. ആ ബാങ്കിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളതും കൂടി ഈ LDF പ്രതിനിധിയോട് ചോദിക്കണം. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇവിടെ ഈ നിലവിൽ ഇവിടെ വഴിയോര വിശ്രമ കേന്ദ്രം, അത് നിലവിൽ മോണിറ്റർ ചെയ്യേണ്ടത് കുടുംബശ്രീയാണ്. ഇവിടെ ഏതാണ്ട് 150 കുടുംബശ്രീ യൂണിറ്റുകളോളം ഈ കുമാരമംഗലം ഗ്രാമപഞ്ചായത്തിലുണ്ടായിരുന്നു. ഇന്ന് CDS ചെയർപേഴ്സൺ എന്ന് പറയുന്നത് CPM ആണ് ഭരിക്കുന്നത്. അവർക്കുടെ യഥാർത്ഥത്തിൽ അവരത് ക്രിയാത്മകമായിട്ട് ചെയ്യാത്തത് കൊണ്ടാണ് നിലവിൽ ഈ അവസ്ഥ വന്നത്. ഞങ്ങൾ അവർക്ക് പ്രവർത്തിക്കാൻ പറ്റാത്തത്. അതുകൊണ്ട് അവസാനമായിട്ടൊരു കാര്യം ഇവിടെ പറയട്ടെ. എന്താണ് ഈ ബലം പ്രയോഗിച്ച് 18 എന്താണ് പറയുന്നത് ലെറ്റർ എഴുതി വാങ്ങിച്ചിട്ടാണ് ഇവിടെ സമ്പൂർണ്ണ ഭവന പദ്ധതി പൂർത്തീകരിച്ചു എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ ഒരു ഉളുപ്പുമില്ലാതെ പറയുന്നതാണ്. കാരണം അവർക്ക് അനസ്തേഷ്യ കൊടുത്തിട്ടോ അവരെ ബോധം കെടുത്തിയിട്ടോ ഒന്നും അല്ലല്ലോ ഇത് എഴുതി മേടിച്ച് കാര്യം പറഞ്ഞ് അവരെ വളരെ ബോധ്യപ്പെടുത്തി അവർ തന്നെ എഴുതി ഒപ്പിട്ട് തന്ന സംഭവമാണ് ഇവിടെ വന്ന് പച്ചക്കിരുന്ന് പറയുന്നത്. എന്താണ് LDF പ്രതിനിധിയിലേക്ക് പോകാം, പ്രതിപക്ഷത്തിലേക്ക് പോകാം. എന്താണ് ഇവിടെ ഒരു ആരോപണം? ബഹുമാനപ്പെട്ട മെമ്പർ പറഞ്ഞ അനുസരിച്ച് എൻ്റെ വാർഡിൽ ഒരു MLA ഫണ്ടോ MP ഫണ്ടോ ജില്ലാ പഞ്ചായത്ത് ഫണ്ടോ കിട്ടിയിട്ടില്ല. സംസ്ഥാന സർക്കാരിന്റെ വിഹിതങ്ങൾ ഓരോ വാർഡ് മെമ്പർക്കും പഞ്ചായത്തിൽ നിന്ന് ലഭിച്ച ഫണ്ട് വീതിച്ച് ലഭിച്ച ഫണ്ട് വെച്ചിട്ടാണോ അങ്ങയുടെ വാർഡിലെ വികസനം നടത്തിയിരിക്കുന്നത്? അത് കറക്റ്റാണ്. ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. രണ്ടാമത് ഇവർ പറഞ്ഞ ലൈഫ് പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് ഞാനതിൽ ആർജവത്തോടെ പറയാൻ മുഖ്യമന്ത്രിക്ക് പരാതി പോയിട്ടുണ്ട്. ഈ കുടുംബങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട വിവരാശ രേഖ വെച്ച് എത്ര കുടുംബങ്ങൾ പരാതി കൊടുത്തു? 2 പേര് പരാതിക്ക് പോയിട്ടുണ്ട്. പോകാനുള്ള കാരണം എന്നാന്ന് വെച്ചാൽ അതായത് ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് കേരള സംസ്ഥാനത്ത് ഈ അപേക്ഷകളെല്ലാം ഓൺലൈൻ വഴിയാണ് പോയത്. അപ്പോൾ വാർഡ് മെമ്പർമാർക്ക് അതിൽ റോളില്ല. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ഗ്രാമസഭ നടത്തി. ലൈഫിന് വേണ്ടി മാത്രം ഗ്രാമസഭ. ആ ഗ്രാമസഭയിൽ ഓരോ വാർഡിലും പാസ്സാക്കി കൈയടിച്ച് പാസ്സാക്കിയ മിനിസിൽ ഒപ്പിട്ടവർക്ക്
വീട് കൊടുക്കണമെന്നുണ്ട്. അതിൻ്റെ പെൻസ് കുമാരകലം പഞ്ചായത്ത് ഇരിപ്പുണ്ട് 13 വാർഡിൽ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അടിയന്തരമായിട്ട് ഇവർക്ക് കുമാരകലം പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ ലൈഫ് പദ്ധതി പൂർത്തിയാക്കുന്ന കേളി കിട്ടാൻ വേണ്ടിയിട്ട് 13 വാർഡിൽ പലരെയും വിളിച്ച്, എൻ്റെ വാർഡിലെ അനുഭവമാണ്. അപ്പോൾ പലരും എൻ്റെ അടുത്ത് പരാതിയായിട്ട് വന്നു. ഞാൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം രേഖാമൂലം പരാതി എഴുതി കൊടുക്കാൻ കളക്ടർ 2-3 പരാതിക്കും പോയിട്ടുണ്ട്. അപ്പോൾ ഇവർ ഉദ്ദേശിച്ചത് വേറൊന്നുമല്ല, കാര്യങ്ങൾ പറയുമ്പോൾ വ്യക്തമായിട്ട് തന്നെ ഇവർ ഉദ്ദേശിച്ചത് ഇപ്പോൾ ഈ കെട്ടിടം UDFൻ്റെ ഭരണം കഴിയുമ്പോൾ ഉദ്ഘാടനം ചെയ്യണം. നിങ്ങളൊന്ന് കയറി നോക്കണം, വയറിങ് ചെയ്തിട്ടില്ല, അടിയിലൊരു ടാപ്പില്ല, പറഞ്ഞു മനസ്സിലായി. നിങ്ങളത് നേരെ ലൈവാണ് ഉൾക്കാഴ്ചത്, അല്ലാതെ കയറിക്കൊള്ളണം. അപ്പോൾ ആ പദ്ധതി പൂർത്തീകരിച്ചു. അപ്പോൾ ഞങ്ങൾ ലൈഫിൻ്റെ പദ്ധതി പൂർത്തീകരിച്ചു കഴിഞ്ഞ ദിവസം അസിസ്റ്റന്റ് സെക്രട്ടറി. പിന്നെ ഒരു റോഡിന്റെ കാര്യം പറയുകയുണ്ടായി. നവീകരണ പ്രവർത്തനങ്ങൾക്ക് ലഭിക്കുന്ന ഫണ്ട് ഉപയോഗിച്ച് റോഡുകൾ പണിയാൻ സാധിക്കില്ല, അതായത് പുതിയ റോഡുകൾ നിർമ്മിക്കാൻ സാധിക്കില്ല. അതിന് സർക്കാരിന്റെ ഒരു ഇത് പറയാം. സർക്കാരിന്റെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ഹൈക്കോടതി കേസ് പോയി കഴിഞ്ഞപ്പോൾ പല പഞ്ചായത്തിലും കേരള സംസ്ഥാനത്ത് ഒത്തിരി റോഡുകൾ മെയിൻ്റനൻസ് ചെയ്യാനുണ്ട്. അപകടങ്ങൾ കൂടുമ്പോൾ സർക്കാർ ഒരു തീരുമാനം എടുത്തു. അതായത് സർക്കാർ തരുന്ന പൈസയ്ക്ക് മെയിൻ്റനൻസ് ചെയ്യാനും പഞ്ചായത്തിന് തനത് ഫണ്ട് ഉണ്ടെങ്കിൽ ആണത്തോടെ തനത് ഫണ്ട് ഉണ്ടാക്കി ആ ഫണ്ട് ഉണ്ടാക്കി റോഡ് പണിയാനും പറഞ്ഞു. അതും ഇവർക്കറിയാം. അതിലൊന്നും വായി പിടിച്ച് വെല്ലുവിളിച്ചിട്ട് ഒരു കാര്യമില്ല. അത് അപ്പോൾ ഈ ഒരു 5 വർഷം കൊണ്ട് പുതിയ റോഡുകളൊന്നും വന്നിട്ടില്ല. അല്ല, റോഡുകൾ വന്നിട്ടുണ്ട്. 2.5 വർഷമായിട്ട് ഇതിന്റെ മെയിൻ ഇത് വന്നിട്ടുണ്ട്. ചോദിച്ചോളൂ. ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26 മൈൽ, കാഞ്ഞിരപ്പള്ളി. സ്വർണം പണയം വെച്ചിട്ട് തിരിച്ചെടുക്കാൻ പ്രയാസപ്പെടുകയാണോ? അല്ലെങ്കിൽ ലേലത്തിൽ പോകുമോ എന്ന ആശങ്കയുണ്ടോ? കയ്യിലെ സ്വർണത്തിന് എവിടെ മികച്ച വില ലഭിക്കുമെന്നറിയാതെ വിഷമിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ ഉടൻ ആലപ്പാട് ഗോൾഡിലേക്ക് വിളിക്കൂ. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾക്ക് മാർക്കറ്റിലെ അതാത് ദിവസത്തെ വില ഇവിടെ ലഭിക്കും. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും എത്ര പഴയതായാലും ആലപ്പാട് ഗോൾഡ് അന്നുള്ള ദിവസത്തെ മാർക്കറ്റ് വില നൽകി സ്വർണം തിരിച്ചെടുക്കുന്നു. GPay, RTGS, NEFT, ചെക്ക് എന്നിവയുടെ സൗകര്യവും ഉണ്ട്. പണത്തിന്റെ ടെൻഷൻ വേണ്ട. ആലപ്പാട് ഗോൾഡ് നിങ്ങളുടെ സ്വർണത്തിന് വിപണിയിലെ ഏറ്റവും ഉയർന്ന വില നൽകുന്നു. 2001 മുതൽ കേരളത്തിലെ നമ്പർ 1 ഓൾഡ് ഗോൾഡ് പർച്ചേസ് ഷോപ്പായ ആലപ്പാട് ഗോൾഡ് സാധാരണക്കാരെ സഹായിക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നു. ജനസേവനമാണ് നമ്മുടെ ലക്ഷ്യം. വിശ്വാസത്തോടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാൻ ആലപ്പാട് ഗോൾഡിനെ സമീപിക്കാം. ഞങ്ങൾ സ്വർണത്തിന് യഥാർത്ഥ മൂല്യം നൽകുന്നു. ഞങ്ങളുടെ സ്ഥാപനങ്ങൾ മുണ്ടക്കയം KK റോഡിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അടുത്ത് അജ്ഫ ബേക്കേഴ്സ് ബിൽഡിംഗിലും കറുകച്ചാലിൽ മല്ലപ്പള്ളി റോഡിലുള്ള ഫെഡറൽ ബാങ്ക് ബിൽഡിംഗിലും പ്രവർത്തിക്കുന്നു. അതുകൂടാതെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മുടെ സർവീസ് ലഭ്യമാണ്. സ്വർണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇനി ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ നമ്പറിലേക്ക് ഒരു ഫോൺ കോൾ മതി. ആലപ്പാട് ഗോൾഡ് നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ അടുത്തെത്തും. ആലപ്പാട് ഗോൾഡ് എന്നും നിങ്ങളോടൊപ്പം. Mother soothes, Mother cares, Mother protects, Mother finds always reason to smile. Mother stands up for you for everything. Mary Queen's Mission Hospital, Kanirapalli, Kottayam. We care, God cures. Introducing South India's largest sanitary ware showroom, now in Pala. Welcome to Cochin Saniwares, where luxury meets innovation. Here, every leading sanitary ware brand has its own exclusive space, designed to bring their world to life. Step inside and experience the future of your home, with real-time previews that let you see exactly how your bathroom, kitchen, or living spaces will look before you decide. കൈകളുടെ അലങ്കാരങ്ങൾക്ക് പരിശുദ്ധ സ്വർണത്തിന്റെ പൊൻപ്രഭയേകാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ബാംഗിൾ ഫെസ്റ്റ്. സമാനതകളില്ലാത്ത ഏറ്റവും പുതിയ ഡിസൈൻ വളകൾക്കൊപ്പം ട്രഡീഷണൽ വളകളുടെ അത്യാകർഷകമായ കളക്ഷനുമായി ഒക്ടോബർ 17 മുതൽ 24 വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ വരൂ. മനസ്സിനിണങ്ങിയ സ്വർണം മിതമായ വിലയിൽ സ്വന്തമാക്കുന്നതിനൊപ്പം അലങ്കാരങ്ങളുടെ പൂർണ്ണത അനുഭവിച്ചറിയാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു.
മുരിക്കൻസ് ഗ്രൂപ്പിന്റെ MG ആൻഡ് ഫ്ലൈ ലൈൻ പ്രൊഡക്റ്റുകളിലേക്ക് ഏവർക്കും സ്വാഗതം. മോഹന വാഗ്ദാനങ്ങളിൽ ആകൃഷ്ടരാകാതെ ഉൽപ്പന്നത്തിന്റെ ഗുണനിലവാരവും വിൽപ്പനാനന്തര സേവനവും ഈ കാലഘട്ടത്തിൽ ഒരു ഉപഭോക്താവ് കരുതലോടുകൂടി ഉറപ്പുവരുത്തേണ്ടതാണ്. വിവിധതര ഉൽപ്പന്നങ്ങൾ അന്താരാഷ്ട്ര ഗുണനിലവാരത്തിൽ 30 വർഷത്തിന് മേൽ പ്രവർത്തന പാരമ്പര്യമുള്ള മുരിക്കൻസ് ഗ്രൂപ്പിന്റെ MG ആൻഡ് ഫ്ലൈ ലൈൻ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ ഈ ഫീൽഡിലെ എക്സ്പേർട്സിൽ നിന്ന് തന്നെ നിങ്ങൾ സ്വന്തമാക്കും. ഓൺ ഗ്രിഡ് അല്ലെങ്കിൽ ഓഫ് ഗ്രിഡ് സോളാർ പവർ പ്ലാന്റുകൾ, രാത്രി കാലങ്ങളിൽ വീടിന്റെ പരിസരവും ഗാർഡനുകളും അതിമനോഹരമാക്കുവാനുള്ള സോളാർ ഗാർഡൻ ലൈറ്റുകൾ, ബാറ്ററിലെസ് സോളാർ പവർ പ്ലാന്റുകൾ, ഹൈ വോൾട്ടേജ് ആൻഡ് ലോ വോൾട്ടേജിൽ നിന്ന് നമ്മുടെ ഗൃഹോപകരണങ്ങളെ സംരക്ഷിക്കുന്ന ഇലക്ട്രിക് പ്രൊട്ടക്ടറുകൾ, MG ബ്രാൻഡഡ് സോളാർ വാട്ടർ ഹീറ്ററുകൾ, കോൺസ്റ്റന്റ് വോൾട്ടേജ് ഔട്ട്പുട്ട് നൽകുന്ന MG സെർവോ വോൾട്ടേജ് സ്റ്റെബിലൈസറുകൾ, ഭക്ഷണപാനീയങ്ങളും മറ്റും കേടുകൂടാതെ സൂക്ഷിക്കുന്നതിനുള്ള ഡീപ് ഫ്രീസറുകൾ, ഹോസ്പിറ്റൽ മോർച്ചറി ചേംബറുകൾ, മൊബൈൽ മോർച്ചറികൾ എന്നിവ ഞങ്ങളുടെ വിശാലമായ ശ്രേണിയിൽപ്പെടുന്നു. മുരിക്കൻസ് ഗ്രൂപ്പിന്റെ ഈ പ്രൊഡക്റ്റുകളെക്കുറിച്ച് അറിയുന്നതിനായി സന്ദർശിക്കൂ murikans.com അല്ലെങ്കിൽ solarkerala.com. നിലവിൽ എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, ഈ റോഡിൻ്റെ മെയിൻ്റനൻസ് ഫണ്ട് എന്ന് പറയുന്നത് ആദ്യത്തെ ഒരൊറ്റ ഘട്ടത്തിൽ മാത്രമാണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചുള്ളൂ. ബാക്കി 4 വർഷവും ഈ മെയിൻ്റനൻസ് ഫണ്ട് ഉപയോഗിച്ച് ഇവിടെ ഒരു പരിപാടിയിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ മാത്രം കോൺക്രീറ്റ് ചെയ്യുക എന്നുള്ള നിലവാരത്തിലേക്ക് നമ്മളെത്തി. കാരണം അതിൻ്റെ സംഭവം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ അലി മെമ്പർ അടക്കം ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ പല ഫണ്ടുകളും പല റോഡിലും വെക്കാൻ പാടില്ല. ഇപ്പം ഞാനിവിടെ സൂചിപ്പിച്ചു, അല്ലെങ്കിൽ സർക്കാർ അത് എഴുതി തരണം. ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് വെച്ചിട്ട് ഏതെങ്കിലും മണ്ണുവഴി ചെയ്യാനായിട്ട് 6 മീറ്റർ വീതി വേണം, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ 6 മീറ്റർ വീതി വേണം. പിന്നെ ഇവിടെ കുടുംബശ്രീ ലൈഫിലെ ഇതിനെക്കുറിച്ച് പറഞ്ഞു. സത്യം അങ്ങനെയല്ല. ഗ്രാമസഭയിൽ പാസ്സാക്കിയാലും സർക്കുലറുണ്ട്, സംസ്ഥാന സർക്കാരിൻ്റെ സർക്കുലറാണ്. ഒരു 2 പരാതി പോയിട്ടുണ്ടെന്ന് പറഞ്ഞു, അത് അറിവുള്ളതാണ്. ബാക്കി 16 പേരെന്തി അല്ല, ഈ 2 പരാതി രണ്ട് പരാതി അറിവുള്ളതല്ല. 18 പേരെന്ന് പറയുന്ന ബാക്കി 16 പേരെന്തി. അപ്പോൾ അത് തന്നെ അറിയാലോ, ഇതിവിടെ ഒരു അവരതിനകത്തൊരു ആശയക്കുഴപ്പമുണ്ടാക്കുന്നത്. ഞാൻ അതിനെക്കുറിച്ചല്ല പറഞ്ഞു. ഞാനിപ്പോൾ സൂചിപ്പിച്ച ഈ ലൈഫിലെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ സർക്കുലറിനകത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ നിർമ്മാണ പ്രവർത്തനം തുടങ്ങുന്ന അന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട നിർവഹണ ഉദ്യോഗസ്ഥന് തൃപ്തികരമല്ല എന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത് ആ നിർവഹണ ഉദ്യോഗസ്ഥൻ്റെ വിവേചനാധികാരമാണ്. സംസ്ഥാന സർക്കാരിൻ്റെ സർക്കുലറാണ്. സംശയം ഉണ്ടെങ്കിൽ പറയട്ടെ. എന്താണ് ഇതിനോട് പറഞ്ഞോളൂ. അതായത് ഈ വിഷയങ്ങളുണ്ടായി കെട്ടിടമണിയുടെ ഉദ്ഘാടനത്തിന് കാര്യം അറിഞ്ഞു, ആരെങ്കിലും ഒരു വിയോജനക്കുറിപ്പ് എഴുതിയിട്ടുണ്ടോ? പ്രതിപക്ഷത്തു നിന്നുള്ള ആരെങ്കിലും ഒരു വിയോജനക്കുറിപ്പ്? ഇവർ പ്രതിപക്ഷത്ത് നിന്ന് ആകെ സമരം നടത്തിയത് പ്രസിഡന്റ് കസേരയെ കൊണ്ടുപോയി. അതായത് കല്ലൂർക്കാട് പഞ്ചായത്ത് പട്ടി അടിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവിടെ പ്രസിഡന്റ് കസേരയെ കൊണ്ടുവച്ചു. അതുപോലെ ഈ കെട്ടിടം പണിക്ക് എന്തെങ്കിലും അപാകത ഉണ്ട്, ഒരു വിയോജനക്കുറിപ്പ് എടുത്തു. അതിന് പേരിൽ ഒരു സമരം നടത്തും. ഒരു വിയോജനക്കുറിപ്പ് ഒരു സമരം ഉണ്ടായിട്ടില്ല. അതിൽ ഉദ്ഘാടന സമയത്ത് ബഹുമാനരായ പ്രതിപക്ഷത്തുള്ള മെമ്പർമാരെല്ലാവരും സഹകരിച്ചിട്ടുണ്ട്. അത് ലൈഫ് ഭവന പദ്ധതിയുടെ ഉദ്ഘാടനത്തിന് ബഹുമാനപ്പെട്ട ഞാൻ പ്രതിപക്ഷം പങ്കെടുത്തിട്ടില്ല കേട്ടോ. എനിക്കൊരു നിലപാടുണ്ടോ, ഞാൻ ആ നിലപാടുമായിട്ട് മുന്നോട്ട് ഞാനൊരു കാര്യം പറയാം. ഈ വിയോജനം രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഓരോ പഞ്ചായത്ത് കമ്മിറ്റി നടക്കുമ്പോഴും 48 മണിക്കൂർ മിനിറ്റ്സ് ക്ലോസ് ചെയ്യണമെന്നുള്ള സംഭവമുണ്ട്. ഇവർ ഒരു ഒത്താശ കൂടി കഴിഞ്ഞിട്ട് ഇവിടെ പരിപാടി എന്നാ പറയാം, മിനിറ്റ്സ് ക്ലോസ് ചെയ്യില്ല. ഇപ്പോഴും കഴിഞ്ഞ കമ്മിറ്റി ആയിരുന്നതിന് മിനിറ്റ്സ് ക്ലോസ് ചെയ്തില്ല. അപ്പോൾ ഇവർ ഭൂരിപക്ഷം ഉള്ളിടത്ത് പദം പാസ്സാക്കി കൊണ്ടുപോകും. അടുത്തയിലേക്ക് പോകാം. ഒരു ക്രിമിറ്റോറിയത്തിന്റെ കാര്യം ഇവിടെ ഇദ്ദേഹം പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നും ആദ്യം സൂചിപ്പിച്ചിരുന്നത്, എന്താണ് അതിനോടുള്ള ഒരു മറുപടി? ഞങ്ങൾക്ക് ഏറ്റവും ആത്മാർത്ഥമായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരു പ്രൊജക്റ്റ് ആയിരുന്നു. നമുക്കറിയാം, തൊടുപുഴ മുനിസിപ്പാലിറ്റി ഒരു ക്രിമിറ്റോറിയം ഉണ്ടാക്കാൻ വേണ്ടി എത്രയോ കാലങ്ങൾ കൊണ്ടുമാണ് അവസാനം പി സാർ എന്ന മന്ത്രിയായിരുന്നുകൊണ്ട് മാത്രം ജലസേന വകുപ്പിൻ്റെ സ്ഥലം കിട്ടിയതുകൊണ്ട് മാത്രം പണിതൊരു സംഭവമാണിത്. ഇപ്പം നമുക്കറിയാം, നമ്മുടെ മുറ്റത്ത് അല്ലെങ്കിൽ അവിടെ ഒരു ക്രിമിറ്റോറിയം പണിയാൻ വന്നു കഴിഞ്ഞാൽ അവിടെയുള്ള ആൾക്കാർ എതിർക്കും. അപ്പം നമുക്കതിനുള്ള ഫണ്ട് വേണം, ഒരു ഹ്യൂജ് എമൗണ്ട് വേണം. അല്ലാതെ ചെറിയ പണിക്ക് കുറേ സ്ഥലം കണ്ടെത്തണം, ആ സ്ഥലത്തിന് അതിനുള്ള ഫണ്ട് വേണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടുത്തുള്ള സ്ഥലമാണ് മുനിസിപ്പാലിറ്റി. അതുപോലെ ഞങ്ങൾ അതുകൊണ്ടൊരു തീരുമാനം എടുത്തായിരുന്നു, SC വിഭാഗത്തിൽപ്പെട്ട പാവപ്പെട്ട ആളുകൾ മരിക്കുകയാണെങ്കിൽ അവർക്ക് അതിനുള്ള പൈസ കൊടുക്കാൻ തീരുമാനിച്ചായിരുന്നു. പക്ഷേ അത് അന്ന് നടത്താൻ പറ്റില്ല. ഇനി വരും കാലഘട്ടങ്ങളിൽ അത് നടത്തണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എനിക്ക് LDFന്റെ പ്രതിനിധിയോടാണ് ചോദിക്കുന്നത്. ഇവിടെ ഇപ്പം LDFന്റെ പ്രതിനിധികൾ കൂടുതലും പറയുന്നുണ്ട്, UDFന്റെ ആളുകൾ ആരും കർഷകരെ സഹായിക്കുന്നില്ല, അടിച്ചമർത്തുക പറഞ്ഞ് കാർഷിക മേഖലയിൽ വേണ്ടത്ര വികസനം കൊണ്ടുവന്നിട്ടില്ല. ഇവിടെ ഒരു കർഷക ഓപ്പൺ മാർക്കറ്റ് ഉണ്ടായിരുന്നു പെരുമ്പിളിച്ചിറ കറുക എന്ന് പറഞ്ഞ സ്ഥലത്ത്. അതിന്റെ പ്രസിഡന്റ് ആയിരുന്നു മാത്യു സാറ്. അവിടെ എന്താണ് സംഭവിച്ചതെന്ന് മാത്യു സാർ പറയണം. ഒന്ന് 2, ഈ കഴിഞ്ഞ 5 വർഷമായിട്ട് ഏകദേശം 4.5 വർഷത്തിന് ശേഷം
6 മാസം മുമ്പാണ് DYFAയുടെ പലതരത്തിലുള്ള സമരങ്ങളുമായിട്ട് മുന്നോട്ട് വന്നത്. ഈ സമരം എന്ന് പറയുന്നത് ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റിനെ കണ്ടില്ല എന്നും പറഞ്ഞ് അവിടെ കൊണ്ട് വാഴ വെച്ചു. CPMനെ ഈ കൂട്ടത്തിൽ ഒരു പൊതുസമൂഹം എന്നുള്ള നിലയ്ക്ക് CPMനെ ഈ പഞ്ചായത്തിൻ്റെ ഭരണം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് 500 മീറ്റർ മാറുമ്പോൾ ഉള്ള സഹകരണ ബാങ്കിൻ്റെ മുമ്പിൽ പോയി നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആളുകളുടെ കണ്ണീര് കൊണ്ട് നമുക്ക് മറുപടി പറയാൻ പറ്റും. പിന്നെ ഈ നവംബർ 7-ാം തീയതി അല്ലേ റോഷി അഗസ്റ്റിൻ വന്ന് ഇവിടെ ഒരു ഉദ്ഘാടനം ചെയ്യണത്. ഇവിടെ സ്വർണം കൊണ്ടുവച്ച് കഴിഞ്ഞാൽ സ്വർണ്ണം എടുത്ത് പുറകോഴത്തോടെ പോയിട്ട് പ്രൈവറ്റ് ബാങ്കിൽ കൊണ്ടുവച്ചിട്ട് വേണം ഇവിടെ പൈസ കൊടുക്കാൻ. ഇതുപോലെ ജനങ്ങളുടെ കണ്ണിൽ മുളകുപൊടി വാരി എറിഞ്ഞുകൊണ്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ് ഇവിടെ CPM നടത്തുന്നത്. ഒന്ന് സാറ് പറയേണ്ടത്, മറ്റു സാറ് ഒന്ന് കാർഷിക ഓപ്പൺ മാർക്കറ്റിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് LDFന്റെ പ്രതിനിധി പറയണം. അതുപോലെ തന്നെ ഈ സഹകരണ ബാങ്കില് നിങ്ങൾ ഈ ഭരണം കുമാരമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം വേണം, അതല്ലെങ്കിൽ ജനപ്രതിനിധികളെ മത്സരിപ്പിച്ച് വിജയിപ്പിച്ച് ഇവിടെ ഭരണം പിടിക്കുമ്പോൾ ഈ സഹകരണ ബാങ്കിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് വേണം രണ്ടാമതൊരു പണിക്ക് പോകാൻ. അങ്ങേക്ക് മറുപടി പറയാം, LDF പ്രതിനിധിക്ക് മറുപടി പറയാം. അത് അവിടെയുള്ള എക്കോ ഷോപ്പിൻ്റെ പ്രസിഡന്റ് നിസാർ പഴേരി എന്ന് പറയുന്ന ആളാണ്. ഞാൻ അതിൻ്റെ പ്രസിഡന്റൊന്നും ആയിരുന്നിട്ടില്ല. ആയിരുന്നില്ല. നിസാർ പഴേരിയാണ് അതിൻ്റെ പ്രസിഡന്റ്. അവിടെ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞോണ്ടാ. അല്ല, ഇവിടെ UDF ആളുകൾ ഒന്ന് എന്തെങ്കിലും ഭാരവാഹിത്വം വഹിച്ചിരുന്നോ? സാറ് പറയണം. അല്ല, UDF ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്ന മറുപടി പറഞ്ഞേ. ഇവിടെ കർഷക ഓപ്പൺ മാർക്കറ്റ് ഉണ്ടായിരുന്നു. ഇവിടെ ആളുകളുടെ സാധനങ്ങൾ വന്ന് സംഭരിക്കുന്ന സംഭവം ഉണ്ടായിരുന്നു. ഇത് പോയതാണ്. അതിനെതിരെ വീണ്ടും ഒരു എതിരായിട്ട് വന്നിട്ട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ചൂടായിട്ടും കാര്യമില്ല. കർഷക ഓപ്പൺ മാർക്കറ്റിന്റെ പ്രശ്നമല്ല ഇവിടെ പറഞ്ഞത്. അതിന്റെ ഭാരവാഹി ഞാനായിരുന്നില്ല, നിസാർ പഴേരിയായിരുന്നു. അതെല്ലാം ഇവിടെ ചർച്ചാ വിഷയം. കാർഷിക രംഗത്ത് ഇവിടെ പഞ്ചായത്തിൻ്റെ ഭാഗമായി പ്രോജക്റ്റുകൾ രൂപീകരിക്കുന്നില്ല എന്നാണ് ഞാൻ ആരോപിച്ചത്. അവിടെ കൃഷിഭവനിൽ കാലാകാലങ്ങളായിട്ട് തൈകൾ വരും, ഫലവൃക്ഷ തൈകൾ വരും, വിത്തിൻ്റെ പാക്കറ്റ് വരും. അതൊക്കെ എടുത്തങ്ങ് കൊടുക്കുക, എങ്ങനെ വിതരണം ചെയ്യുക, ആരെങ്കിലും കൊണ്ടുപോയി തീർക്കുക എന്നതിനപ്പുറത്തോട്ട് അത് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഈ കാര്യത്തിൽ സ്വയം പര്യാപ്തത നേടുക എന്ന ലക്ഷ്യം വെച്ചുള്ള പ്രോജക്റ്റ് ഉണ്ടോ? പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലുള്ള അത്തരത്തിലുള്ള വിതരണ സംഭരണ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ എന്തെങ്കിലും സാധ്യതകളെ സംബന്ധിച്ച് ആലോചിക്കുകയോ പ്രോജക്റ്റുകൾ രൂപീകരിക്കുകയോ ചെയ്തിട്ടുണ്ടോ? അതായത് കാർഷിക മേഖലയിലെ വികസിപ്പിച്ചു കൊണ്ടുവരാൻ പാകത്തിനുള്ള പദ്ധതികൾ കൊണ്ടുവന്നില്ല എന്നാണ് പറയുന്നത്. അടുത്തത് സഹകരണ ബാങ്കിന്റെ കാര്യം പറഞ്ഞിരുന്നു. സഹകരണ ബാങ്ക് LDF ഭരിക്കുന്ന ബാങ്കാണ്. അതിലൊരു പ്രതിസന്ധി വന്നിട്ടുണ്ട്. ആ പ്രതിസന്ധി പരിഹരിക്കാനുള്ള ശ്രമം നടക്കുകയാണ്, പരിഹരിക്കുകയും ചെയ്യും. നിക്ഷേപ സമാഹരണം നടത്തും, ചിട്ടികൾ പുനഃസ്ഥാപിക്കും. ഇതെല്ലാം പുനഃസ്ഥാപിച്ച് വളരെ വേഗം തന്നെ അത് പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നുണ്ട്. അത് നടപ്പാക്കുകയും ചെയ്യും. അക്കാര്യത്തിലൊരു തർക്കമില്ല. അപ്പോൾ സഹകരണ ബാങ്കിന്റെ കാര്യത്തിലും ഉടൻ തന്നെ എത്രയും വേഗം നടപടികൾ സ്വീകരിക്കുമെന്നാണ് സ്വീകരിച്ചു വരുന്നുണ്ട്. ഓക്കെ, നമുക്കിനി അടുത്ത ഘട്ടത്തിലേക്ക് ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാൻ അവിടെ പറഞ്ഞു വന്ന്, റോഡുകളെ സംബന്ധിച്ച് ഇപ്പോൾ കനാൽ റോഡുകൾ അത് എല്ലായിടത്തും നടത്തുന്നത് MVAPയിൽ NOCക്കുള്ള അപേക്ഷ വെച്ച് NOC വാങ്ങിയാണ് റോഡുകളുടെ വികസനം നടക്കുക. അത് പഞ്ചായത്തിൻ്റെ ഫണ്ട് കൊണ്ടാകാം, MLAയുടെ ഫണ്ട് കൊണ്ടാവാം, MP യുടെ ഫണ്ട് കൊണ്ടാകാം, മറ്റേതെങ്കിലും ഫണ്ട് സ്വരൂപിച്ചാണെങ്കിലും അങ്ങനെയാണ് കനാൽ റോഡുകൾ വികസിപ്പിച്ച് വരുന്നത് ബാക്കി എല്ലായിടത്തും. അത്തരത്തിലുള്ള NOC വാങ്ങാൻ കുമാരമംഗലം പഞ്ചായത്തിന് മാത്രമായിട്ട് ഒരു തടസ്സം ഉണ്ടാകേണ്ട കാര്യമില്ല. അദ്ദേഹം ഒരു മിനിറ്റ്, അദ്ദേഹം എന്താണ് ചോദിക്കാനുള്ളത്? ചോദിച്ചോളൂ. ആരോടാണ് ചോദ്യം? എല്ലാവരോടും കൂടെയാണ്, പ്രതിനിധികളോട് എല്ലാവരോടും കൂടെയാണ്. ചോദിച്ചോളൂ. ഓക്കെ. കുമാരമംഗലം പഞ്ചായത്തിൽ ഒരു PHC ഉള്ളൂ. ആ ഒരു PHCക്ക് 6.5 കൊല്ലം മുമ്പ് കുടിവെള്ളം, ഒരു തുള്ളി വെള്ളം കിട്ടാത്തൊരവസ്ഥയുണ്ടായിരുന്നു. ആ അവസ്ഥയ്ക്ക് ഒരു സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ ഒരു വർഷത്തിനുള്ളിൽ മാറ്റി കൊടുക്കാമെന്ന പേരിൽ ഒരു മോട്ടർ കൊണ്ടുവച്ച് വെള്ളം എടുത്തു. ഇന്നും ആ വെള്ളം ആണ് ഉപയോഗിക്കുന്നത്. 2020-21 വർഷത്തിലെ 10 ലക്ഷം രൂപ അതിന് കുടിവെള്ളത്തിന് വേണ്ടി അനുവദിച്ചിരുന്നു. അതിന് പ്രൊജക്റ്റ് സാങ്ഷൻ കൊടുത്തതാണ്. ആ ഫണ്ട് അവിടെ പോയി. അത് ഇന്നും ആ ആളുടെ വീട്ടിൽ നിന്നാണ് ഇന്നും വെള്ളം പമ്പ് ചെയ്യുന്നത്. അത് ഇത്രയും ദുഷ്കരമായ ഒരവസ്ഥ
ചെറുതല്ല അത്. കുമാരമംഗലം പഞ്ചായത്തിലെ ഒരു PHC ഉള്ളൂ, അതിലേക്കുള്ള വെള്ളം ലഭ്യമാക്കുന്നത് ഈ രീതിയിലാണ്. അതിന് മറുപടി പറയണം. ഈ PHCയിലുള്ള വെള്ളത്തിന്റെ ഒരു 10 ലക്ഷം രൂപ അനുവദിച്ചിരുന്നതാണ്. പക്ഷെ ഇപ്പോഴും ആ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്നുള്ള വെള്ളം തന്നെയാണ് എടുക്കുന്നതെന്നാണ് പറയുന്നത്. ഫണ്ട് വന്നു കഴിഞ്ഞാൽ ആ വാർഡിലെ മെമ്പർ അത് ഉത്തരവാദിത്തോടുകൂടി, കാരണം ഇപ്പം ഞാനിപ്പം എൻ്റെ വാർഡിലാണ് FSA സ്കൂള് ഒക്കെ ഇരിക്കുന്നത്. അപ്പോൾ അവിടെ മറ്റു വാർഡിലെ മെമ്പർമാരെക്കാൾ കൂടുതലായിട്ട് ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കണം. ഇപ്പോൾ സ്കൂള് നന്നാക്കണം. അപ്പോൾ അടുത്ത വാർഡിലെ മെമ്പർക്കാർ ഉത്തരവാദിത്തമുണ്ട്, എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. പക്ഷേ ആ വാർഡിലെ മെമ്പർ ഇപ്പോൾ ഞങ്ങളുടെ വെൽനസ് സെൻ്റർ ഉദ്ഘാടനം ചെയ്തു. അതിൻ്റെ എല്ലാ പ്രവർത്തനവും അതിലേക്ക് വരുന്നത്. അപ്പം ആ വാർഡിലെ മെമ്പർ ഇനിഷ്യേറ്റീവ് എടുത്ത് കൃത്യമായിട്ട് അതിൻ്റെ പദ്ധതികൾ നടപ്പാക്കാനുള്ള ശ്രമം നടത്തിയില്ലെങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഏത് വാർഡിൽ ആര് ജയിപ്പിച്ചാലും ആ വാർഡിലെ മെമ്പർക്കാണ് അത് കൂടുതൽ ഉത്തരവാദിത്വം. അത് പഞ്ചായത്തിൻ്റെതായ എല്ലാ ശ്രമങ്ങളും അതിനകത്തുണ്ടായിരുന്നു. അത് നടന്നിട്ടില്ലെങ്കിൽ ഈ ഭാവിയിൽ എന്താണ് നടത്താനുള്ള ശ്രമം പഞ്ചായത്തിന്റെ ഭാഗത്തുണ്ടാവും. വേറെ ഫണ്ട് ഉണ്ടാവുമല്ലോ, വേറെ ഫണ്ട് കിട്ടുമല്ലോ. പഞ്ചായത്തിലെ വാർഡ് മെമ്പറാണ് ഉത്തരവാദി. പഞ്ചായത്ത് ഭരണസമിതിക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല ഇതിലൊന്നും. പിന്നെ എന്തിനാ ഭരണസമിതിക്ക് ഉത്തരവാദിത്തമില്ല? അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന കാര്യത്തിൽ മുൻകൈ എടുക്കേണ്ടത് ആ വാർഡിലെ മെമ്പറാണ്. വാർഡിലെ മെമ്പറുടെ ഉത്തരവാദിത്വ കുറവാണ് സർക്കാരിന്റെ പ്രധാനപ്പെട്ട കാരണം. മുൻകൈ എടുക്കേണ്ടത് ഭരണസമിതിയാണ്. ഭരണസമിതി നിങ്ങളാണ് ഭരണസമിതി. അതിൽ അപായതനുണ്ടെങ്കിൽ പരിഹരിക്കണം, ആ ശ്രദ്ധയപ്പെടുത്തണം. അല്ലാതെ ഭരണസമിതിക്ക് ഒരു ഉത്തരവാദിത്വമില്ല. കുഴപ്പം വന്ന മെമ്പറുടെ അങ്ങനെയല്ലാതെ എന്ത് നിങ്ങൾ ചെയ്തു, അതാണ് പ്രശ്നം. കുടിവെള്ളത്തിന്റെ കാര്യം പറഞ്ഞോളൂ. BJP പ്രതിനിധി പറഞ്ഞോളൂ. ഈ കുടിവെള്ളത്തിന്റെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്, നമ്മളുടെ ആശുപത്രിയിൽ വെള്ളം ഇല്ലാതിരുന്ന സമയത്ത് തൊട്ടടുത്ത വീട്ടിൽ വെള്ളം അവരുടെ വീട്ടിൽ ചെന്ന് ചോദിച്ചു, അവർ വെള്ളം തരാമെന്ന് പറഞ്ഞു. അത് 1 വർഷത്തിനകം അവിടെ നിന്ന് മാറ്റി സ്ഥാപിക്കണമെന്നും പറഞ്ഞു. മോട്ടർ എടുത്തോണ്ട് പോകണമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ജില്ലാ പഞ്ചായത്തിൽ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അന്ന് മനോജായിരുന്നു ജില്ലാ പഞ്ചായത്ത് അംഗം. അദ്ദേഹം നമുക്ക് 10 ലക്ഷം രൂപ അനുവദിച്ചു തന്നിരുന്നു. അപ്പം നമുക്ക് ഫണ്ട് വന്ന സമയത്ത് നമുക്ക് കിണർ കുത്താൻ സ്ഥലമില്ലായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ നാറാണത്തെ ജോയിച്ചേട്ടൻ കണ്ടം തരാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോഴേക്കും ആ ഭരണസമിതിയുടെ കാലഘട്ടം കഴിഞ്ഞു പോന്നു. അതിനുശേഷം ഞാൻ പാലിയേറ്റീവിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പല വാർഡുകളിലും പോകുമായിരുന്നു. പക്ഷേ ആ വാർഡിൽ മാത്രം പോകുമ്പോൾ അവർക്ക് പ്രശ്നങ്ങളുണ്ടായിരുന്നു. വാർഡിൽ പോകാൻ പറ്റില്ല, എൻ്റെ വാർഡിലെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാം എന്നൊരു വിധി വന്നു. അതിനുശേഷം ഞാൻ പോകുമായിരുന്നു എങ്കിൽ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഞാൻ ഇടപെടാറില്ല. അല്ലെങ്കിൽ നമുക്ക് സ്ഥലം കണ്ടെത്തി ആ കിണർ താത്തി അവിടെ മോട്ടോർ വെക്കാനുള്ള ഒരു സൗകര്യം എടുക്കാമായിരുന്നു. ആശുപത്രിയുടെ ഭരണാധികാരം ആർക്കാണ്? മെമ്പർക്കാണോ ചോദിച്ചോളൂ. പഞ്ചായത്ത് ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. പഞ്ചായത്ത് ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ബാധ്യസ്ഥ. അടുത്ത ചോദ്യത്തിലേക്ക് ചോദിച്ചോളൂ. ഒരു ഭരണസമിതി തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് കഴിഞ്ഞാൽ ഓരോ മെമ്പർമാരും അതാദ്യം തന്നെ വൈസ് പ്രസിഡന്റ് ബോധ്യപ്പെടും, അറിയാൻ മേടിക്കാൻ മനസ്സിലാക്കുക. പഞ്ചായത്താണ് ടോപ്പ് 1. പിന്നെ നമ്മുടെ ഇവിടെ സുഹൃത്ത് പറഞ്ഞു അല്ലസർ വന്നു, മെഡിക്കൽ കോളേജ്, വില്ലേജ് ഷാപ്പ് വന്നു. എന്നൊക്കെ നാണമുണ്ടോ പറയാൻ? നിങ്ങളുടെ പഞ്ചായത്ത് എന്തെങ്കിലും പടി തരണ്ടോ? നാണമുണ്ടെങ്കിൽ ഉളുപ്പില്ലാത്ത എന്തിനിങ്ങനെ പറയണങ്ങൾ? ഇവിടെ എത്ര വർഷം പറഞ്ഞത് ഈ അല്ലസർ സജി അറിയാലോ. ഓക്കെ, വെളിവില്ലാണ്ട് പറയരുത്. ഈ വില്ലേജ് സ്കൂള് വില്ലേജ് സ്കൂളുകള് പിന്നെ വേറെ ഇവിടെ UDFന്റെ ഭരണകാലത്ത് ഒരു വികസന പ്രവർത്തനവും വന്നിട്ടില്ല എന്ന് ആള് പറഞ്ഞതിന്റെ മറുപടിയാണ് അവിടെ പറഞ്ഞത്. സൗകര്യം മറ്റുള്ള പഞ്ചായത്തുകൾക്ക് ഏറ്റവും കൂടുതൽ കനാലിന്റെ റോഡ് MP MLA നിങ്ങളെ സാഹചര്യത്തിൽ നിങ്ങളെ ഫണ്ട് നിങ്ങൾ പോകേണ്ട കിട്ടില്ല. നിങ്ങൾ ചെയ്തവന്റെ കാര്യം മെമ്പർമാരുടെ കാര്യമില്ല. പഞ്ചായത്ത് കിടന്ന് ഉറങ്ങിയിട്ട് കാര്യമില്ല. പ്രസിഡന്റ് ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26 മൈൽ, കാഞ്ഞിരപ്പള്ളി. സ്വർണം പണയം വെച്ചിട്ട് തിരിച്ചെടുക്കാൻ പ്രയാസപ്പെടുകയാണോ? അല്ലെങ്കിൽ ലേലത്തിൽ പോകുമോ എന്ന ആശങ്കയുണ്ടോ? കയ്യിലെ സ്വർണത്തിന് എവിടെ മികച്ച വില ലഭിക്കുമെന്നറിയാതെ വിഷമിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ ഉടൻ ആലപ്പാട് ഗോൾഡിലേക്ക് വിളിക്കൂ. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾക്ക് മാർക്കറ്റിലെ അതാത് ദിവസത്തെ വില ഇവിടെ ലഭിക്കും. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും എത്ര പഴയതായാലും ആലപ്പാട് ഗോൾഡ് അന്നുള്ള ദിവസത്തെ മാർക്കറ്റ് വില നൽകി സ്വർണം തിരിച്ചെടുക്കുന്നു. GPay, RTGS, NEFT, ചെക്ക് എന്നിവയുടെ സൗകര്യവും ഉണ്ട്. പണത്തിന്റെ ടെൻഷൻ വേണ്ട. ആലപ്പാട് ഗോൾഡ് നിങ്ങളുടെ സ്വർണത്തിന് വിപണിയിലെ ഏറ്റവും ഉയർന്ന വില നൽകുന്നു.
2001 മുതൽ കേരളത്തിലെ നമ്പർ 1 ഓൾഡ് ഗോൾഡ് പർച്ചേസ് ഷോപ്പായ ആലപ്പാട് ഗോൾഡ് സാധാരണക്കാരെ സഹായിക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നു. ജനസേവനമാണ് നമ്മുടെ ലക്ഷ്യം. വിശ്വാസത്തോടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാൻ ആലപ്പാട് ഗോൾഡിനെ സമീപിക്കാം. ഞങ്ങൾ സ്വർണത്തിന് യഥാർത്ഥ മൂല്യം നൽകുന്നു. ഞങ്ങളുടെ സ്ഥാപനങ്ങൾ മുണ്ടക്കയം KK റോഡിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അടുത്ത് അജ്ഫ ബേക്കേഴ്സ് ബിൽഡിംഗിലും കറുകച്ചാലിൽ മല്ലപ്പള്ളി റോഡിലുള്ള ഫെഡറൽ ബാങ്ക് ബിൽഡിംഗിലും പ്രവർത്തിക്കുന്നു. അതുകൂടാതെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മുടെ സർവീസ് ലഭ്യമാണ്. സ്വർണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇനി ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ നമ്പറിലേക്ക് ഒരു ഫോൺ കോൾ മതി. ആലപ്പാട് ഗോൾഡ് നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ അടുത്തെത്തും. ആലപ്പാട് ഗോൾഡ് എന്നും നിങ്ങളോടൊപ്പം. Mother soothes, Mother cares, Mother protects, Mother finds always reason to smile. Mother stands up for you for everything. Mary Queen's Mission Hospital, Kanjirappalli, Kottayam. We care, God cures. Introducing South India's largest sanitary ware showroom, now in Pala. Welcome to Cochin Saniwares, where luxury meets innovation. Here, every leading sanitary ware brand has its own exclusive space, designed to bring their world to life. Step inside and experience the future of your home, with real-time previews that let you see exactly how your bathroom, kitchen, or living spaces will look before you decide. കൈകളുടെ അലങ്കാരങ്ങൾക്ക് പരിശുദ്ധ സ്വർണത്തിന്റെ പൊൻപ്രഭയേകാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ബാംഗിൾ ഫെസ്റ്റ്. സമാനതകളില്ലാത്ത ഏറ്റവും പുതിയ ഡിസൈൻ വളകൾക്കൊപ്പം ട്രഡീഷണൽ വളകളുടെ അത്യാകർഷകമായ കളക്ഷനുമായി ഒക്ടോബർ 17 മുതൽ 24 വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ വരൂ. മനസ്സിനിണങ്ങിയ സ്വർണം മിതമായ വിലയിൽ സ്വന്തമാക്കുന്നതിനൊപ്പം അലങ്കാരങ്ങളുടെ പൂർണ്ണത അനുഭവിച്ചറിയാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. മുരിക്കൻസ് ഗ്രൂപ്പിന്റെ MG ആൻഡ് ഫ്ലൈലൈൻ പ്രൊഡക്റ്റുകളിലേക്ക് ഏവർക്കും സ്വാഗതം. മോഹന വാഗ്ദാനങ്ങളിൽ ആകൃഷ്ടരാകാതെ ഉൽപ്പന്നത്തിന്റെ ഗുണനിലവാരവും വിൽപ്പനാനന്തര സേവനവും ഈ കാലഘട്ടത്തിൽ ഒരു ഉപഭോക്താവ് കരുതലോടുകൂടി ഉറപ്പുവരുത്തേണ്ടതാണ്. വിവിധതര ഉൽപ്പന്നങ്ങൾ അന്താരാഷ്ട്ര ഗുണനിലവാരത്തിൽ 30 വർഷത്തിന് മേൽ പ്രവർത്തന പാരമ്പര്യമുള്ള മുരിക്കൻസ് ഗ്രൂപ്പിന്റെ MG ആൻഡ് ഫ്ലൈലൈൻ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ ഈ ഫീൽഡിലെ എക്സ്പേർട്സിൽ നിന്ന് തന്നെ നിങ്ങൾ സ്വന്തമാക്കും. ഓൺ ഗ്രിഡ് അല്ലെങ്കിൽ ഓഫ് ഗ്രിഡ് സോളാർ പവർ പ്ലാന്റുകൾ, രാത്രി കാലങ്ങളിൽ വീടിന്റെ പരിസരവും ഗാർഡനുകളും അതിമനോഹരമാക്കുവാനുള്ള സോളാർ ഗാർഡൻ ലൈറ്റുകൾ, ബാറ്ററിലെസ് സോളാർ പവർ പ്ലാന്റുകൾ, ഹൈ വോൾട്ടേജ് ആൻഡ് ലോ വോൾട്ടേജിൽ നിന്ന് നമ്മുടെ ഗൃഹോപകരണങ്ങളെ സംരക്ഷിക്കുന്ന ഇലക്ട്രിക് പ്രൊട്ടക്ടറുകൾ, MG ബ്രാൻഡഡ് സോളാർ വാട്ടർ ഹീറ്ററുകൾ, കോൺസ്റ്റന്റ് വോൾട്ടേജ് ഔട്ട്പുട്ട് നൽകുന്ന MG സെർവോ വോൾട്ടേജ് സ്റ്റെബിലൈസറുകൾ, ഭക്ഷണപാനീയങ്ങളും മറ്റും കേടുകൂടാതെ സൂക്ഷിക്കുന്നതിനുള്ള ഡീപ് ഫ്രീസറുകൾ, ഹോസ്പിറ്റൽ മോർച്ചറി ചേംബറുകൾ, മൊബൈൽ മോർച്ചറികൾ എന്നിവ ഞങ്ങളുടെ വിശാലമായ ശ്രേണിയിൽപ്പെടുന്നു. മുരിക്കൻസ് ഗ്രൂപ്പിന്റെ ഈ പ്രൊഡക്റ്റുകളെ കുറിച്ച് അറിയുന്നതിനായി സന്ദർശിക്കൂ murikans.com അല്ലെങ്കിൽ solarkerala.com. പണ്ട് ആശുപത്രിയുടെ കാര്യം ഇപ്പോൾ പറഞ്ഞു, വെള്ളത്തിൻ്റെ പ്രശ്നം പറഞ്ഞത് 2020 ലാസ്റ്റാണ് നമ്മുടെ മനോജ് താങ്കപ്പം 10 ലക്ഷം രൂപ ആശുപത്രിക്ക് വെച്ചത്. ആ ആശുപത്രി വെച്ച് കഴിഞ്ഞാൽ ആ ഭരണം മാറി. രണ്ടാമത് വന്ന് LDF അവിടെ മെമ്പർ. ആ ഫണ്ട് അവിടെ വന്ന കാര്യം അറിയേണ്ടതും അത് ഉപയോഗിക്കേണ്ട ഏത് മെമ്പറായാലും ആണല്ലോ. ഏത് മെമ്പറായാലും അത് ചെയ്യേണ്ടത് ആ മെമ്പറാണ്. ആ മെമ്പർ എന്ത് ചെയ്തു?
അത് ഞാൻ വൈസ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിന് 2 പ്രാവശ്യം പറഞ്ഞു ഫണ്ട് ലാപ്സായി പോവും, ഈ കുടിവെള്ളം എത്തിക്കണം എന്ന് പറഞ്ഞു. മെമ്പർ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തില്ല എന്നാണോ പറയുന്നത്? 100%. ഒരു മെമ്പർ അത് എടുത്തായിരുന്നെങ്കിൽ ആ 10 ലക്ഷം രൂപയ്ക്ക് അവിടെ കുടിവെള്ളം എത്തിക്കാമായിരുന്നു. രണ്ടാമത്തെ കാര്യം, ആ 26 ലക്ഷം രൂപ ഞാൻ വൈസ് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് ആ ഹോസ്പിറ്റലിന് അനുവദിച്ചത്. അതിനു മുമ്പ് കഴിഞ്ഞ ഭരണസമിതി കാലത്താണ് അത് പണിത്. ആ ഫണ്ട് കറക്റ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്ത് ശരിക്കും ടെൻഡർ ഇട്ട് വർക്ക് ചെയ്ത് മെമ്പർ എൻ്റെ ഫണ്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നും പറഞ്ഞ് ചെയ്തിരുന്നെങ്കിൽ ആ കാലഘട്ടം തീരുന്നതിന് മുമ്പ് തീർത്തുമായിരുന്നെങ്കിൽ ആ ആശുപത്രി പണിതേനെ. പറയട്ടെ ഒരു കാര്യം കൂടി, ആ പൈസ CPM-ൻ്റെ അലിയുടെ വാർഡിൽ സ്കൂളുകൾക്ക് അനുവദിച്ചു. CPM-ൻ്റെ വാർഡിൽ അലിയുടെ സ്കൂളിൽ അനുവദിച്ചു. കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റ് സിബിൻ്റെ വാർഡിൽ അനുവദിച്ചു. അങ്ങനെ ഉഷാ രാജശേഖരൻ്റെ വാർഡിൽ കൊടുത്തു. ഇത് തീർക്കണ്ടേ, മെമ്പർക്ക് ഉത്തരവാദിത്തമുണ്ട്. അതൊന്നും ചെയ്തില്ല. അതുപോലെ ആ ഹോസ്പിറ്റലിൽ രണ്ടാമത് അനുവദിച്ച 10 ലക്ഷം രൂപയുണ്ട്. ആശുപത്രിയുടെ ഗ്രൗണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ചെന്നാൽ കാണാം. ആ വാർഡിലെ ആശുപത്രിയിൽ കട്ട നിരത്തിയിട്ടുണ്ട്. ആ കട്ട മുഴുവൻ ഇളകി കിടക്കുക. അത് 16 ലക്ഷം രൂപ ഉണ്ടായിട്ട് ഇനി 10 ലക്ഷം പോയി, ഇനി 6 ലക്ഷം ഉള്ളൂ എന്നാണ് ഞങ്ങൾക്ക്. അത് മെമ്പർ ചെയ്യണം. മെമ്പർ ആരായാലും അതിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ മെമ്പർ ചെയ്യണം. അതുപോലെ തന്നെ 6 ലക്ഷം രൂപയല്ല, ഇനി പൈസ വെക്കേണ്ടതാ. വിയോജനക്കുറിപ്പ് എനിക്ക് എൻ്റെ സ്നേഹിതനാണ് 3 ലക്ഷത്തില് 1.5 ലക്ഷം എടുത്തപ്പോൾ വിയോജനക്കുറിപ്പ് എഴുതുക ഇളവുണ്ടാക്കിയ ആൾ അലി പൊക്കി പറയുന്നല്ല, അദ്ദേഹം വെള്ളമുണ്ടാക്കി. എന്തുകൊണ്ട് മെമ്പർ ചെയ്തില്ല? ഈ പൈസ മാറ്റിക്കൊണ്ട് പോകുമ്പോൾ മെമ്പർക്ക് പറയാം. ഈ പാർട്ടിക്കാരില്ലേ, പാർട്ടിക്കാരുണ്ടല്ലോ. അതുപോലെ തന്നെ ഒറ്റ കാര്യം, എൻ്റെ വാർഡില് 13-ാം വാർഡില് 12-ാം വാർഡില് ഒരു ഫ്ലഡിന്റെ ഫണ്ട് വന്നു. ഈ സാർ ഉൾപ്പെടെ ആ ഫണ്ട് വന്ന് കൊറോണ പിടിച്ച് കിടക്കുമ്പോണ്ടല്ലോ ആ റോഡ് നടത്താതിരിക്കാൻ വേണ്ടി ആ ഫ്ലഡിന്റെ ഫണ്ട് തള്ളിക്കളഞ്ഞ സാറായിരിക്കണേ. അടുത്ത ചോദ്യം ആരോടാണ് ചോദിക്കാനുള്ളത്? എനിക്ക് UDF പ്രതിനിധികളാണ് ചോദിക്കാൻ. UDF പ്രതിനിധി ചോദിച്ചോളൂ. മൃഗാശുപത്രിയും ഉദ്ഘാടനം 100% പൂർത്തിയാക്കിയെന്ന് വൈസ് പ്രസിഡന്റ് പറയുന്നു. UDFന്റെ പ്രതിനിധി പറഞ്ഞു 90%. ആര് പറഞ്ഞാൽ ശരി, അതിന്റെ ഫ്രണ്ടിലായിട്ട് ഒരു പുതിയൊരു കിടങ്ങുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് എന്തിനാന്നും കൂടെ പ്രതിനിധികളൊന്ന് പറഞ്ഞു തന്നാൽ കൊള്ളായിരുന്നു. അതാണ് വേസ്റ്റ് മാനേജ്മെന്റ് ഭാഗമായിട്ട് നമുക്ക് ഞാൻ അവിടെ പ്രധാനമായിട്ട് ചെയ്യേണ്ട ഒരു പണിയാണ്. അപ്പോൾ അത് 4 റിങ് വെച്ച് അത് മൂടി ഒരു പൈപ്പ് ഇട്ട് കഴിഞ്ഞാൽ അവിടുത്തെ വെള്ളത്തിന്റെ മാനേജ്മെന്റിനുള്ള സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത്. ഈ പണി പൂർത്തിയാകാത്തതിനെ പറ്റിയിട്ട് ഒരുപാട് ആരോപണങ്ങൾ വരുന്നുണ്ട്. നമ്മുടെ കൃഷിഭവന്റെ നേരെ മുമ്പിൽ കാണുന്നുണ്ട്. അവിടെ ചെന്ന് നോക്കുക, അവർക്ക് എന്ത് അടിസ്ഥാന സൗകര്യക്കുറവാണ് ഉള്ളത് എന്ന് നോക്കുക. അതല്ലേ പറഞ്ഞേ, നമ്മൾ ബിൽഡിങ്ങിന്റെ കാര്യം പറഞ്ഞില്ല. ആ കൃഷിഭവൻ നേരെ കാണാൻ പാടില്ല, അവിടെ 100% തീർന്നു. അവർക്ക് ആവശ്യമുള്ള എല്ലാ അടിസ്ഥാന ഫാന്, കറണ്ട് അടക്കം, കമ്പ്യൂട്ടർ അടക്കം എല്ലാം വെക്കാനുള്ള സൗകര്യങ്ങൾ അവിടെ തീർന്നു. പണി കഴിഞ്ഞു. മൃഗാശുപത്രി മുകളിലേക്ക് ഞങ്ങൾ കെട്ടിടം ഉദ്ഘാടനം ചെയ്തിട്ടില്ല. ഞങ്ങള് പഞ്ചായത്തിന്റെ ഫണ്ട് വെറുതെ വേസ്റ്റ് ആക്കാണ്ട് ഈ നാട്ടിലെ പഞ്ചായത്തിന്റെ ഏറ്റവും അങ്ങേ മൂലയിരിക്കുന്ന സ്ഥാപനം സെന്ററിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഏറ്റവും സ്പീഡിൽ ചെയ്തത്. അല്ലെങ്കിൽ 2 മാസത്തേക്ക് വാടക വെറുതെ കൊടുക്കണം. ആൾക്കാർക്ക് അസൗകര്യം. ഇതിപ്പം കൃഷി ഭവനിൽ ചെന്ന് നോക്ക്, അവർക്ക് എന്ത് അസൗകര്യമുണ്ട് നിങ്ങൾ അന്വേഷിച്ചിട്ട് പറ. നമ്മൾ ഇനി അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. ഒരു നിമിഷം അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. അവസരം തരാം. അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. ഇനി ഒരു അടുത്ത ഭരണം, ഇപ്പൊ അടുത്ത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ അടുത്ത വർഷം നിങ്ങൾക്കൊരു ഭരണം ലഭിച്ചാൽ എന്തൊക്കെ കാര്യങ്ങൾ പുതുതായിട്ട് ചെയ്യാൻ സാധിക്കും? ഞങ്ങൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് ഏതൊക്കെ മേഖലകളിൽ? വിദ്യാഭ്യാസ മേഖലയിൽ അത്യാവശ്യം സ്കൂളുകൾക്ക് എല്ലാ സൗകര്യമായിട്ട് 1 കോടി രൂപയിൽ മുകളിൽ പഞ്ചായത്ത് പഠിക്കണം. 3 സ്കൂളും. അത് പഞ്ചായത്തിൽ കുട്ടികൾക്ക് അവരുടെ രാഷ്ട്രീയമോ മതമോ ജാതിയോ ഞങ്ങൾക്ക് വിഷയമല്ല. പഞ്ചായത്തിൽ ഏത് പാർട്ടി ഭരിക്കുന്ന വിഷയമല്ല. 3 സ്കൂളും വളരെ മനോഹരമായിട്ട് നിങ്ങൾക്ക് പോയി പരിശോധിക്കാം. അതുപോലെ അത് ഡിജിറ്റലൈസ് ചെയ്തു. ഇനി അടുത്ത് ചെയ്യാൻ പോകുന്ന ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് നമ്മുടെ ഹോസ്പിറ്റലായിരിക്കും. അടുത്ത പ്രാവശ്യം ഭരണസമിതി വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ, അതായത് കഴിഞ്ഞ UDF ഭരണസമിതി കാലത്ത് 1 കോടി രൂപ മുകളിൽ ഫിജോബ് സാർ തന്നാണ് അവിടെ ഏറ്റവും മനോഹരമായിട്ട് അത് ശരിയാക്കാൻ പ്രവർത്തിക്കാൻ സാധിച്ചത്. കായിക മേഖലയിൽ എന്തൊക്കെ വികസനം കൊണ്ടുവരാൻ? കായിക മേഖലയിൽ ഞങ്ങളുടെ അടുത്തൊരു സ്റ്റേഡിയം കുറിച്ചാണ് ആലോചിക്കുന്നത്. പഞ്ചായത്തിന് ഓൺ ഫണ്ട് ഉണ്ടായി കഴിഞ്ഞാൽ, ഓൺ ഫണ്ട് ഉണ്ടാവും. അടുത്ത വർഷം നമുക്ക് ഈ വലിയ സ്ഥാപനങ്ങളോട് വരുമ്പോൾ നമുക്കെല്ലാം അതിന് ടാക്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിന് ഇൻഫ്രാസ്ട്രക്ചർ ഉള്ളതുകൊണ്ടും ഇവിടെ അതിനുള്ള സൗകര്യങ്ങൾ പഞ്ചായത്ത് ചെയ്തു കൊടുക്കുന്നുള്ളതാണ് വലിയ വലിയ സ്ഥാപനങ്ങൾ കൊണ്ട് വരുന്നത്. അതുപോലെ പുതിയ വീടുകൾ വരുമ്പോൾ ടാക്സ് അടക്കം പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വൻ ഫണ്ട് ഉണ്ടാവും. പുതിയ സ്റ്റേഡിയമാണ് ഞങ്ങളുടെ സ്വപ്നം. അടുത്ത വിദ്യാഭ്യാസ രംഗത്ത് ഇനി മറ്റു സ്കൂളുകൾക്കും നമ്മുടെ പഞ്ചായത്ത് സ്കൂളുകൾ 3 ഡിജിറ്റലൈസ് ചെയ്ത് അത്യാവശ്യം സൗകര്യങ്ങൾ ഏത് സ്കൂളിനോട് കടപിടിക്കുന്ന രീതിയിലാക്കിയിട്ടുണ്ട്. ഇനി മറ്റു സ്കൂളുകൾക്കും ടോയ്ലറ്റ് അടക്കമുള്ള സൗകര്യങ്ങൾ ചെയ്യുന്നതിനുള്ള ശ്രമം കാർഷിക മേഖല ഇനി അടുത്തൊരു ഭരണസമിതി വന്നു കഴിഞ്ഞാൽ മുഴുവൻ കൃഷിക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് അവരുടെ നെൽപ്പാടങ്ങൾ
പഞ്ചായത്ത് ഏറ്റെടുത്തുകൊണ്ട്, പഞ്ചായത്ത് ഏറ്റെടുക്കുകയല്ല, പഞ്ചായത്തുമായിട്ട് ധാരണ ഉണ്ടായിക്കൊണ്ട് കൃഷി ചെയ്യാൻ താല്പര്യമുള്ള കൃഷിക്കാരെ സംഘടിപ്പിച്ച് അവരെ ഏൽപ്പിക്കുവാനുള്ളൊരു ശ്രമം ശക്തമായിട്ട് അടുത്ത ഭരണസമിതി കാലത്ത് ഉണ്ടാവും. അതിനുള്ള ശ്രമം തീർച്ചയായിട്ടും ഉണ്ടാവും. അതുപോലെ ഫ്രൂട്ട്സ് കൃഷി, അതിൽ നമുക്കറിയാം ഇപ്പം ഈ പറയുന്ന ഫ്രൂട്ട്സ് ഒരു പരിധി കഴിഞ്ഞാൽ നമുക്ക് കുരുമുളക്, അതുപോലെ സുഗന്ധവ്യഞ്ജനം അടക്കമുള്ള കൃഷി പ്രോത്സാഹിപ്പിക്കാനും മാതൃകാ തോട്ടങ്ങൾ പഞ്ചായത്തിൽ 3-4 ഒരു വാർഡിൽ ഒരെണ്ണെങ്കിലും മാതൃകാ തോട്ടം ഉണ്ടാക്കി അത് കണ്ടുകൊണ്ട് ആളുകൾക്ക് കൃഷിയിലേക്ക് ആകർഷിക്കുവാനും ചെറിയ സ്ഥലത്ത് നിന്ന് കൂടുതൽ ഉൽപ്പാദിപ്പിച്ച് മീൻ അടക്കം കൂണടക്കം ഉള്ള കൃഷികളിലേക്ക് ആളുകളെ തിരിക്കാനും ഒരു പിൻബലം കൊടുക്കാൻ പഞ്ചായത്ത് വരുന്ന ഭരണസമിതി 100% പ്രതിജ്ഞാബദ്ധമായിരിക്കും. ഓക്കെ, അടുത്തത് പ്രതിപക്ഷത്തിലേക്ക് കടക്കാം. ഇപ്പോൾ നമ്മൾ ഭരണപക്ഷത്തിന്റെ പോരായ്മകളെല്ലാം നിങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ അടുത്ത് നിങ്ങൾക്കൊരു ഭരണം ലഭിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ഈ പോരായ്മകൾ നികത്തുമോ, പുതിയത് എന്തൊക്കെ കൊണ്ടുവരും? ഞങ്ങളെ സംബന്ധിച്ച് ആദ്യം 1-2 പറഞ്ഞതിനൊരു പോയിന്റ് പറയണം. ഇപ്പോൾ 100% 2ാം നില പൂർത്തിയായെന്ന് പറയുമ്പോൾ നിങ്ങൾ ബഹുമാനപ്പെട്ട ചാനലുകാർ ഒന്ന് കയറി വീക്ഷിച്ചു പോകുന്നത് നല്ലതായിരിക്കും. അതാണ് സംഭവം. പിന്നെ സ്കൂളിൻ്റെ വികസനം പറഞ്ഞപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ പൊതുവിദ്യാഭ്യാസ ഇതോടനുബന്ധിച്ച് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങൾക്കും നല്ലൊരു ശതമാനം ഫണ്ട് കൊടുത്തിട്ടുണ്ട്. ആ ഫണ്ടൊന്നും ഒരു കാരണവശാലും ഒരു പഞ്ചായത്ത് ഭരണസമിതിയുടെ അനുമതിയുടെ ആവശ്യമില്ല. ഇപ്പോൾ പറഞ്ഞില്ലേ, കേരള കോൺഗ്രസിൻ്റെ സ്കൂൾ, CPM-ൻ്റെ സ്കൂൾ, BJP-യുടെ സ്കൂൾ അല്ല. ഞാൻ പറഞ്ഞത് കേരള സംസ്ഥാന സർക്കാർ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ മുന്നോടിയായിട്ട് അത് എല്ലാ മേഖലയിലും അതുണ്ട്. അപ്പോൾ ആ മേഖലകളിൽ ഇവർ പറഞ്ഞത് പഞ്ചായത്ത് ഭരണസമിതി UDF ഒരു ജോലി അത് ചെയ്തേ പറ്റുള്ളൂ. നമ്മളിപ്പോൾ ഇവർ പറഞ്ഞു ഇനി കാർഷിക മേഖല ഉൾപ്പെടുത്തുന്നു. കാർഷിക മേഖലയ്ക്കും ആരോഗ്യ മേഖലയ്ക്കും വിദ്യാഭ്യാസ മേഖലയ്ക്കും റോഡ് ഗതാഗതത്തിനും ടൂറിസത്തിനും ഇപ്പോൾ ഇവർ പറഞ്ഞാൽ നമ്മുടെ വാരാനം പഞ്ചായത്തിൽ ഒരു ആനപ്പാറ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ടൂറിസം പദ്ധതി വളരെ മെച്ചമായിക്കൊണ്ട് നമുക്കൊരു പദ്ധതി ഫണ്ട് കിട്ടും ടൂറിസംകാർ. ഇപ്പോഴും നല്ല സ്ഥലത്ത് തൊട്ട് കോളേജിലെ കുട്ടികൾ പോകുന്നുണ്ട്. നിങ്ങൾ അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഈ മേഖലയിലൊക്കെ വികസനം കൊണ്ടുവരുമോ? ഞങ്ങൾ ഈ പറയുന്ന സംസ്ഥാന സർക്കാരിൻ്റെ ഇപ്പോൾ കൊണ്ടുവന്ന 600 പരിപാടികൾ ഇപ്പോൾ പറഞ്ഞില്ലേ. ഇനി വീടില്ലാത്തവർ ഇനി ലിസ്റ്റുണ്ട്. ഭൂരഹിത ഭവനരഹിതരുണ്ട്, അവരെ കണ്ടെത്തണം. പൊതുശ്മശാനം ആവശ്യമാണ്. വിദ്യാഭ്യാസ മേഖല ഇനിയും മെച്ചപ്പെടുത്താനുണ്ട്. ഇപ്പോൾ സർക്കാർ സ്കൂളുകൾക്ക് കൊടുത്താതെ വ്യവസായ മേഖലയിൽ വ്യവസായങ്ങൾ ഇവിടെ ഒന്നും തുടങ്ങിയിട്ടില്ല. അത് പൊതുമേഖല കണ്ടെത്തേണ്ട വ്യവസായങ്ങൾ തുടങ്ങും. അപ്പോൾ പൊതുജനങ്ങൾക്ക് എന്താണ് ആവശ്യം അത് സർക്കാരിനെ ഉദ്ധരിച്ചുകൊണ്ട് ഫണ്ടുകൾ വിനിയോഗിച്ച് പൊതുജീവന സംഘത്ത് ഞങ്ങൾ മുന്നിൽ നിൽക്കുന്നുണ്ട്. ഓക്കെ, അടുത്തത് അങ്ങയിലേക്ക് UDF പ്രതിനിധിയിലേക്ക് വരാം. എന്തൊക്കെ പുതിയതായിട്ട് ഇതുവരെ വരാത്ത ഇല്ലെങ്കിൽ പുതിയതായിട്ട് എന്തൊക്കെ വികസനങ്ങൾ കൊണ്ടുവരും അടുത്ത ഭരണം ലഭിച്ചാൽ? അടുത്ത ഭരണം UDF-ന് കിട്ടുമെന്നുള്ള ഉറപ്പാണ്. UDF-ന് കിട്ടിയാൽ ടൂറിസം രംഗത്ത് നമ്മൾ ഇപ്പം ബഹുമാനപ്പെട്ട അലിവമ്പർ പറഞ്ഞ പോലെ ഇവിടെ കുമാരമംഗലം പഞ്ചായത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് ഒരു മേഖലയാണ്. ആ മേഖലയുടെ വികസനത്തിന് വേണ്ടി UDF ഭരണസമിതി വളരെ ആത്മാർത്ഥമായി പരിശ്രമിക്കും. അത് ഒത്താൽ നമ്മളത് ഏറ്റവും അടുത്ത കാലഘട്ടത്തിൽ തന്നെ അത് ചെയ്യും. അതുപോലെ തന്നെ ഈ പഞ്ചായത്തിൽ കായികതര പ്രതിഭകളുടെ വികസനത്തിനൊരു മിനി സ്റ്റേഡിയം ഇവരുടെ ഉള്ള കുട്ടികളുടെ കായികപരമായ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു മിനി സ്റ്റേഡിയം അനുയോജ്യമായ സ്ഥലം കണ്ടെത്തി അതിനുവേണ്ട ക്രമീകരണങ്ങൾ പഞ്ചായത്ത് ഭരണസമിതിയുടെ ആദ്യ തീരുമാനങ്ങൾ ഒന്നായിരിക്കും. കാരണം പല നിവേദനങ്ങളും കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ റോഡുകൾ, ഈ കുമാരമംഗലം പഞ്ചായത്തിൻ്റെ കിഴക്ക് ഭാഗത്തൂടെ കടന്നു പോകുന്ന മൂവാറ്റുപുഴ തേനി സംസ്ഥാന പാത ബഹുമാനപ്പെട്ട MLA-യുടെ വികസന ഫണ്ടിൽ നിന്ന് 6 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ആ പണി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുവാനുള്ള പരിശ്രമം പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. മറ്റു ഗ്രാമീണ റോഡുകൾ പുതുതായിട്ട് വികസിപ്പിക്കും. പിന്നെ വിദ്യാഭ്യാസ മേഖലയിൽ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ട് സമ്പന്നമാണ് ഇടുക്കി ജില്ലയിലെ ഏക പഞ്ചായത്താണ് കുമാരമംഗലം. ഇവിടെ വിദ്യാഭ്യാസത്തിന് ഗവൺമെൻറ് ലെവലിലാണെങ്കിലും പ്രൈവറ്റ് സെക്ടറിലാണെങ്കിലും എഞ്ചിനീയറിങ്, മെഡിക്കൽ എല്ലാ മേഖലകളിലും വിദ്യാഭ്യാസ കാര്യങ്ങളിൽ വളരെ സമ്പന്നമായൊരു പഞ്ചായത്താണ് ഇടുക്കി ജില്ലയെ അപേക്ഷിച്ച് കുമാരമംഗലം പഞ്ചായത്ത്. അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങളെല്ലാം വളരെ ഊന്നൽ നൽകിക്കൊണ്ട് വളരെ വികസനോന്മുഖമായ ഒരു പ്രവർത്തനം നമ്മൾ നടത്തും. അതിൻ്റെ ഒരു UDF ഗവൺമെൻറ് അല്ലെങ്കിൽ UDF ഭരണസമിതി ചെയ്ത വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണ് ഈ പഞ്ചായത്ത് വർഷങ്ങളായി UDF-ന് വീണ്ടും ഭരണം ഏൽപ്പിക്കുന്നത്. ഓക്കെ, അടുത്തത് LDF പ്രതിനിധിയിലേക്ക് പോകാം. ഇപ്പോൾ അങ്ങ് ഒരുപാട് തെറ്റുകളൊക്കെ ചൂണ്ടിക്കാണിച്ചു, മൺവഴികളുടെ കാര്യമൊക്കെ പറഞ്ഞു. അങ്ങക്ക് നിങ്ങളുടെ പാർട്ടിക്ക് ഒരു അധികാരം ലഭിച്ചാൽ അടുത്തത് ഭരണസമിതിയിൽ എത്തി കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും? കുമാരമംഗലം പഞ്ചായത്തിൽ കാർഷിക രംഗത്ത്, യുവജന രംഗത്ത്, കായിക രംഗത്ത്, വ്യവസായ രംഗത്തൊക്കെ കുറേ കാര്യങ്ങൾ തുടങ്ങും എന്ന് UDF പറഞ്ഞു. ഇതുവരെയും ഒന്നും തുടങ്ങിയിട്ടില്ല എന്ന് വ്യക്തമാണ്. കുമാരമംഗലം പഞ്ചായത്തിൽ ഇല്ലാത്തത് സമഗ്രമായ ഒരു വികസന നയരൂപീകരണം നടക്കുന്നില്ല എന്നുള്ളതാണ്. കുമാരമംഗലം പഞ്ചായത്തിൽ ഞങ്ങൾ സമഗ്രമായ ഒരു നയരൂപീകരണം നടത്തും. റോഡുകൾ ഉൾപ്പെടെ ഉള്ളതാണെങ്കിലും സർവേ നടത്തി മുൻഗണനാക്രമം തയ്യാറാക്കി അതനുസരിച്ച് റോഡുകൾ വികസിപ്പിക്കും. മുൻഗണനാക്രമം തയ്യാറാക്കും. അതുപോലെ ടൂറിസം രംഗത്ത് ഇതുവരെയും ഒരു പദ്ധതി പോലും സംസ്ഥാന ഗവൺമെൻറ്റിന്
കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം. ഗ്രൗണ്ടിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം. അതെല്ലാം നടപ്പാക്കും. കാർഷിക രംഗത്ത് നല്ല രീതിയിൽ സ്വയം പര്യാപ്ത നേടാനുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കും. വ്യാവസായ രംഗത്ത് ചെറുകിട സംരംഭങ്ങൾക്ക് സ്റ്റാർട്ടപ്പുകൾക്കുള്ള സാധ്യതകളുണ്ട്. കുടുംബശ്രീയെ ഉപയോഗിച്ച്, അതുപോലെ സ്വയം സന്നദ്ധ സംഘടനകളെ ഉപയോഗിച്ച്, സ്വയം സഹായ സംഘങ്ങളെ ഉപയോഗിച്ചുള്ള ചെറുകിട സംരംഭങ്ങളുടെ വലിയൊരു പരമ്പര തുടങ്ങാനുള്ള സാധ്യതയുണ്ട്. അവരുടെ വിപണന കേന്ദ്രം തുടങ്ങാൻ കഴിയും. അതുപയോഗിച്ചുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനം തുടങ്ങാൻ കഴിയും. ആ രീതിയിൽ എല്ലാ രംഗത്തും ഉള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കും. മെമ്പർക്ക് വേണ്ടിയിട്ട് ഒരു വാർഡിന്റെ വികസനം വിട്ടുകൊടുക്കുകയില്ല. പഞ്ചായത്തിന്റെ വികസനമായിട്ട് നല്ല രീതിയിലുള്ള പദ്ധതി രേഖ തയ്യാറാക്കും. കഴിഞ്ഞ വർഷത്തെ പദ്ധതി രേഖ വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ വീണ്ടും പകർത്തി വയ്ക്കുന്ന പദ്ധതി രേഖയാണ് ഇത്രയും കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് അറിയണം. ഈ വർഷത്തെ പദ്ധതി രേഖയിലും 12 വാർഡേ ഉള്ളൂ. ആ ഭൂപടത്തിൽ എന്ന് വെച്ചാൽ എന്നൊരിക്കലും ഭൂപടം പകർത്തി വരുന്ന അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ഈ മേഖലയിലെല്ലാം പൂർണ്ണമായിട്ടും വിജയം കണ്ടെത്താൻ സാധിക്കും. സമഗ്രമായ ഒരു വികസനം രൂപീകരിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത BJP പ്രതിനിധിയിലേക്ക് പോകാം. ഇപ്പോൾ ഈ LDF-ഉം UDF-ഉം ഒക്കെ അധികാരത്തിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ഇതെല്ലാം കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. അടുത്ത BJP അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ എന്തൊക്കെ വികസനങ്ങൾ നമ്മുടെ പഞ്ചായത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവരാൻ സാധിക്കും? ഈ ഇടതുപക്ഷവും വലതുപക്ഷവും നമുക്ക് ഒത്തിരിയധികം വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ വാഗ്ദാനങ്ങളെല്ലാം പാലിക്കുന്നതിനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല എന്നാണ് BJP പ്രതിനിധി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. നമുക്ക് നമ്മുടെ ഗ്രാമീണ റോഡുകൾ, ജനങ്ങൾക്ക് പോകാൻ പറ്റാത്ത ഉൾപ്രദേശങ്ങളിലേക്കുള്ള ഗ്രാമീണ റോഡുകൾ, ആ ഗ്രാമീണ റോഡുകൾ മുഴുവൻ സഞ്ചാരയോഗ്യമാക്കുന്നതിനായിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നതായിരിക്കും. നമ്മുടെ കേരളത്തിൻ്റെ സമ്പൂർണ്ണമായ വികസനമായിരിക്കും ഞങ്ങളുടെ ലക്ഷ്യം. BJPയുടെ ലക്ഷ്യം സമഗ്ര വികസനമാണ്, കേരളത്തിൻ്റെ സമഗ്രമായ വികസനമാണ്. അതിനുവേണ്ടിയിട്ട് ഞങ്ങൾ പ്രയത്നിക്കും, അധ്വാനിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു കഴിഞ്ഞ 5 വർഷത്തെ ഈ പഞ്ചായത്തിന്റെ, കുമാരമംഗലം പഞ്ചായത്തിന്റെ വികസന നേട്ടങ്ങളും അതോടൊപ്പം തന്നെ കോട്ടങ്ങളും എല്ലാം നമ്മളിവിടെ ചർച്ച ചെയ്തു. ഇനി വരുന്ന 5 വർഷം ഭരണം ലഭിച്ചാൽ, ഏത് ഭരണസമിതി അധികാരത്തിലെത്തിയാലും ഏത് പാർട്ടി അധികാരത്തിലെത്തിയാലും അവരെന്തൊക്കെ വികസനങ്ങൾ കുമാരമംഗലം പഞ്ചായത്തിന് വേണ്ടിയിട്ട് ചെയ്യുമെന്ന് കാര്യങ്ങളെല്ലാം നമുക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. അതെല്ലാം അതുപോലെ തന്നെ പ്രാവർത്തികമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ആലപ്പാട് ഗോൾഡ് ദൃശ്യ പോരാട്ടം 2025 ചിത്രീകരണവുമായി അടുത്ത പഞ്ചായത്തിൽ കാണാം. നമസ്കാരം. ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26 മൈൽ, കാഞ്ഞിരപ്പള്ളി. സ്വർണം പണയം വെച്ചിട്ട് തിരിച്ചെടുക്കാൻ പ്രയാസപ്പെടുകയാണോ? അല്ലെങ്കിൽ ലേലത്തിൽ പോകുമോ എന്ന ആശങ്കയുണ്ടോ? കയ്യിലെ സ്വർണത്തിന് എവിടെ മികച്ച വില ലഭിക്കുമെന്നറിയാതെ വിഷമിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ ഉടൻ ആലപ്പാട് ഗോൾഡിലേക്ക് വിളിക്കൂ. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾക്ക് മാർക്കറ്റിലെ അതാത് ദിവസത്തെ വില ഇവിടെ ലഭിക്കും. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും എത്ര പഴയതായാലും ആലപ്പാട് ഗോൾഡ് അന്നുള്ള ദിവസത്തെ മാർക്കറ്റ് വില നൽകി സ്വർണം തിരിച്ചെടുക്കുന്നു. GPay, RTGS, NEFT, ചെക്ക് എന്നിവയുടെ സൗകര്യവും ഉണ്ട്. പണത്തിന്റെ ടെൻഷൻ വേണ്ട. ആലപ്പാട് ഗോൾഡ് നിങ്ങളുടെ സ്വർണത്തിന് വിപണിയിലെ ഏറ്റവും ഉയർന്ന വില നൽകുന്നു. 2001 മുതൽ കേരളത്തിലെ നമ്പർ 1 ഓൾഡ് ഗോൾഡ് പർച്ചേസ് ഷോപ്പായ ആലപ്പാട് ഗോൾഡ് സാധാരണക്കാരെ സഹായിക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നു. ജനസേവനമാണ് നമ്മുടെ ലക്ഷ്യം. വിശ്വാസത്തോടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാൻ ആലപ്പാട് ഗോൾഡിനെ സമീപിക്കാം. ഞങ്ങൾ സ്വർണത്തിന് യഥാർത്ഥ മൂല്യം നൽകുന്നു. ഞങ്ങളുടെ സ്ഥാപനങ്ങൾ മുണ്ടക്കയം KK റോഡിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അടുത്ത് അജ്ഫ ബേക്കേഴ്സ് ബിൽഡിംഗിലും, കറുകച്ചാലിൽ മല്ലപ്പള്ളി റോഡിലുള്ള ഫെഡറൽ ബാങ്ക് ബിൽഡിംഗിലും പ്രവർത്തിക്കുന്നു. അതുകൂടാതെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മുടെ സർവീസ് ലഭ്യമാണ്. സ്വർണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇനി ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ നമ്പറിലേക്ക് ഒരു ഫോൺ കോൾ മതി. ആലപ്പാട് ഗോൾഡ് നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ അടുത്തെത്തും. ആലപ്പാട് ഗോൾഡ് എന്നും നിങ്ങളോടൊപ്പം. Mother soothes, Mother cares, Mother protects, Mother finds always reason to smile. Mother stands up for you for everything. Mary Queen's Mission Hospital, Kanirapalli, Kottayam. We care, God cures.
Introducing South India's largest sanitary ware showroom, now in Pala. Welcome to Cochin Saniwares, where luxury meets innovation. Here, every leading sanitary ware brand has its own exclusive space, designed to bring their world to life. Step inside and experience the future of your home, with real-time previews that let you see exactly how your bathroom, kitchen, or living spaces will look before you decide. കൈകളുടെ അലങ്കാരങ്ങൾക്ക് പരിശുദ്ധ സ്വർണത്തിന്റെ പൊൻപ്രഭയേകാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ബാംഗിൾ ഫെസ്റ്റ്. സമാനതകളില്ലാത്ത ഏറ്റവും പുതിയ ഡിസൈൻ വളകൾക്കൊപ്പം ട്രഡീഷണൽ വളകളുടെ അത്യാകർഷകമായ കളക്ഷനുമായി ഒക്ടോബർ 17 മുതൽ 24 വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ വരൂ. മനസ്സിനിണങ്ങിയ സ്വർണം മിതമായ വിലയിൽ സ്വന്തമാക്കുന്നതിനൊപ്പം അലങ്കാരങ്ങളുടെ പൂർണ്ണത അനുഭവിച്ചറിയാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. മുരിക്കൻസ് ഗ്രൂപ്പിന്റെ MG ആൻഡ് ഫ്ലൈലൈൻ പ്രൊഡക്റ്റുകളിലേക്ക് ഏവർക്കും സ്വാഗതം. മോഹന വാഗ്ദാനങ്ങളിൽ ആകൃഷ്ടരാകാതെ ഉൽപ്പന്നത്തിന്റെ ഗുണനിലവാരവും വിൽപ്പനാനന്തര സേവനവും ഈ കാലഘട്ടത്തിൽ ഒരു ഉപഭോക്താവ് കരുതലോടുകൂടി ഉറപ്പുവരുത്തേണ്ടതാണ്. വിവിധതര ഉൽപ്പന്നങ്ങൾ അന്താരാഷ്ട്ര ഗുണനിലവാരത്തിൽ 30 വർഷത്തിന് മേൽ പ്രവർത്തന പാരമ്പര്യമുള്ള മുരിക്കൻസ് ഗ്രൂപ്പിന്റെ MG ആൻഡ് ഫ്ലൈലൈൻ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ ഈ ഫീൽഡിലെ എക്സ്പേർട്സിൽ നിന്ന് തന്നെ നിങ്ങൾ സ്വന്തമാക്കും. ഓൺ ഗ്രിഡ് അല്ലെങ്കിൽ ഓഫ് ഗ്രിഡ് സോളാർ പവർ പ്ലാന്റുകൾ, രാത്രി കാലങ്ങളിൽ വീടിന്റെ പരിസരവും ഗാർഡനുകളും അതിമനോഹരമാക്കുവാനുള്ള സോളാർ ഗാർഡൻ ലൈറ്റുകൾ, ബാറ്ററിലെസ് സോളാർ പവർ പ്ലാന്റുകൾ, ഹൈ വോൾട്ടേജ് ആൻഡ് ലോ വോൾട്ടേജിൽ നിന്ന് നമ്മുടെ ഗൃഹോപകരണങ്ങളെ സംരക്ഷിക്കുന്ന ഇലക്ട്രിക് പ്രൊട്ടക്ടറുകൾ, MG ബ്രാൻഡഡ് സോളാർ വാട്ടർ ഹീറ്ററുകൾ, കോൺസ്റ്റന്റ് വോൾട്ടേജ് ഔട്ട്പുട്ട് നൽകുന്ന MG സെർവോ വോൾട്ടേജ് സ്റ്റെബിലൈസറുകൾ, ഭക്ഷണപാനീയങ്ങളും മറ്റും കേടുകൂടാതെ സൂക്ഷിക്കുന്നതിനുള്ള ഡീപ് ഫ്രീസറുകൾ, ഹോസ്പിറ്റൽ മോർച്ചറി ചേംബറുകൾ, മൊബൈൽ മോർച്ചറികൾ എന്നിവ ഞങ്ങളുടെ വിശാലമായ ശ്രേണിയിൽപ്പെടുന്നു. മുരിക്കൻസ് ഗ്രൂപ്പിന്റെ ഈ പ്രൊഡക്റ്റുകളെ കുറിച്ച് അറിയുന്നതിനായി സന്ദർശിക്കൂ muirkens.com അല്ലെങ്കിൽ solarkerala.com.